ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചൈനയിലെ ചൂടുള്ളതും നേരിയ തണുപ്പും കൂടിയ കാറ്റിലേക്ക് പേൺ റിവർ ഡെൽറ്റയിലെ ഗ്വാങ്ഡോങ് എന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. ഇത് 1801-ാം വർഷം നടന്ന കഥയാണ്. സാമ്രാജ്യത്വ ഭരണം അതിർത്തികളിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശ വ്യാപാരം ഒരു മൺസൂൺ വേലിയാറ്റം പോലെ വീർപ്പുമുട്ടുകയാണ്. തീരദേശ ഗ്രാമങ്ങൾ കടൽക്കൊള്ളക്കാരുടെ ഭീഷണിയിൽ വിറയ്ക്കുന്നു. പക്ഷേ നിങ്ങൾ പരിചിതരായ കടൽക്കൊള്ളക്കാരുടെ പോലെയല്ല. തത്തകളെയും പെഗ്ഗിലെഗുകളെയും മറക്കൂ. ഈ കഥ ആരംഭിക്കുന്നത് വിശപ്പ്, സാമ്രാജ്യം, ഷീ സിയാംഗു എന്ന സ്ത്രീ തുടങ്ങിയവയിൽ നിന്നാണ്. അവർ അധികകാലം അജ്ഞാതരായി തുടരുന്നതല്ല. ചരിത്രമൊടുവിൽ അവരെ മാഡം ചിങ് അഥവാ ദക്ഷിണ ചൈന കടലിലെ കടൽക്കൊള്ളക്കാരുടെ രാജ്ഞി എന്ന പേരിൽ അറിയപ്പെട്ടു. 10,000-കണക്കിന് കുറ്റവാളികളെ നിയന്ത്രിക്കുകയും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ കടൽക്കൊള്ളക്കാരുടെ നാവികസേനയെ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ. നിങ്ങൾ അവരെക്കുറിച്ച് ഒരിക്കലും കേട്ടിട്ടുണ്ടാകില്ല, മിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ വിഷമിക്കണ്ട, ഞങ്ങളത് പരിഹരിക്കാൻ പോകുകയാണിവിടെ. അവളെ പിടിക്കാൻ കഴിയാത്തവ യുദ്ധക്കപ്പലുകൾ, അവളെ തകർക്കാൻ കഴിയാത്ത ചക്രവർത്തിമാർ, ജയിലിൽ കയറുകയോ പലകയിൽ നടക്കുകയോ ചെയ്യാത്ത ഒരു വിരമിക്കൽ പദ്ധതി എന്നിങ്ങനെ നിങ്ങൾ കേൾക്കും. പക്ഷേ നമുക്ക് മുന്നോട്ടു പോകണ്ട. ഈ നിമിഷം കാറ്റിലാടിയുലയുന്ന കപ്പലുകളുടെ ശബ്ദം, കടൽ വ്യാപാരികളുടെ പിറുപിറുപ്പ്, 100 എളിമിയുള്ള മത്സ്യബന്ധന ബോട്ടുകളിൽ നിന്നുള്ള തുഴകളുടെ ശബ്ദം എന്നിവ മാത്രമാണ് ശബ്ദങ്ങൾ. അതിനാൽ നിങ്ങൾക്ക് സുഖം തോന്നുന്നതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരു നിമിഷമെടുക്കുക. സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം. നിങ്ങൾ എവിടെ നിന്നാണ് എന്നെ കേൾക്കുന്നതെന്നും അതെപ്പോഴാണെന്നും കമൻറ്റിൽ അറിയിക്കുക. നമ്മുടെ ഉറക്കമില്ലാത്ത ചെറിയ ആഗോള ഭൂപടം കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ ലൈറ്റുകൾ ഡിം ചെയ്യൂ. ആ മൃദുവായ ബാക്ക്ഗ്രൗണ്ട് ഹമ്മിങ്ങിലായി ഒരു ഫാൻ ഓണാക്കാം. ഇന്ന് രാത്രിയിലെ യാത്രയിലേക്ക് നമുക്കൊരുമിച്ചു പോകാം. വേലിയാറ്റങ്ങൾ ആകാശവുമായി കൂടിച്ചേരുന്നിടത്തുനിന്ന് നമുക്ക് ആരംഭിക്കാം. പേൾ നദീ ഡെൽറ്റ. ചൈനീസ് ചരിത്രത്തിൽ ഈ സമയമായപ്പോഴേക്കും കിങ് രാജവംശം വിശാല ഭൂഖണ്ഡത്തിൽ വ്യാപിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ തെക്കൻ തീരം ഒരു ദുർഘടവും ഉപ്പുരസവുമുള്ളതായത് ഒരു പ്രശ്നമാണ്. സാമ്രാജ്യം വ്യാപാരമാഗ്രഹിക്കുന്നു. സ്പാനിഷിൽ നിന്ന് വെള്ളി, ബ്രിട്ടീഷുകാർക്ക് ചായ, ആഴമുള്ള പോക്കറ്റുള്ള ഏതൊരാൾക്കും പട്ട് എന്നിങ്ങനെ. എന്നാൽ ഓരോ പോട്ടും കള്ളക്കടത്തുകാർക്കും കടൽക്കൊള്ളക്കാർക്കും റെബൽ വ്യാപാരികൾക്കും ഒരരിപ്പയാണ്. ബോട്ട് പീപ്പിൾ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ടാങ്ക പീപ്പിൾ ഇവിടെ ഒരു അരികിലാണ് ജീവിതം നയിക്കുന്നത്. മുഴുവൻ തലമുറകൾ ഒരിക്കലും കരയിൽ കാലുകുത്തുന്നില്ല. ചെളി നിറഞ്ഞ നദികളിൽ താമര ഇതളുകൾ പോലെ ആടുന്ന മുളങ്കുമ്പുള്ള ബോട്ടുകളിൽ ജീവിക്കുന്നു. അങ്ങനെയിരിക്കെ ഷീ സിയാംഗു ഈ ലോകത്തിലേക്ക് ജനിക്കുന്നു. അവളുടെ പേരിൻ്റെ അർത്ഥം സുഗന്ധമുള്ള പെൺകുട്ടി എന്നതാണ്. ഇത് വിരോധാഭാസമാണ്, കാരണം അവൾ തൻ്റെ യൗവനത്തിൻ്റെ ഭൂരിഭാഗവും മത്സ്യം കൊണ്ടുപോകുന്നതിലും ചെമ്മീൻ പേസ്റ്റ് പുളിപ്പിക്കുന്നതിലും ചെലവഴിക്കുന്നു. അവളുടെ കുടുംബം അവളെ വിട്ടുകൊടുത്തോ എന്നോ അതോ അവൾ ഓടിപ്പോയോ എന്നോ ഒന്നും ചരിത്രകാരന്മാർക്ക് ഉറപ്പില്ല. പക്ഷേ അവൾ ഒരു ഫ്ലവർ ബോട്ടിൽ അഥവാ ക്യാൻഡനെടുത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഒരു പൊങ്ങിക്കിടക്കുന്ന വേശ്യാലയത്തിലെത്തുന്നു. ഇതാ നിങ്ങളുടെ ആദ്യത്തെ യാഥാർത്ഥ്യ പരിശോധന. ഇതിലൊന്നിൽ നിങ്ങൾക്ക് ഒരു ദിവസം പോലും നിലനിൽക്കാൻ കഴിയില്ല. കറുത്ത നാവികരെ കൈകാര്യം ചെയ്യുന്നതിന് പുറമേ രോഗം, അഴിമതിക്കാരായ തുറമുഖ ഗാർഡുകൾ, വളരെ മോശം സ്വഭാവവും വളരെ കുറഞ്ഞ ആയുസ്സുമുള്ള ഉപഭോക്താക്കളെ നിങ്ങൾ പ്രതിരോധിക്കേണ്ടി വരും. എന്നിട്ടും ഷീ ബുദ്ധിമതിയാണ്. അവൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ശ്രദ്ധിക്കുന്നു. ആരാണ് കൈക്കൂലി കൊടുക്കുന്നതെന്നും ആരാണ് കപ്പലുകൾ എണ്ണുന്നതെന്നും അവൾ നിരീക്ഷിക്കുന്നു. രാഷ്ട്രീയ ഗോസിപ്പിനു പകരമായി അവൾ സമ്പന്ന ക്ലയന്റുകളിൽ നിന്ന് അധിക തുക ഈടാക്കിയെന്ന ചില ഇതിഹാസങ്ങൾ പറയുന്നു. നാവിക ഉദ്യോഗസ്ഥരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അവൾ ഈ കുശുകുശുകൾ ഉപയോഗിച്ചു എന്ന് മറ്റു ചിലർ പറയുന്നു. ഈ അവകാശങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല. എന്നാൽ ചരിത്രകാരന്മാർ ഒരു കാര്യത്തിൽ യോജിക്കുന്നു: അവൾ വേഗത്തിൽ പഠിക്കുന്നു. അവൾ ഒരു നാമവും മറക്കുന്നില്ല എന്ന കാര്യം. ഈ സമയത്ത് ദക്ഷിണ ചൈന കടൽ പ്രാക്ടിക്കലി കടൽക്കൊള്ളക്കാരുടെ പ്രവർത്തനത്താൽ മുഴങ്ങുന്നു. കടൽക്കൊള്ളക്കാരെ നിങ്ങൾ ഒറ്റച്ചെന്നായികളായി സങ്കൽപ്പിക്കാം.
പക്ഷേ വാസ്തവത്തിൽ അവർ ചിലപ്പോൾ വൻ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നു. അവയിൽ ചിലത് പ്രാദേശിക യുദ്ധപ്രഭുക്കന്മാരോ യൂറോപ്യൻ വ്യാപാരികളോ പോലും അനുവദിക്കുന്നു, നികുതി കുറയ്ക്കാനും സാധനങ്ങൾ ഒഴുകാനും. വ്യാപാരി ക്യാപ്റ്റന്മാരെ തട്ടിക്കൊണ്ടുപോകൽ, പോർച്ചുഗീസ് ദാലീണുകൾ റെയ്ഡ് ചെയ്യുക, കുപ്രസിദ്ധമായ റെഡ് ഫ്ലാഗ് ഫ്ലീറ്റിന് കീഴിൽ നൂറുകണക്കിന് കപ്പലുകൾ നിയന്ത്രിക്കുക എന്നിങ്ങനെ ഒരു റെസ്യൂമെയുള്ള കുപ്രസിദ്ധനായ കടൽക്കൊള്ളക്കാരൻ ചെങ്ങിയിൽ പ്രവേശിക്കുന്നു. അദ്ദേഹം ആകർഷകനും ക്രൂരനുമാണ്, വാർദ്ധക്യമുള്ളവനും. പണ്ഡിതന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന കാരണങ്ങൾ കൊണ്ട് പ്രണയമോഹമോ രാഷ്ട്രീയ കണക്കുകൂട്ടലോ ശുദ്ധകാമമോ എന്ന 1801 അവൾ ഷിയയാങ്ങുയെ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇതെന്താണ് വിചിത്രം? അവരൊരു കരാറുണ്ടാക്കുന്നു. ഫ്ലവേഴ്സ് ആൻഡ് ഫോണ്ടിയു എന്ന അർത്ഥത്തിൽ ഒരു വിവാഹ ലൈസൻസല്ല, മറിച്ചൊരു ലീഗൽ കരാറാണ്. അവൾ അവനെ കപ്പൽപ്പടയെ നിയന്ത്രിക്കാൻ സഹായിക്കും, ലാഭത്തിന്റെ പൂർണ്ണവിഹിതം അവൾക്ക് ലഭിക്കും. ഇതൊരു സംയുക്ത സ്റ്റാർട്ടപ്പിന്റെ പൈരേറ്റ് പതിപ്പാണ്. അത് വർക്ക് ചെയ്യുന്നു. അവരുടെ സംയുക്ത നേതൃത്വത്തിൽ റെഡ് ഫ്ലാഗ് ഫ്ലീറ്റ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 200-ൽ നിന്നും 600 കപ്പലുകളായി ഉയർന്നു. മുഖ്യധാരാ ചരിത്രകാരന്മാർ അവരുടെ ഉയർച്ച മേഖലയിലെ നാവികക്രമത്തിന്റെ തകർച്ചയ്ക്ക് സമാന്തരമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്നു. കിങ് ദുർബലമാവുകയും വിദേശവ്യാപാരികൾ കറുപ്പും ലാഭവും വിദ്യയും വ്യതിചലിക്കുകയും ചെയ്തപ്പോൾ പൈറേറ്റ് കപ്പലുകൾ അനിയന്ത്രിതമായി വളരുന്നു. എന്നാൽ മറ്റുള്ളവർ മാഡം ചിന്നിന്റെ ആദ്യകാല നയതന്ത്രത്തിന്റെ ശക്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. അവർ എതിരാളികളെ യുദ്ധം ചെയ്യാതെ ചേരാൻ പ്രേരിപ്പിക്കുന്നു. പരാജയപ്പെട്ട കപ്പലുകൾക്ക് ചില കൊള്ള സൂക്ഷിക്കാൻ അവൾ അനുവദിക്കുന്നു. അവർ അവരുടെ ചുവന്ന പടകം പറക്കുന്നിടത്തോളം കാലം. 1805ഓടെ റെഡ് ഫ്ലാഗ് ഫ്ലീറ്റിൽ വനിതാ നാവികരും തായ് കൂലിപ്പട്ടാളക്കാരും ഒളിച്ചോടിയ സൈനികരും വിമത കിങ് ഓഫീസർമാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഒരു കടൽക്കൊള്ളക്കാരുടെ സംഘമല്ല, ഒരു പൊങ്ങിക്കിടക്കുന്ന നഗര സംസ്ഥാനം പോലെയാണ്. ആയിരക്കണക്കിന് കപ്പലുകൾ കടൽക്കുറുകെ കടക്കുന്നതും ഡ്രാഗൺ ചിറകുകൾ പോലെ വീർത്തു നിൽക്കുന്ന കപ്പലുകളും മരക്കൊമ്പുകളിൽ ഇടിച്ചുകയറുന്ന പീരങ്കിപ്പന്തുകളുമെല്ലാം സങ്കൽപ്പിക്കുമ്പോൾ ഇതൊന്നും പ്രത്യേകിച്ചുറക്കം നൽകുന്നതായി തോന്നുന്നില്ല. പക്ഷേ നിങ്ങളിവിടെ സുരക്ഷിതരാണ്. വെള്ളത്തിന്റെ ശബ്ദം കേട്ടാൽ മതി, തിരകൾ നിങ്ങളെ വഹിക്കട്ടെ. ഷീ സിയാങ്കു ഇപ്പോൾ മാഡം ചിങ്, ഇപ്പോൾ ഒരു വേശ്യാലയ പെൺകുട്ടിയല്ല, അവൾ കടലിന്റെ രാജ്ഞിയാണ്. അവരുടെ ഏറ്റവും ധൈര്യമായ അധ്യായം ഇത്തവേ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ മാഡം ചിങ് എന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീ അക്രമത്തിലൂടെ മാത്രം ഉയർന്നു വന്നതല്ല. അവൾ ശക്തിയെ മനസ്സിലാക്കി. പീരങ്കി വെടിവെച്ച് നേടിയ തരം മാത്രമല്ലാതെ എപ്പോൾ അടിക്കണമെന്നും എപ്പോൾ കാത്തിരിക്കണമെന്നും അറിയാവുന്നൊരു പടി മുന്നിൽ നിന്നുകൊണ്ട് നേടിയ തരം. അവൾ എപ്പോഴെങ്കിലും ഒരു വാളെടുക്കുകയോ ഒരു ഡെക്കിൽ നിന്ന് ആജ്ഞകൾ വിളിക്കുകയോ ചെയ്യുന്നതിനു മുമ്പ് അവൾ വെറും ഷീ സിയാങ്കു ആയിരുന്നു. തന്നെ മനുഷ്യനായി കണക്കാക്കാത്ത ഒരു ലോകത്തിലെ ഒരു ടാങ്ക പെൺകുട്ടി. കരയിലല്ലാതെ ബോട്ടുകളിൽ ജീവിച്ചിരുന്ന ടാങ്ക ജനതയെ പരമ്പരാഗത ഹാൻ സമൂഹം ബഹിഷ്കരിച്ചു. അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. ഭൂവുടമകളെ വിവാഹം കഴിക്കുന്നത് വിലക്കി. പലപ്പോഴും മലിനമായവരോ താഴ്ന്നവരുമായി കണക്കാക്കി. അതിനാൽ ഷിയെപ്പോലുള്ള ഒരു ടാങ്ക പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷനുകൾ വളരെ ഇടുങ്ങിയതായിരുന്നു. മത്സ്യം വിൽക്കുക, നാവികരെ സേവിക്കുക, അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുക. ഫ്ലോട്ടിംഗ് വേശ്യാലയങ്ങൾ, ഫ്ലവർ ബോട്ടുകൾ എന്നുമറിയപ്പെടുന്നു. ഗ്ലാമറിൻ്റെയും ദുരിതത്തിൻ്റെയും വിചിത്രമായ മിശ്രിതമായിരുന്നു അവരുടെ ജീവിതം. ചുവന്ന പേപ്പർ വിളക്കുകളും സാറ്റിൻ തലയിണകളും കൊണ്ട് ആഡംബരപൂർവ്വം അലങ്കരിച്ചവർ സമ്പന്നരായ വ്യാപാരികളെയും അഴിമതിക്കാരായ മന്ദാരന്മാരെയും എല്ലാം ആകർഷിച്ചു. ഭക്ഷണത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്തിരുന്നു. വീഞ്ഞ് ഒഴുകിപ്പോയി. സ്ത്രീകൾക്ക് ഫ്ലർട്ടിങ്ങിൽ മാത്രമല്ല, സൂക്ഷ്മമായ പ്രേരണയിലും പരിശീലനം നൽകി. ഈ ഇടത്തിൽ ആർക്കാണ് കൈക്കൂലി കൊടുക്കാൻ കഴിയുക? വീഞ്ഞിനു ശേഷം സംസാരിക്കാൻ ആർക്കാണ് ഇഷ്ടം? കടലിനു കുറുകെ വ്യാപാര വഴികൾ എങ്ങനെ വളച്ചൊടിക്കപ്പെടുന്നുവെന്ന് ഷീ പഠിച്ചു. അവളുടെ ആദ്യകാലങ്ങളെക്കുറിച്ചുള്ള മുഖധാരാരേഖകൾ വിരളമാണ്. അവിടെ കുടുംബം വേശ്യാലയത്തിലേക്ക് വിൽക്കുകയോ നാവികർ തട്ടിക്കൊണ്ടുപോകുകയോ ചെയ്തുണ്ടാക്കാം. അത് ദാരുണമായി സാധാരണമായിരുന്നു. എന്നാൽ അപൂർവ കഥകൾ നിലനിൽക്കുന്നു. ഒരു പീഡകനായ പിതാവിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ സ്വന്തം വിൽപ്പന സംഘടിപ്പിച്ചുവെന്ന് ചിലർ പറയുന്നു. കടൽക്കുള്ളർക്കന്മാരിലൂടെ രഹസ്യവിവരങ്ങൾ കൈമാറാൻ അവൾ പട്ടുവസ്ത്രങ്ങളിൽ തുന്നിച്ചിതഞ്ഞ കോഡ് ചെയ്ത സന്ദേശങ്ങൾ ഉപയോഗിച്ചുവെന്ന് മറ്റു ചിലർ അവകാശപ്പെടുന്നു.
സത്യമെന്തുതന്നെയായാലും ഷീക്ക് അപൂർവമായ എന്തോ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ്. ഒരു മുറിയും ഒരു പുരുഷനും നിമിഷങ്ങൾക്കുള്ളിൽ വായിക്കാനുള്ള കഴിവ്. 40കളിൽ പ്രായമുള്ള ഒരു കടൽക്കൊള്ളയുടെ ഇതിഹാസമായ ചെങ് ഒന്നാമൻ തന്റെ ബോട്ടിൽ നടന്നപ്പോൾ അവൾ വടുക്കളുള്ള ഒരു മൃഗത്തേക്കാൾ കൂടുതൽ കണ്ടു. അവൾ മുന്നോട്ടുള്ള ഒരു വഴി കണ്ടു. ചെങ് ഒന്നാമൻ നിങ്ങളുടെ പതിവ് കട്ടത്രോട്ടായിരുന്നില്ല. അതെ, അദ്ദേഹം തീരദേശ ഗ്രാമങ്ങൾ റെയ്ഡ് ചെയ്യുകയും ബന്ദികളാക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ഒരു തന്ത്രജ്ഞനും കൂടിയായിരുന്നു. 6 പ്രധാനപ്പെട്ട കടൽക്കൊള്ളയുടെ വംശങ്ങളെ ഒരുമിച്ചു ചേർക്കാൻ കടൽക്കൊള്ളയുടെ കോൺഫെഡറേഷൻ എന്നറിയപ്പെടുന്നതിൽ അദ്ദേഹം സഹായിച്ചു. വളരെ അപകരമായ ഹോ ആയുടെ കടൽക്കൊള്ളയുടെ വാക്കുകളാണിവർ. ഷിയെ അദ്ദേഹം എങ്ങനെ കണ്ടുമുട്ടിയെന്ന് പൂർണ്ണമായും വ്യക്തമല്ല. പക്ഷേ അവരുടെ പങ്കാളിത്തം ഉടനടി സ്ഫോടനാത്മകമായിരുന്നു. 1801 വിവാഹം കഴിച്ച ഒരു വർഷത്തിനകം ക്വിങ് ബ്യൂറോക്രാറ്റുകളെപ്പോലും അസൂയപ്പെടുത്തുന്ന തരത്തിൽ അവർ റെഡ് ഫ്ലാഗ് ഫ്ലീറ്റിനെ പുനഃസംഘടിപ്പിക്കാൻ തുടങ്ങി. ഷീ സിയാങ്കു നിഴലിലായിരുന്നില്ല. കരയിൽ തങ്ങുകയോ വ്യാപാര കപ്പലുകളിൽ കയറുകയോ ചെയ്തിരുന്ന പല കടൽക്കൊള്ളയുടെ വാരുമാരെ പോലെ അവൾ റെയ്ഡുകളുടെ സമയത്ത് ചെങ്ങിന്റെ അരികിൽ നിന്നു. മീറ്റിംഗുകൾ ശ്രദ്ധിച്ചു കേട്ടു. ചെങ്ങ് പോയപ്പോൾ അവൾ ഉത്തരവുകൾ നൽകി. കുറച്ചു ക്യാപ്റ്റന്മാർ സ്വകാര്യമായി പിറുപിറുത്തു. എന്നാൽ മിക്കവരും അവളെ വെല്ലുവിളിക്കാൻ വളരെയധികം മതിപ്പുളവാക്കിയവരോ അല്ലെങ്കിൽ വളരെ ഭയപ്പെട്ടവരോ ആയിരുന്നു. ചില തെക്കൻ തീരദേശ ഗ്രാമങ്ങളിലെ വാമൊഴി പാരമ്പര്യത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കഥ. ഷീ ഒരിക്കൽ ഒരു മുടിയിഴ കൊണ്ട് ഒരു പൊമാലോ തൊലി പൊലിക്കുന്ന സമയത്ത് എതിരാളികൾ കടൽക്കൊള്ളയുടെ വംശങ്ങൾക്കിടയിൽ ഒരു 3-വേ വെടിനിർത്തൽ ചർച്ച നടത്തിയെന്ന് അവകാശപ്പെടുന്നു. ചരിത്രകാരന്മാർ ഇത് കണ്ട് ചിരിക്കുന്നു. എന്നാൽ ആരും അത് പൂർണ്ണമായും നിഷേധിക്കുന്നില്ല. 1804 ആയപ്പോഴേക്കും അവളുടെ ശക്തി അവ്യക്തമായി തീർന്നു. അവർ കപ്പൽപ്പടയുടെ സാധനങ്ങൾ സംഘടിപ്പിക്കുന്നു, കൊള്ള വിതരണം ട്രാക്ക് ചെയ്യുന്നു, റേഷൻ, പണമടവ, പിന്നെ വ്യക്തിപരമായ പെരുമാറ്റത്തിനുള്ള നിയമങ്ങൾ സ്ഥാപിക്കുന്നു. മദ്യപിച്ചുള്ള യുദ്ധങ്ങളില്ല, ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നില്ല, ആശ്ചര്യകരമായി ബന്ധികളാക്കിയ സ്ത്രീകളെ ഉപദ്രവിക്കുന്നില്ല, നിയമലംഘകരെ ശിക്ഷിക്കുന്നു, ചിലപ്പോൾ വധിക്കുന്നു. അക്കാലത്ത് കടൽക്കൊള്ളയുടെ വംശങ്ങളിൽ ഇത്തരത്തിലുള്ള സംഘാടനത്തെക്കുറിച്ച് കേട്ടുകേൾവിയുമില്ലായിരുന്നു. പാശ്ചാത്യ നാവികസേന ഇപ്പോഴും കടൽക്കൊള്ളയെ അനിയന്ത്രിതമായ ജനക്കൂട്ടമായി സങ്കൽപ്പിച്ചിരുന്നു. പക്ഷേ മാഡം ചിങ് കടലിനെ ഒരു ചതുരംഗ പലക പോലെയാണ് കണ്ടിരുന്നത്. അവർ ഓരോ കപ്പലിനെയും ഒരു കഷണമാക്കി, ഓരോ ക്യാപ്റ്റനെയും ഒരു പണയമാക്കി, അല്ലെങ്കിൽ അവർ പ്രത്യേകിച്ചും മിടുക്കരാണെങ്കിൽ ഒരു ബിഷപ്പായും. ചെങ് ഒന്നാമൻ സാങ്കേതികമായി കമാൻഡ് ചെയ്തിരുന്നതിനാൽ അവർക്ക് തുടക്കത്തിൽ എത്രമാത്രം നിയന്ത്രണമുണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. എന്നാൽ പോർച്ചുഗീസ് വ്യാപാരികളിൽ നിന്നും ക്വിങ് നാവികരേഖകളിൽ നിന്നുമുള്ള കത്തുകളിൽ കടൽക്കൊള്ളയുടെ ഇരയിൽ ഉത്തരവുകൾ നൽകുന്നതായും ചെറിയ സ്ക്വാഡ്രണുകളെപ്പോലും സ്വയം നിയന്ത്രിക്കുന്നതായും പരാമർശിക്കുന്നു. പിന്നീട് 1807 കൊടുങ്കാറ്റ് വരുന്നു. റെയ്ഡിൽ നിന്ന് മടങ്ങിയെത്തിയ ചെങ് ഒന്നാമൻ വിയറ്റ്നാം തീരത്തിൽ ഒരു ചുഴലിക്കാറ്റിൽ അകപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കപ്പൽ അപ്രത്യക്ഷമാകുന്നു. ദിവസങ്ങൾക്ക് ശേഷം അവശിഷ്ടങ്ങൾ കരയിലേക്കൊഴുകുന്നു. അദ്ദേഹം പോയി. തുടർന്ന് വിലാപമല്ല, അല്ലെങ്കിൽ പരസ്യമല്ല. ആഴ്ചകൾക്കകം ഷീ സിയാങ്കു ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ധൈര്യപൂർവമായ നീക്കം നടത്തുന്നു. റെഡ് ഫ്ലാഗ് ഫ്ലീറ്റിന്റെ പുതിയ കമാൻഡറായി അവൾ സ്വയം പ്രഖ്യാപിക്കുന്നു. ഇത് നിങ്ങൾ അഭിനന്ദിക്കുന്ന ഒരു ആകസ്മിക തീരുമാനമല്ല. അവരുടെ എതിരാളികൾ ഒരു തുടക്കം കാണുന്നു. 6 കടൽക്കൊള്ളയുടെ വംശങ്ങൾ സ്വഭാവത്താൽ ഭിന്നതയുള്ളവരാണ്. വിശ്വാസത്തേക്കാൾ ഭയത്താൽ ഒന്നിച്ചു നിൽക്കുന്നു. അവരൊരാഴ്ച നിലനിൽക്കില്ലെന്ന് മനുഷ്യർ വിശ്വസിക്കുന്നു. പക്ഷേ മാഡം ചിങ് വഞ്ചിക്കുന്നില്ല. അവർ വിശ്വസ്തരായ ക്യാപ്റ്റന്മാരുടെ ഒരു കൗൺസിൽ രൂപീകരിക്കുന്നു. വർഷങ്ങളുടെ നിശബ്ദതയുടെ സ്വാധീനത്തിൽ നിന്ന് അവരോട് വിശ്വസ്തരായിരുന്നു. പലരും അവരുടെ കപ്പലുകൾ ഏകീകരിക്കുന്നു. പക്ഷേ മറ്റൊന്നായിരുന്നു കുമിഞ്ഞു പൊങ്ങിയത്. ചെങ് ഒന്നാമന്റെ ദത്തപുത്രനും മുൻ സംരക്ഷകനുമായിരുന്നു ചൂ പോസായിയുമായി അവർ അടുത്ത ബന്ധം പുലർത്തുന്നു. 20കളിൽ ചൂയിയായിരുന്നു ഒരു ധീരനായ കടൽക്കൊള്ള യുവാവ്. അന്നു മുതൽ ഇന്ന് വരെ അവരുടെ ബന്ധം പുരികമുയർത്തുന്നു. അത് തന്ത്രപരമായിരുന്നോ, പ്രണയപരമായിരുന്നോ, പൂർണ്ണമായും ലോജിസ്റ്റിക്കലായിരുന്നോ? ചരിത്രകാരന്മാർ ഇപ്പോഴും ഭിന്നിച്ചിരിക്കുന്നു. അവരുടെ വിശ്വസ്ത വിഭാഗത്തെ പ്രീണിക്കാൻ അദ്ദേഹവുമായി സഖ്യം സ്ഥാപിക്കേണ്ടത് അനിവാര്യമായിരുന്നുവെന്ന് ചിലർ വാദിക്കുന്നു. ചെങ് മരിച്ചതിനു മുമ്പ് തന്നെ ഇരുവരും സ്നേഹബന്ധങ്ങൾ പങ്കിട്ടിരുന്നുവെന്ന് മറ്റു ചിലർ പറയുന്നു. ഒരു ചരിത്രകാരൻ ഇതിനെ കടൽക്കൊള്ളയുടെ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ പ്രണയത്രികോണം എന്ന് ഹൃദ്യമായി വിളിക്കുന്നു. എങ്കിലും അധികാരചലനങ്ങൾ വളരെ നിസ്സാരമായിരുന്നു. അവരൊരുമിച്ച് കപ്പലിനെ സ്ഥിരപ്പെടുത്തുകയും അതിൻ്റെ വലിപ്പം ഇരട്ടിയാക്കുകയും ചെയ്യുന്നു. മാഡം ചിങ് ഇപ്പോൾ 300-ലധികം കപ്പലുകളെയും ഏകദേശം 20,000 നാവികരെയും നിയന്ത്രിക്കുന്നു. ആ സംഖ്യ ഇനിയും വർദ്ധിക്കും. എന്നിരുന്നാലും പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നതുപോലെ കടൽക്കൊള്ളയുടെ എണ്ണം കുപ്രസിദ്ധമായ അതിശയോക്തിയുമാണ്. സമകാലിക റിപ്പോർട്ടുകൾ 40,000 മുതൽ 80,000 വരെയാണെന്ന് പറയുന്നു.
ഇത് കടൽക്കള്ളന്മാരുടെ ഒരു സംഘത്തെക്കാട്ടിലും ഒരു നാവികസേന പോലെയാണ്. പക്ഷേ അതിശയോക്തിയാണെങ്കിലും അല്ലെങ്കിലും അവരുടെ സ്വാധീനം നിഷേധിക്കാനാവില്ല. റെക്കോർഡ് ചെയ്യപ്പെട്ട ചരിത്രത്തിൽ ആദ്യമായി ദരിദ്രയായി ജനിച്ച അരികുകളിൽ വളർന്ന് സമൂഹത്താൽ പുറത്താക്കപ്പെട്ട ഒരു സ്ത്രീ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ നാവികസേന നയിക്കുന്നു. ചെങ് ഒന്നാമന്റെ മരണശേഷം വേലിയേറ്റത്തിൽ തകർന്ന മണൽ കൊട്ടാരത്തെപ്പോലെ റെഡ് ഫ്ലാഗ് ഫ്ലീറ്റ് തകരുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. കടൽ കൊള്ളക്കാരുടെ സഖ്യങ്ങൾ വളരെ ദുർബലമായിരുന്നു. ഒരു അയഞ്ഞ പീരങ്കിപ്പന്ത് അല്ലെങ്കിൽ മന്ത്രിച്ച വഞ്ചന മുഴുവൻ പൊങ്ങിക്കിടക്കുന്ന സാമ്രാജ്യവും പിളർന്നേക്കാം. എന്നാൽ ഇപ്പോൾ തലപ്പത്ത് ഉറച്ചു നിൽക്കുന്ന മാഡം ചിങ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ചെയ്തു. അവർ കപ്പലിനെ ഒരുമിച്ചു നിർത്തുക മാത്രമല്ല, അവർ അത് വികസിപ്പിക്കുകയും ചെയ്തു. അവരുടെ ആദ്യത്തെ സമർത്ഥമായ നീക്കം, അതെ, ചൂങ് പോസായിയെ കൂടുതൽ അടുപ്പിക്കുക. ചെറുപ്പക്കാരനായ കൗശലക്കാരനായ കടൽ കൊള്ളക്കാരൻ ഇതിനകം തന്നെ ഒരു ഇതിഹാസമായിരുന്നു. ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ടതും ചെങ് ഒന്നാമൻ ഒരുതരം ദത്തുപുത്രനായി വളർത്തപ്പെട്ടതുമായിരുന്നു. എന്നാലും പരൈതനായ കടൽ കൊള്ളക്കാരൻ്റെ മകനേക്കാൾ കൂടുതലായിരുന്നോ അദ്ദേഹം എന്നതിനെക്കുറിച്ച് കിംവദന്തികൾ പരന്നു. എന്നാൽ കടൽ കൊള്ളക്കാരുടെ ലോകം ലേബലുകളിൽ അമിതമായി ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പറയാം. പ്രധാന കാര്യം വിശ്വാസ്യതയായിരുന്നു. ചെങ്ങിൻ്റെ മരണശേഷം മാഡം ചിങ്ങും ചുങ്ങും ഒരു അചഞ്ചലമായ പങ്കാളിത്തം രൂപപ്പെടുത്തി. ഒരുപക്ഷെ പ്രണയപരമോ ഒരുപക്ഷെ പ്രായോഗികമോ തീർച്ചയായും ശക്തവുമായിരുന്നു. അവരുടെ ജലനാധിമ്യത കപ്പലിലെ പലരെയും അസ്വസ്ഥരാക്കി. എന്നാൽ അത് വ്യക്തമായൊരു സന്ദേശം കൂടി നൽകി. പവർ വാക്യൂമില്ല, ദുർബലങ്ങളായ കണ്ണികളില്ല, പിന്നോട്ടു പോകേണ്ടതില്ല. തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ മാഡം ചിങ് സ്വർണസിംഹാസനത്തിൽ നിന്ന് ആജ്ഞകൾ പുറപ്പെടുവിച്ചില്ല. അവൾ തൻ്റെ ക്യാപ്റ്റന്മാരെ മുഖാമുഖം കണ്ടു. മരപ്പലകയിൽ നഗ്നപാതനായി അവർ കഴിച്ച അരിയും മീനും കഴിച്ചു. തെക്കും കരത്തീര വ്യാപാരികൾക്കിടയിൽ ഒരു പ്രചരിത കഥ തൻ്റെ റേഷൻ നിയമങ്ങൾ ലംഘിച്ചതിനു ശേഷം ഒരു ക്യാപ്റ്റനെ സ്വന്തം ചെരുപ്പുകൊണ്ട് പരസ്യമായി അടിച്ചതായി വിവരിക്കുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ചെരുപ്പ് ഒരു മ്യൂസിയത്തിലുമില്ല. എന്നിരുന്നാലും അവളുടെ എല്ലാ സമർത്ഥമായ നേതൃത്വത്തിനും ചക്രവാളത്തിൽ പ്രശ്നങ്ങൾ ഉയർന്നുവന്നു. ക്വിങ് രാജവംശം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അവളുടെ ഉയർച്ചയിൽ അത്ര ആവേശകരമായിരുന്നില്ല. 1808 ആയപ്പോഴേക്കും അവളും അവളുടെ റെഡ് ഫ്ലാഗ് ഫ്ലീറ്റും മതിയായ വ്യാപാരം തടസ്സപ്പെടുത്തി. ആവശ്യത്തിന് വെള്ളി മോഷ്ടിച്ചു. സാമ്രാജ്യിക സർക്കാരിന് അവളെ അവഗണിക്കാൻ കഴിയാത്തത്ര ഉദ്യോഗസ്ഥരെ ലജ്ജിപ്പിച്ചു. അവർ അവരുടെ നാവികസേനയെ, അതിൽ കുറച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അണിനിരത്തി. തീരപ്രദേശത്ത് അവരുടെ കപ്പലുകൾ വേട്ടയാടാൻ തുടങ്ങി. ഇതാണ് കാര്യം. ക്വിങ് നാവിക കപ്പലുകൾ മാഡം ചിങ്ങിൻ്റെ കപ്പലിന് തുല്യമായിരുന്നില്ല. അവ പലപ്പോഴും പഴയതും വേഗത കുറഞ്ഞതും യുദ്ധപരിചയത്തേക്കാൾ കൂടുതൽ ആചാരപരമായ വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യരുമായിരുന്നു. നേരെ മറിച്ച് അവരുടെ കപ്പലുകൾ വേഗതയുള്ളതും മെലിഞ്ഞതും അധികം ഉറങ്ങാത്തതും തീർച്ചയായും മടിയില്ലാത്തതുമായ തുഴച്ചുകാരുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക ചരിത്രവിവരമുണ്ട്. ക്വിങ് നാവികർക്ക് പലപ്പോഴും ഉപ്പ് പ്രതിഫലം നൽകിയിരുന്നു. പലർക്കും വളരെ മോശമായി പെരുമാറിയതിനാൽ അവർ യുദ്ധമധ്യത്ത് കടൽ കൊള്ളക്കാരുടെ അടുത്തേക്ക് പോയി. സങ്കൽപ്പിക്കുക, ഒരു നിമിഷം നിങ്ങൾ കടൽ കൊള്ളക്കാർക്ക് നേരെ വെടിവെക്കുന്നു, അടുത്ത നിമിഷം നിങ്ങൾ അവരോടൊപ്പം മികച്ച ഭക്ഷണവും കുറച്ചു മേലധികാരികളുമായി തുഴയുന്നു. എന്നിരുന്നാലും ഭീഷണി യഥാർത്ഥമായിരുന്നു. പ്രാദേശിക ഗവർണർമാരുടെ പിന്തുണയുള്ള സാമ്രാജ്യിക നാവികസേന 1808 നിരവധി ആക്രമണങ്ങൾ നടത്തി. അവരുടെ തന്ത്രമെന്തായിരുന്നു? ഇടുങ്ങിയ ഉൾക്കടലുകളിൽ അവരുടെ കപ്പലിനെ കോർണർ ചെയ്യുക, അവരുടെ എക്സിറ്റുകൾ തടയുക, അവരെ പട്ടിണിയിലാക്കുക എന്നതായിരുന്നു. സാങ്കേതികമായി അത് ശരിയായിരുന്നു. പ്രായോഗികമായി അതൊരു വിപത്തായിരുന്നു. മാഡം ചിങ് അത് വരുന്നത് കണ്ടിരുന്നു. ഓരോ തുറമുഖത്തും ഓരോ കസ്റ്റംസ് ഓഫീസിലും ഉപ്പിന് വിലയുള്ള ചായക്കടയിലും അവളുടെ കപ്പലിന് വിവരദാതാക്കളുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ഒരാക്രമണത്തെക്കുറിച്ച് അവൾ കേട്ടു. പിന്നീട് മൂടൽമഞ്ഞിൻ്റെയോ കൊടുങ്കാറ്റിൻ്റെയോ മറവിൽ അവൾ ഒളിച്ചിരുന്നു. നാവികസേന ശൂന്യമായ കടലിലേക്ക് പീരങ്കികൾ എറിയാൻ വിട്ടു. ഇത് ശുദ്ധമായ തന്ത്രപരമായ പ്രതിഭയാണോ എന്നോ
മികച്ച ഭൂപടങ്ങളുടെയും വേഗതയുള്ള കപ്പലുകളുടെയും ഉദാഹരണമാണോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. ചിലർ ഇതിനെ ഭാഗ്യമെന്ന് വിളിക്കുന്നു, മറ്റു ചിലർ വ്യാപകമായ കൈക്കൂലി സംശയിക്കുന്നു. എന്നാൽ സത്യം പക്ഷേ അതിനിടയിലെവിടെയോ ആണ്. അതേസമയം അവളുടെ ശത്രുക്കൾ പുറം വരുന്നവർ മാത്രമായിരുന്നില്ല. മറ്റു കടൽ കൊള്ളക്കാരുടെ വിഭാഗങ്ങൾ അസൂയപ്പെട്ടു. ഒരു കാലത്ത് സഖ്യങ്ങളായിരുന്ന ബ്ലാക്ക് ഫ്ലാഗ്, വൈറ്റ് ഫ്ലാഗ് ഫ്ലീറ്റുകൾ പിന്മാറാൻ തുടങ്ങി. രഹസ്യ ഏറ്റുമുട്ടലുകൾ പൊട്ടിപ്പുറപ്പെട്ടു. ക്യാപ്റ്റന്മാർ കൂറുമാറി. എന്നാൽ മാഡം ചിങ് ഭയത്തോടെയല്ല, കടലാസുകൊണ്ടാണ് പ്രതികരിച്ചത്. അതെ, കടലാസു ജോലി. മനുഷ്യരുടെ എല്ലാം കടൽ കൊള്ളക്കാരുടെ കഥാഭാഗത്താണ് വെടിമരുന്നിലേക്കും മഹത്വത്തിലേക്കും തിരിയുന്നത്. എന്നാൽ മാഡം ചിങ് ഉദ്യോഗസ്ഥവൃത്തത്തെ ഇരട്ടിയാക്കി. ഓരോ കപ്പലിനും വേണ്ടിയുള്ള പട്ടികകൾ, റേഷൻ ചാർട്ടുകൾ, നികുതി ഷെഡ്യൂളുകൾ, തർക്കപരിഹാര പ്രോട്ടോക്കോളുകൾ വരെ അവർ സൃഷ്ടിച്ചു. അവർ വാസ്തവത്തിൽ ഒരു HR ഡിപ്പാർട്ട്മെന്റ് നടത്തുകയായിരുന്നു, കടൽ കൊള്ളക്കാർക്ക് എന്നു പറയാം. ഒരു പോർച്ചുഗീസ് വ്യാപാരിയുടെ ഒരു അവിശ്വസനീയമായ വിവരണത്തിൽ രാത്രികാവലിൽ ഉച്ചത്തിൽ പാടിയതിന് മദ്യപിച്ച ഒരു നാവികന് 2 വെള്ളിട്ടയിൽ പിഴ ചുമത്തിയ ഒരു കപ്പൽപ്പട തർക്കത്തിൽ ഇരുന്നതായി പരാമർശിക്കുന്നു. വിചാരണയോ അതൊരു ഫ്ലോട്ടിംഗ് കോടതിമുറിയിൽ ഒരു ചായ കുടിക്കുന്ന സ്ത്രീ അധ്യക്ഷത വഹിച്ച പോലെയായിരുന്നു. നാവികൻ പിഴയടച്ചു പ്രണമിച്ചു. ഒരു പലകയും ഉൾപ്പെട്ടിരുന്നില്ല. അവളുടെ മരീതങ്ങൾ പ്രവർത്തിച്ചു. അച്ചടക്കം വന്നപ്പോൾ വിശ്വാസ്തത വന്നു. വിശ്വാസ്തത വന്നപ്പോൾ അധികാരവും വന്നു. 1809 ആയപ്പോഴേക്കും മാഡം ചിങ്ങിന്റെ കപ്പൽപ്പട തെക്കുചൈന കടലിന്റെ 3/4 വ്യാപാരപാതകളും നിയന്ത്രിച്ചു. തെക്കുചൈനയിലെ തുറമുഖങ്ങൾക്കിടയിലൂടെ നിങ്ങൾക്ക് കപ്പലോടിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അവർക്ക് പണം നൽകി. നിങ്ങളങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അപ്രത്യക്ഷനായി. എന്നിരുന്നാലും അവളുടെ കുപ്രസിദ്ധി വർദ്ധിക്കുന്നുണ്ടെങ്കിലും അവൾ സ്വയം ഒരു രാജാവെന്ന് വിളിച്ചില്ല. ഒരു രഹസ്യഗുഹയിൽ ആഭരണങ്ങൾ ധരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ നിധി ശേഖരിച്ചിരുന്നില്ല. അവൾ ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ചു, മുടി കെട്ടിവെച്ചു. മറ്റൊരു കപ്പലിനെ പോലെ തന്നെ ഒരാടിയുലയുന്ന ഡെക്കിൽ കോർട്ടിലിരുന്നു. അവൾ കടൽ കൊള്ളക്കാരുടെയും സ്ത്രീകളുടെയും അധികാരത്തിൻ്റെയും പ്രതീക്ഷകൾക്കെതിരെയുള്ള ഈ നിശബ്ദ കലാപത്തിൽ തികച്ചും സവിശേഷമായ ഒന്നായി മാറി. അവൾ ദാരിദ്ര്യം, പുരുഷാധിപത്യം, വഞ്ചന, ചുഴലിക്കാറ്റം എന്നിവയെ അതിജീവിച്ചു. ഇപ്പോൾ ആദ്യമായി അവൾ ഒരു കപ്പൽപ്പടയെ മാത്രമല്ല, മറിച്ച് സ്വന്തം രൂപകൽപ്പനയുള്ള ഒരു ഭാവിയെയും നയിക്കുകയാണ്. അവൾ ഇതുവരെ നിയമങ്ങൾ എഴുതാൻ തുടങ്ങിയിരുന്നില്ല. ചിങ് ഒന്നാമൻ മരിച്ചപ്പോൾ കടൽക്കൊള്ളക്കാരുടെ ലോകം വില കുറഞ്ഞ ഒരു സെറാമിക് പാത്രം പോലെ തകരുമെന്ന് പലരും പ്രതീക്ഷിച്ചു. പകരം മാഡം ചിങ് കടിഞ്ഞാൺ പിടിച്ചു, അധികാരരേഖകൾ പുനർനിർമ്മിച്ചു, കൊള്ളയടിക്കാൻ കുതിക്കുന്ന കപ്പലുകളുടെ ഒരു അയഞ്ഞ കോൺഫെഡറേഷനെ വളരെ അപരിചിതവും കൂടുതൽ നിലനിൽക്കുന്നതുമായ ഒന്നാക്കി മാറ്റി. ഒരു സംവിധാനം, ഒരു ഘടന, ഒരു കടൽക്കൊള്ളക്കാരുടെ സർക്കാർ. പല വിപ്ലവങ്ങളെയും പോലെ അത് നിശബ്ദമായി ആരംഭിച്ചു. സ്വർണ്ണ സിംഹാസനങ്ങളിലോ പുകയുന്ന മദ്യശാലകളിലോ അല്ല, മറിച്ച് അവളുടെ എളിമയുള്ള ഫ്ലാഗ്ഷിപ്പിൽ. വൃത്തിയുള്ള ഡെക്കുകൾ, കുറഞ്ഞ അലങ്കാരം, എപ്പോഴും കയ്യിൽ ശക്തമായ ചായയുടെ ഒരു പാത്രം. അവൾ മുതിർന്ന ക്യാപ്റ്റന്മാരുമായി സ്വകാര്യ മീറ്റിംഗുകൾ നടത്തി. അവൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചു. ഒടുവിലവൾ തൻ്റെ പദ്ധതി നൽകിയപ്പോൾ അത് ആക്രോശിക്കുകയോ പാടുകയോ ചെയ്തില്ല. അത് എഴുതി വയ്ക്കപ്പെട്ടിരുന്നു. അവളൊരു പുതിയ പെരുമാറ്റച്ചട്ടം തയ്യാറാക്കി. പൊടിച്ച വിഗ്ഗുകൾ ഒഴിവാക്കി അതിനെ കടൽക്കൊള്ളക്കാരുടെ ഭരണഘടനയായി കരുതുക. പെരുമാറ്റത്തിനായുള്ള പ്രതീക്ഷകൾ, കൊള്ള വിഭജനത്തിനുള്ള ഉത്തരവാദിത്തങ്ങൾ, ലംഘനങ്ങൾക്ക് കർശനമായ ശിക്ഷകളെന്ന് അത് വ്യക്തമാക്കുന്നു. അതിൽ ചിലത് അതിശയകരമായും പുരോഗമനകരമായിരുന്നു. മറ്റു ഭാഗങ്ങൾ ഭയാനകമായും നിർദ്ദിഷ്ടമായിരുന്നു. ചില പ്രധാന കാര്യങ്ങൾ കൊള്ള തുല്യമായി വിഭജിക്കണമായിരുന്നു. പരിക്കേറ്റവർക്കും മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പ്രത്യേക വിഹിതം നൽകിക്കൊണ്ട്. പൊതുക്കടകളിൽ നിന്ന് മോഷ്ടിച്ച ക്യാപ്റ്റന്മാരെ ശിരച്ഛേദം ചെയ്യണമായിരുന്നു. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത ആരെയും, അത് തടവുകാരനായാലും അല്ലെങ്കിലും, വധിക്കണമായിരുന്നു. 2 കടൽക്കൊള്ളക്കാർ വ്യക്തിപരമായ തർക്കത്തിൽ ഏർപ്പെട്ടാലോ അവർ അത് ഔപചാരിക മധ്യസ്ഥതയിലൂടെ പരിഹരിക്കണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആരുടെയും പിന്നാലെ ഒരു കഠാരം ഉപയോഗിച്ച് തീർക്കേണ്ടതല്ല. ഈ കോഡ് പൂർണ്ണമായും മാഡം ചിങ് എഴുതിയതാണോ അതോ ച്യൂങ് പോട്ട്ജായുമായി സഹകരിച്ചെഴുതിയതാണോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. പക്ഷേ എന്തായാലും അത് അവരുടെ ഭരണത്തിൻ്റെ നട്ടെല്ലായി മാറി. അത് പ്രവർത്തിച്ചു. ഒഴിച്ചോട്ടങ്ങൾ കുറഞ്ഞു, പോരാട്ടം കുറഞ്ഞു, ഉൽപ്പാദനക്ഷമത, അതെ, കടൽക്കൊള്ളക്കാർക്ക് ഉൽപ്പാദനക്ഷമതയുണ്ടായിരുന്നു, അത് വളർന്നു. ഇതിനിയൊരു കപ്പൽപ്പടയല്ല,
അതൊരു സാമ്രാജ്യമായിരുന്നു. സിസ്റ്റം പ്രവർത്തിപ്പിക്കാൻ മാഡം ചിങ് ഒരു ഉപദേശ സമിതിയെ നിയമിച്ചു. അതിനെ ഒരു ഫ്ലോട്ടിംഗ് ക്യാബിനറ്റായി കരുതുക. റാഷൻ, നാവികതന്ത്രം, ധനകാര്യം, പൊതുമനോവീര്യം എന്നിവയുടെ ചുമതലയുള്ള ലെഫ്റ്റനന്റുകൾ ഉണ്ടായിരുന്നു. ക്യാപ്റ്റന്മാർ ആഴ്ചയിൽ റിപ്പോർട്ട് ചെയ്യണം. കുറ്റവാളികളെ പരസ്യമായി ശിക്ഷിച്ചു. ചിലരെ ചാട്ടവാടടിച്ചു, മറ്റു ചിലരെ ആഴ്ചകളോളം ശമ്പളമില്ലാതെ സെയിൽ നന്നാക്കാൻ നിർബന്ധിച്ചു. അതത്ര സുഖകരമല്ലായിരുന്നു, പക്ഷേ അത് ക്രമം പാലിച്ചു. കപ്പൽപ്പട തന്നെയാണോ വളരെ വലുത്? 1809 ആയപ്പോഴേക്കും സമകാലിക സ്രോതസ്സുകൾ കണക്കാക്കുന്നത് 600-ലധികം കപ്പലുകൾ അവളുടെ ചുവന്ന ബാനറുകൾക്ക് കീഴിൽ പറന്നുയർന്നുവെന്നാണ്. ചിലത് മിനുസമായ, വേഗത്തിൽ നീങ്ങുന്ന സ്ലൂപ്പുകളായിരുന്നു. മറ്റു ചിലത് 3 ഡെക്കുകളും ഡ്രാഗൺ കൊത്തുപണികളുമുള്ള ഉയർന്ന ജങ്കുകളായിരുന്നു. ഈ കപ്പലുകൾ സ്ക്വാഡുകളായി ക്രമീകരിച്ചു. റെയ്ഡിംഗ്, സ്കൗട്ടിംഗ്, ലോജിസ്റ്റിക്സ്, എൻഫോഴ്സ്മെന്റ് എന്നിവ പ്രത്യേക ചുമതലകളുള്ളവ. റെഡ് ഫ്ലാഗ് ഫ്ലീറ്റ് യഥാർത്ഥത്തിൽ കോൺഫെഡറേഷനിലുണ്ടായിരുന്ന 6 കടൽക്കൊള്ളക്കാരുടെ വിഭാഗങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ മാഡം ചിങ്ങിന്റെ കീഴിൽ അവർ ഒന്നുകിൽ മിളലുകയോ അല്ലെങ്കിൽ മറികടക്കുകയോ ചെയ്തു. മുൻ എതിരാളികൾ പോലും അവളുടെ കമാൻഡിന്റെ കീഴിൽ സഞ്ചരിക്കുന്നത് കണ്ടെത്തി. പലപ്പോഴും സന്തോഷത്തോടെ. കാരണം അവളുടെ കോഡ് കടൽക്കൊള്ളക്കാർക്ക് അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒന്ന് നൽകി: സുരക്ഷ. കൗതുകകരമായ ഒരു വശം. അതെ, അവളുടെ കപ്പലിന് അതിൻ്റേതായ ആന്തരിക മെയിൽ സംവിധാനമുണ്ടായിരുന്നു. മെഴുകുകൊണ്ട് അടച്ച് പൊള്ളയായ മുളയിൽ കൊണ്ടുപോകുന്ന കപ്പലുകൾക്കിടയിൽ കൊറിയറുകൾ നീങ്ങി. ഒരു പോർച്ചുഗീസ് തടവുകാരൻ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നു, കടൽക്കൊള്ളക്കാർ ചക്രവർത്തിയുടെ സ്വന്തം പോസ്റ്റിനേക്കാൾ വേഗത്തിൽ ഉത്തരവുകൾ എത്തിച്ചുവെന്ന്. പക്ഷേ അധികാരത്തോടെ ഭ്രാന്ത് വന്നു. മാഡം ചിങ് ഒരു വിഡ്ഢിയല്ലായിരുന്നു. കേവല ഭരണം ആരാധനയും വഞ്ചനയും ക്ഷണിക്കുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ നിരീക്ഷണം നടപ്പിലാക്കി. കപ്പലുകൾക്ക് ദുഷ്കൃത്യം റിപ്പോർട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. വിവരദാതാക്കൾക്ക് പ്രതിഫലം ലഭിച്ചു. അത് പരസ്പര വിശ്വാസത്തിൻ്റെയും നിശബ്ദ സംശയത്തിൻ്റെയും ഒരു വിചിത്ര മിശ്രിതമായിരുന്നു. ഈ സിസ്റ്റം യഥാർത്ഥത്തിൽ എത്രത്തോളം സുസ്ഥിരമായിരുന്നുവെന്ന് ആധുനിക പണ്ഡിതന്മാർ ഇപ്പോഴും വാദിക്കുന്നു. അതൊരു പ്രോട്ടോ റിപ്പബ്ലിക്കാണോ, സൈനികവൽക്കരിക്കപ്പെട്ട ഒരു ആരാധനാക്രമമാണോ, അതോ വളരെ നന്നായി കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു സംഘമാണോ? പക്ഷേ ഫലങ്ങൾ നിഷേധിക്കാനായില്ല. കടൽക്കൊള്ള അഭിവൃദ്ധിപ്പെട്ടു, പക്ഷേ കുഴപ്പമില്ലാതെയാണ്. ഒരിക്കൽ തുറന്ന കടലിൽ ക്രമമുണ്ടായിരുന്നു. എല്ലാത്തിലും മാഡം ചിങ് സ്ഥിരത പുലർത്തി. അവളൊരു ക്ലീഷയിലേക്ക് പ്രായമായില്ല. സ്വർണ്ണ കണ്ണടകളില്ല, തത്തകളില്ല. കൂർത്ത കണ്ണുകളും ഉറച്ച കൈകളും അരിക്കടകളും പീരങ്കികളുടെ എണ്ണവും ബോട്ടറ്റുപണികളും എന്നിവയുടെ രൂപങ്ങൾ കൊണ്ട് എപ്പോഴും നിറഞ്ഞ ഒരു തല. അവൾക്ക് അപൂർവമായി മാത്രമേ കോപം നഷ്ടപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ അവൾ ചെയ്തപ്പോൾ അവൾ ഉദാഹരണങ്ങൾ ഉണ്ടാക്കി. ഇംപീരിയൽ ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ വിൽക്കുന്നതായി പിടിക്കപ്പെട്ട ഒരു ക്യാപ്റ്റനെ നാടകീയമായിട്ടല്ല, മറിച്ച് പൂർണ്ണ കാര്യക്ഷമതയോടെയാണ് വധിച്ചത്. വിശ്വാസപ്രതിജ്ഞ പുതുക്കി പുതിയ നേതൃത്വത്തിൽ തന്റെ കപ്പൽ പുനർനിർമ്മിച്ചതിനാൽ അദ്ദേഹത്തിന്റെ സംഘത്തെ അവിടെ തുടരാൻ അനുവദിച്ചു. അവളുടെ പ്രസൻസ് ഭയം പരത്തി, അതെ, പക്ഷേ ഒരു വിചിത്രമായ ബഹുമാനവും പരത്തി. റെയ്ഡ് ചെയ്യപ്പെട്ട വ്യാപാരികൾ പോലും അവളെക്കുറിച്ച് മനസ്സില്ലാ മനസ്സോടെയാണ് സംസാരിച്ചത്. അവൾ ചന്ദ്രനെ പോലെയാണ്. അവൾ രാത്രി പ്രകാശിക്കുന്നു, പക്ഷേ നിങ്ങൾ അധികനേരം നോക്കുന്നില്ല. ഒരു ഫ്ലോട്ടിംഗ് വേശ്യാലയത്തിൽ ജീവിതം ആരംഭിച്ച ഒരാൾക്ക് മോശമല്ല. അവളുടെ മൃദുലവശം നമുക്ക് മറക്കാൻ പറ്റില്ല. മാഡം ചിങ് വലിയ കപ്പലുകളിൽ ഫ്ലോട്ടിംഗ് സ്കൂളുകൾ സ്ഥാപിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ കുട്ടികൾ ഗണിതവും നാവികതയും മാത്രമല്ല, വായനയും മര്യാദകളും പഠിച്ചു. ആ കുട്ടികളിൽ ചിലർ സ്വയം കടൽക്കൊള്ളക്കാരായും മറ്റു ചിലർ ക്ലർക്കുകളായും കപ്പൽ എഴുത്തുകാരായും വളർന്നു. പക്ഷേ അവർക്കെല്ലാവർക്കും ഒരു കാര്യം അറിയാം: അവർ അവരുടെ സുരക്ഷയ്ക്കും പുസ്തകങ്ങൾക്കും അവളോട് കടപ്പെട്ടിരിക്കുന്നു. ഈ ഓർഡർ നടപ്പിലാക്കാൻ അവർക്ക് എൻഫോഴ്സ്മെന്റുകളും ഉണ്ടായിരുന്നു. ഇവർ ക്ലബ്ബുകളുമായി മല്ലുയുദ്ധക്കാരല്ല, ശാന്തരും വിദ്യാഭ്യാസമുള്ള ഡെപ്യൂട്ടികളായിരുന്നു. അവരിലൊരാൾ, ക്യാപ്റ്റൻ ലീ എന്നറിയപ്പെടുന്നവൻ, ഒരിക്കൽ ശബ്ദമുയർത്താതെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു. കടൽക്കൊള്ളക്കാർ അവനെ പീരങ്കി വെടിയൊച്ചത്തേക്കാൾ ഭയപ്പെട്ടു. ഇതെല്ലാം അവളുടെ കപ്പൽപ്പടയെ അപകടകരമായി കാര്യക്ഷമമാക്കി. ബെയ്ജിങ്ങിലെ ഇംപീരിയൽ കോടതി ഇപ്പോൾ പൂർണ്ണ ശ്രദ്ധ ചെലുത്തി തുടങ്ങി. ഔദ്യോഗിക രേഖകളിൽ അവളെ അവർ കടൽ മന്ത്രിക എന്നാണ് വിളിച്ചത്. പുരുഷന്മാരെ തന്നെ പിന്തുടരാൻ വഞ്ചിച്ച ഒരു സ്ത്രീ. പക്ഷേ ഇത് മാന്ത്രികമല്ലായിരുന്നു. അത് ലോജിസ്റ്റിക്സും നിയമവും അച്ചടക്കവുമായിരുന്നു. വളരെ ഭയാനകമല്ല, പക്ഷേ വളരെ ഫലപ്രദവുമായിരുന്നു.
കൊള്ളക്കാരുടെ ഒരു കുഴപ്പമില്ലാത്ത ശേഖരത്തിൽ നിന്ന് മാഡം ചിങ് നിയമങ്ങൾ, പദവികൾ, നികുതികൾ, ആനുകൂല്യങ്ങൾ എന്നിവയുള്ള ഒരു ഫ്ലോട്ടിംഗ് സമൂഹം കെട്ടിപ്പടുത്തു. ആ സാമ്രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് ഉപ്പും ചന്ദനവും മണക്കുന്ന ഒരു കപ്പലിൽ അവൾ ശാന്തമായിരുന്ന് അവളുടെ അടുത്ത നീക്കം ആസൂത്രണം ചെയ്തു. കടൽ കൊള്ളക്കാരെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന നിയമവിരുദ്ധരായി കരുതുന്നത് എളുപ്പമാണ്. പക്ഷേ മാഡം ചിങ്ങിന്റെ ഭരണകാലത്ത് കടൽ കൊള്ളക്കാർ ഒരു സർക്കാർ ഏജൻസിയെപ്പോലെയായിരുന്നു. സേബറുകളും കടൽ സ്പ്രേയുമുള്ള ഒന്ന്. 1810 ആയപ്പോഴേക്കും അവരുടെ ഫ്ലോട്ടിംഗ് സാമ്രാജ്യം വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു. കരയിലെ ഗവർണർമാർ പോലും അവരുടെ പോട് തങ്ങളെക്കാൾ നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ഈ ഉത്തരവ് കുഴപ്പങ്ങളിൽ നിന്നു മാത്രമല്ല വന്നത്, അത് നിയമങ്ങളിൽ നിന്നാണ് വന്നത്. ക്രൂരമായവ, വിചിത്രമായവ, പക്ഷെ എല്ലാം ഒരുപോലെ ഫലപ്രദവുമാണ്. മാഡം ചിങ് ചെയ്ത ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്നാണ് നമ്മളിപ്പോൾ കടൽ കൊള്ളക്കാരുടെ ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നത് കണ്ടുപിടിച്ചത്. അത് ഗ്ലാമറസ് ആയിരുന്നില്ല, പക്ഷേ അത് വിപ്ലവകരമായിരുന്നു. ആയിരക്കണക്കിന് ആളുകളുടെ ഒരു കപ്പൽ കൂട്ടത്തെ അവർ കൊണ്ടുപോയി. ചില കണക്കുകൾ പ്രകാരം 70,000-ത്തിലധികം പുരുഷന്മാരെ. ആധുനിക പണ്ഡിതന്മാർ വാദിക്കുന്നത് അത് പക്ഷേ ഒരു 30,000-ത്തിനടുത്തായിരിക്കുമെന്ന്. ഫോമുകളും ഷെഡ്യൂളുകളും പിഴകളും അനുസരിക്കാൻ അവരെ നിർബന്ധിച്ചു. കട്ലാസുകൾ മൂർച്ച കൂട്ടുന്നതിനിടയിൽ കുറ്റവാളികളുടെ ഒരു സൈന്യം ശാന്തമായി ഇൻവെൻട്രി ഷീറ്റുകൾ പൂരിപ്പിക്കുന്നത് സങ്കൽപ്പിക്കുക. അതാണ് അവരുടെ പ്രതിഭ. നിയമങ്ങൾ ഓപ്ഷണലായിരുന്നില്ല, അത് കടലിലെ ജീവിതത്തിൻ്റെ ദൈനംദിന താളത്തിൽ കുത്തിവച്ചിരുന്നു. നാവികർ ഡ്യൂട്ടിക്കായി ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു. കൊള്ളയടിച്ച സാധനങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. ശബ്ദവും മദ്യപാനവും സംബന്ധിച്ച കർഫ്യൂകൾ പാലിക്കണമായിരുന്നു. കടൽ കൊള്ളക്കാർ മോഷ്ടിച്ചവ രേഖപ്പെടുത്തണമായിരുന്നു. വെള്ളി, പട്ടുമുതൽ കന്നുകാലികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ വരെ എല്ലാം ആദ്യം ഒരു പങ്കിട്ട പൂളിലേക്ക് പോയി. മാഡം ചിങ്ങിൻ്റെ ക്വാർട്ടർ മാസ്റ്റർമാർ കൊള്ളയടിച്ച തുക കണക്കാക്കുകയും സാധാരണ 20% കപ്പൽ നികുതി കുറയ്ക്കുകയും ബാക്കിയുള്ളത് വിതരണം ചെയ്യുകയും ചെയ്യുമായിരുന്നു. ശിക്ഷകൾ വേഗത്തിലായിരുന്നു, പലപ്പോഴും പ്രതീകാത്മകവുമായിരുന്നു. ഒരു കള്ളൻ്റെ മുടി നാണക്കേടിൻ്റെ അടയാളമായി വടിച്ചേക്കാം. ഒരു നുണയനെ ആഴ്ചകളോളം ഡെക്കുകൾ വൃത്തിയാക്കാൻ നിർബന്ധിച്ചേക്കാം. എന്നാൽ ആരെങ്കിലും ഒരു സിവിലിയനെ ഉപദ്രവിക്കുകയോ ബലാത്സംഗ തിരോധന നയം ലംഘിക്കുകയോ ചെയ്താലോ അത് നേരായ വധശിക്ഷയായിരുന്നു. അപവാദങ്ങളൊന്നുമില്ല, കരുണയില്ല. കഴുത്തിനു കുറുകെ ഒരു സേബർ കടലിലേക്ക്. എന്നിട്ടും കാഠിന്യമുണ്ടായിരുന്നിട്ടും ആരകൾ പോയില്ല. ഒന്നുമെങ്കിൽ കൂടുതൽ വന്നു. മറ്റു കപ്പലുകളിൽ നിന്ന് ക്യാപ്റ്റന്മാർ കൂറുമാറി. അപമാനിതനായ സൈനിക ഉദ്യോഗസ്ഥർ ലക്ഷ്യം തേടി അവരുടെ നിരയിൽ നുഴഞ്ഞുകയറി. മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാർ റെഡ് ഫ്ലാഗ് ഫ്ലീറ്റിൽ ചേരാൻ അപേക്ഷിച്ചു. എന്തുകൊണ്ട്? കാരണം അവളുടെ സംവിധാനത്തിന് കീഴിൽ കടൽ കൊള്ളക്കാർക്കൊരു ഭാവിയുണ്ടായിരുന്നു. അവർക്ക് റാങ്കിലുയരാൻ കഴിയും, സ്ഥിരമായ ഓഹരിവ് നേടാം, വിരമിക്കാൻ പോലും. പ്രായമായ നാവികർക്ക് ചെറിയ പെൻഷനുകൾ നൽകുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അവ കൈകാര്യം ചെയ്യുന്നത് പൈററ്റ് അക്കൗണ്ടന്റുമാരെപ്പോലെ കപ്പൽപ്പട ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്ത വിശ്വസ്തരായ ലെഫ്റ്റനന്റുമാരായിരുന്നു. സങ്കൽപ്പിച്ചു നോക്കൂ, കടലിൽ ഒരു പെൻഷൻ പദ്ധതി കുറ്റവാളികൾ നടത്തുന്നു. അക്കാലത്തെ ഒരു കാൻഡോണീസ് ഡയറിയിൽ നിന്നൊരു വിചിത്രമായ വിവരണം. അതായത് മാഡം ചിങ് രോഗികളായ കടൽ കൊള്ളക്കാരെ ഇഞ്ചിയും വിനാഗിരിയും കലർത്തി വീട്ടിലേക്ക് അയച്ചതായി പരാമർശിക്കുന്നു. അവരുടെ വയറിന് കടമ ഓർമ്മ വരുമ്പോൾ അവർ മടങ്ങിവരാമെന്നത്രേ. അത് ശരിയാണോ അല്ലയോ എന്ന് മനസ്സിലായില്ല. എങ്കിലും അവരുടെ പ്രസിദ്ധി എത്രത്തോളം വ്യാപിച്ചു എന്നിത് കാണിക്കുന്നു. ഒരു ഭീകരൻ എന്ന നിലയിൽ മാത്രമല്ല, മാതൃത്വപരമായ ഒരു തന്ത്രജ്ഞയായും. അതേസമയം അവളുടെ വലങ്കൈയും നേതൃത്വത്തിലെ പങ്കാളിയും ചൂങ് പോത്തായി ഈ നിയമങ്ങൾ നടപ്പിലാക്കാൻ സഹായിച്ചു. അദ്ദേഹം പ്രായം കുറഞ്ഞവനും മിടുക്കനും യുദ്ധങ്ങളിൽ പാട്ടുപാടാൻ അറിയപ്പെടുകയും ചെയ്തിരുന്നു. അത് തുല്യഭാഗങ്ങളിൽ ആകർഷകവും അസ്വസ്ഥവുമായിരിക്കണം. ചില വിവരണങ്ങൾ അദ്ദേഹത്തിന് പോർച്ചുഗീസ് സംസാരിക്കാൻ കഴിയുമെന്നാണ് അവകാശപ്പെടുന്നത്. മറ്റു ചിലർ പറയുന്നത്
അദ്ദേഹം പിടിക്കപ്പെട്ട നാവിക ഉദ്യോഗസ്ഥരുമായി ലജ്ജയില്ലാതെ ശൃംഗരിച്ചു, അവരെ വിട്ടയച്ചു എന്നൊക്കെ. മാഡം ചിങ്ങിന്റെ തനുത്തതും ഉരുക്കുപോലെയുള്ള സാന്നിധ്യവുമായി ജോഡി ചെയ്യുമ്പോൾ അദ്ദേഹം വിശ്വാസതയ്ക്ക് പ്രചോദനം നൽകി. ഒരുമിച്ച് അവരൊരു തികഞ്ഞ സന്തുലിതാവസ്ഥ സൃഷ്ടിച്ചു. അവൾ സ്കഫോൾഡിംഗ് നിർമ്മിച്ചു, അദ്ദേഹം അത് ജീവനുള്ളതാക്കി. ഒരു കടൽ കൊള്ളക്കാരുടെ കത്ത് പിന്നീട് ക്വിങ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് അവരെ ഡ്രാഗൺ ആൻഡ് ദ വേവ് എന്ന് വിളിച്ചു. ആരാണെന്ന് ആർക്കും ഉറപ്പില്ല. എന്തായാലും ആ രൂപകം സുരക്ഷിതമായി. പുരുഷന്മാർ മാത്രമല്ല അവളെ പിന്തുടച്ചത്. മാഡം ചിങ് സ്ത്രീകളെ തന്റെ കപ്പലുകളിൽ കയറാൻ അനുവദിച്ചു. പാചകക്കാരായോ തയ്യൽക്കാരായോ മാത്രമല്ല, പോരാളികളായും ഓഫീസർമാരായും സ്ത്രീകളെത്തി. അവരുടെ കാലത്ത് ഇത് മറ്റു പല ഭാഗങ്ങളിലും കേട്ടുകേൾവിയില്ലാത്ത കാര്യമായിരുന്നു. ചില സ്ത്രീകൾ സ്വന്തം കപ്പലുകൾ വരെ നയിച്ചിരുന്നു. പല സമകാലിക രേഖകളും ഈ വിശദാംശത്തെ മറികടക്കുന്നു. എങ്കിലും ഗ്വാങ്ഡോങ് ഫിഷിംഗ് ഗ്രാമങ്ങളിലെ വാമൊഴി പരാമർശങ്ങൾ റെഡ് ലോട്ടസ് എന്ന വനിതാ ക്യാപ്റ്റനെക്കുറിച്ച് പറയുന്നു. അവൾ തച്ചുമുടിയിൽ കടിയാറങ്ങൾ ഒഴിപ്പിക്കുകയും റെയ്ഡുകൾക്ക് മുൻപ് കവിത ചൊല്ലുകയും ചെയ്യുന്നതിന് പേരുകേട്ടതായി പറയപ്പെടുന്നു. പുരാതനമാണോ ഓർമ്മയാണോ എന്ന് കൃത്യമായി അറിയില്ല. എങ്കിലും അവളുടെ സാന്നിധ്യം ഈ കടൽക്കൊള്ളക്കാരുടെ ലോകം എത്രത്തോളം വ്യത്യസ്തമായിരുന്നു എന്ന് കാണിക്കുന്നു. കപ്പലുകളിലെ ജീവിതത്തെ സംബന്ധിച്ച് എല്ലാം ഭീരങ്കി വെടിപ്പുട്ടും മാർപ്പുവിളിയുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ മിക്ക ദിവസങ്ങളും നിശബ്ദമായ ജോലിയിലായിരുന്നു ചെലവഴിച്ചത്. കപ്പലുകൾ നന്നാക്കുക, ഹള്ളുകൾ ഒട്ടിക്കുക, സാധനങ്ങൾ തരംതിരിക്കുക എന്നിങ്ങനെയുള്ള ജോലികളായിരുന്നു. ഓരോ കപ്പലിനും അതിൻ്റേതായ പാചകക്കാരനുണ്ടായിരുന്നു. പലപ്പോഴും ഭ്രമണമായ ജോലികളായിരുന്നു ഉണ്ടായിരുന്നത്. ഉണക്കമീൻ, അരിയുരുളകൾ, അച്ചാരിട്ട മുള്ളങ്കി, ഇടയ്ക്കിടയ്ക്ക് കടലാമ സൂപ്പ് എന്നിവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ഡോൾഫിനുകൾ കഴിക്കുന്നതിനിടയിൽ ഒരു കുഞ്ഞിനെപ്പോലെ കരഞ്ഞതിന് ശേഷം മാഡം ചിങ് ഡോൾഫിനുകൾ കഴിക്കുന്നത് നിരോധിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് ജീവനക്കാരെ മുഴുവൻ അസ്വസ്ഥരാക്കി. വീണ്ടും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും സന്തോഷകരമായി വിചിത്രമാണ്. അവരുടെ നിയമവിരുദ്ധ പദവി ഉണ്ടായിരുന്നിട്ടും അവരുടെ കടൽ കൊള്ളക്കാർ കൊള്ളക്കാരേക്കാൾ ഭട്ടന്മാരെ പോലെയാണ് പെരുമാറിയത്. കപ്പലുകൾ ഏകോപിത രൂപങ്ങൾ പ്രാക്ടീസ് ചെയ്തു. പതാകകളും വിളക്കുകളും വളരെ ദൂരങ്ങളിൽ ഉത്തരവുകൾ നൽകി. കൈകൊണ്ട് പൊരുതാനും പീരങ്കി വെടിക്കാനും നാവികർ തുരന്നു. അച്ചടക്കത്തിന്റെ നിലവാരം ക്വിങ് സാമ്രാജ്യ സേനകളേക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു. ഒരുപക്ഷെ അതിനെ മറികടക്കാൻ പോലും സാധിച്ചുവെന്ന് വരാം. എന്നിട്ടും എല്ലാം സുഗമമായിരുന്നില്ല. പ്രത്യേകിച്ച് പ്രായമായ ക്യാപ്റ്റന്മാർക്കിടയിൽ കലാപങ്ങളുണ്ടായി. അവർക്കെപ്പോൾ മദ്യമിക്കാമെന്നോ ആരെ കൊള്ളയടിക്കാമെന്നോ പറയുന്നതിൽ നിയമങ്ങൾ വന്നപ്പോൾ അവർ ദേഷ്യപ്പെട്ടു. ഒരു കുപ്രസിദ്ധ കേസിൽ താൻ കടത്തിയ അധികം കറുപ്പ് ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച താടിക്കാരനായ ക്യാപ്റ്റൻ ഫാങ്ങും ഇതിലുൾപ്പെട്ടു. അദ്ദേഹത്തെ പിടിച്ചു, വിചാരണ ചെയ്തു, വധശിക്ഷയ്ക്ക് വിധിച്ചു, മറിച്ച് നാടുകടത്തി. അദ്ദേഹത്തിന്റെ കപ്പൽ അഴിച്ചുമാറ്റി താടി വടിച്ച് ഒരു ഫ്ലാസ്ക് അരിവീനും ഒരു തകർന്ന കോമ്പസും മാത്രമുള്ള ഒരു വിദൂരദ്വീപിൽ അവരെ ഉപേക്ഷിച്ചു. ഡ്രിഫ്റ്റ് വുഡ് കൊണ്ട് ഒരു കുടിൽ നിർമ്മിച്ച് ബോധം നഷ്ടപ്പെടുന്നതുവരെ നക്ഷത്രങ്ങളെ നോക്കി കടൽക്കൊള്ളക്കാരുടെ ശാപവാക്യങ്ങൾ പറഞ്ഞതായി കഥ പറയുന്നു. അദ്ദേഹം അതിജീവിച്ചോ എന്ന ചോദ്യത്തിൽ ചരിത്രകാരന്മാർ വിയോജിക്കുന്നു. എന്നാൽ ഒരു പ്രാദേശിക ദ്വീപവാസി പിന്നീട് മക്കാവോയിലെ ഒരു മാർക്കറ്റിൽ ഫാങ്ങിന്റെ പേരുകൊത്തിയ ഒരു കോമ്പസ് വിറ്റതായി. എന്നാൽ വേണമെങ്കിൽ അദ്ദേഹം ഒരു പുതിയ പാത കണ്ടെത്തിയിരിക്കാം, അല്പം ഓർഗനൈസ്ഡ് അല്ലാത്ത ഒന്ന്. ഇതിനെല്ലാമിടയിലും മാഡം ചിങ് എല്ലാ ത്രെഡുകളിലും കൈകൾ വച്ചു. അവൾ റിപ്പോർട്ടുകൾ വായിച്ചു, കപ്പലുകൾ പരിശോധിച്ചു, ആവശ്യമുണ്ടെങ്കിൽ നിയമങ്ങൾ ക്രമീകരിച്ചു. പിടിക്കപ്പെട്ട ഒരു വ്യാപാരിയിൽ നിന്നുള്ള ഒരു കത്തിൽ അവളെ മൂടൽമഞ്ഞുപോലെ നിശബ്ദയാണ്, പക്ഷെ ഇരട്ടി അപകടകരമായിരിക്കുന്നു എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. അവൾ അപൂർവമായേ നിലവിളിച്ചിരുന്നുള്ളൂ. പക്ഷേ അവൾ നിങ്ങളെ തുറിച്ചു നോക്കിയാൽ നിങ്ങൾ ഉടനെ ക്ഷമ ചോദിച്ചിരുന്നു, ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും. 1809 അവസാനത്തോടെ അവൾ വെറുമൊരു കടൽക്കൊള്ളക്കാരി കമാൻഡർ മാത്രമായിരുന്നില്ല. അവൾ അതിലുപരി എന്തോ മസാലിയെന്നു. കിരീടമില്ലാത്ത ഒരു പരമാധികാരി, ഒരു രാഷ്ട്രമില്ലാത്ത ഒരു അഡ്മിനാറൽ. ലോകം അവളെ എന്തു ചെയ്യണമെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ മാഡം ചിങ് ഏഷ്യയിലെ ഏറ്റവും ശക്തിയായ കടൽക്കൊള്ളക്കാരി മാത്രമായിരുന്നില്ല. ചക്രവർത്തിമാരെ ലജ്ജിപ്പിക്കുകയും യൂറോപ്യൻ ജനറൽമാരെ അമ്പരപ്പിക്കുകയും തെക്കൻ ചൈനയിലുടനീളം ഉദ്യോഗസ്ഥർക്ക് ആവർത്തിച്ചുള്ള തലവേദന സൃഷ്ടിക്കുകയും ചെയ്ത ഒരു സമുദ്ര സാമ്രാജ്യം അവർ ഭരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഉപ്പിൻ്റെയും പീരങ്കിയുടെയും പുകയുടെ ഇടയിൽ ഒരു കഥ കൂടുതൽ വ്യക്തിപരമായ ഒന്നായി വളച്ചൊടിച്ചു. മുൻ മത്സ്യത്തൊഴിലാളിയുടെ മകനായ ചൂങ് പോ ചായയുമായുള്ള അവരുടെ പങ്കാളിത്തം ദത്തുപുത്രനായി, സഹകമാൻഡറായി, ഒരുപക്ഷേ അതിൽ കൂടുതൽ എന്തോ ആയി. നമുക്ക് വ്യക്തമായി പറയാം, ഔദ്യോഗിക ക്വിങ് രേഖകൾ
കടൽ കൊള്ളക്കാരുടെ പ്രണയത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. അവ ഔദാര്യങ്ങൾ, യുദ്ധഭൂമടങ്ങൾ, വ്യാപാര വഴികൾ സുരക്ഷിതമാക്കാനുള്ള തീവ്രശ്രമങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ ഇതിഹാസത്തിനും ലെഡ്ജറിനുമിടയിലുള്ള അവ്യക്തമായ വിടവിൽ ഒരു വിചിത്രമായ അടുപ്പം ഉയർന്നുവരുന്നു. മാഡം ചിങ്ങിനേക്കാൾ ഒരു പതിറ്റാണ്ടിലധികം ഇളയതായിരുന്നു ചൂങ്. പക്ഷേ തുടക്കം മുതൽ തന്നെ അവളുടെ രണ്ടാമത്തെ കമാൻഡായി അദ്ദേഹം അവളുടെ അരികിൽ നിന്നു. അവൾ കണക്കുകൂട്ടുന്നിടത്ത് അവൻ ധൈര്യശാലിയായിരുന്നു. കൃത്യതയുള്ളിടത്ത് അവൻ ആഡംബരപൂർണനായിരുന്നു. അവൾ കപ്പൽ നികുതി കോഡുകളും റേഷൻ ഷെഡ്യൂളുകളും സംഘടിപ്പിക്കുമ്പോൾ യുദ്ധത്തിനിടയിൽ അവൻ കപ്പലുകൾക്കിടയിൽ ചാടിക്കയറി വാളുമായി തമാശയിൽ തിരമാലകൾ വരുന്നതുപോലെ ചിരിച്ചുകൊണ്ട്. ചിലർ അദ്ദേഹത്തെ കടൽ കൊള്ളക്കാരുടെ രാജകുമാരൻ എന്ന് വിളിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്തു നോക്കിയില്ല. അദ്ദേഹം ആ അഡ്മിറൽ എന്ന് ഇഷ്ടപ്പെട്ടു. തങ്ങളുടെ ബന്ധം പ്രൊഫഷണലായി പറഞ്ഞാൽ ഇരുമ്പുപറമ്പായിരുന്നു. പ്രധാന നാവിക പ്രചാരണങ്ങളിൽ, പ്രത്യേകിച്ച് മക്കാവുവിനടുത്തുള്ള പോർച്ചുഗീസ് വ്യാപാരികൾക്കെതിരായ റെയ്ഡുകളിലും ക്വിങ് തുറമുഖങ്ങളുടെ ഉപരോധങ്ങളിലും മാഡം ചിങ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അചഞ്ചലമായ വിശ്വാസ്യതയോടെ അദ്ദേഹം തൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കി. എന്നാൽ വ്യക്തിപരമായ ഭാഗം അത് കൂടുതൽ ഇരുണ്ടതാണ്. വിദേശ നിരീക്ഷകർ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് പോർച്ചുഗീസ് വ്യാപാരികൾ, അവർ പ്രണയിക്കുകയായിരുന്നുവെന്ന് പലപ്പോഴും അനുമാനിച്ചു. ചിലർ രഹസ്യമായി വിവാഹിതരായെന്ന് സൂചിപ്പിക്കുന്നു. മറ്റു ചിലർ അവരുടെ ബന്ധം കൂടുതൽ ആത്മീയമായിരുന്നുവെന്ന് അവകാശപ്പെടുന്നു. പിന്നെ ഒരു കാര്യം, കുറഞ്ഞ പ്രണയപരമായതും വളരെ ഉദ്യോഗസ്ഥപരമായതുമായ സിദ്ധാന്തമുണ്ട്. ബന്ധം ഒരു അധികാര കളിയായിരുന്നു. ചെങ് ഒന്നിൻ്റെ വിധവയായ അവരുടെ അവകാശങ്ങളെ, അതായത് ഏകീകരിക്കുന്നതിലൂടെ അവർ എതിരാളികളെ നിശബ്ദരാക്കുകയും നിയന്ത്രണം ഉറപ്പിക്കുകയും ചെയ്തു. ചരിത്രകാരന്മാർ ഇതിനെക്കുറിച്ച് ഇപ്പോഴും വാദിക്കുന്നുണ്ട്. ഒന്നിലധികം വിവർത്തനം ചെയ്യപ്പെട്ട നാവിക റിപ്പോർട്ടുകളിൽ കാണുന്ന ഒരു വാചകം അവളെ കപ്പൽപ്പടയെ നിയന്ത്രിക്കുന്ന സ്ത്രീയും അവൾ ഇഷ്ടപ്പെടുന്ന ആൺകുട്ടിയും എന്നു മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. അവ്യക്തമാണോ? വളരെയധികം. എന്നാൽ വിചിത്രമായി കാവ്യപരവുമാണ്. അവരുടെ ബന്ധത്തിൻ്റെ സ്വഭാവം പരിഗണിക്കാൻ കിടന്നാലും അത് പ്രവർത്തിച്ചു. ഒരുമിച്ച് എതിരാളികളായ കടൽക്കൊള്ളക്കാരെയും സാമ്രാജ്യത്വ നാവികസേനയെയും പ്രതിരോധിക്കാൻ മാത്രമല്ല, വികസിക്കാൻ തുടങ്ങാനും അവർക്ക് കഴിഞ്ഞു. 1810-ൽ അവരുടെ കപ്പലുകളുടെ എണ്ണം 600-നും 1800-നും ഇടയിൽ എവിടെയോ ആയിരുന്നു. നിങ്ങൾ ചോദിക്കുന്ന ഭയങ്കരനായ ചൈനീസ് അഡ്മിറൽ ആരാണെന്ന് ആശ്രയിച്ച്. അതിൽ വിതരണ സപ്ലൈ കപ്പലുകളും റെയ്ഡിംഗ് കപ്പലുകളും പീരങ്കികളും വില്ലാളികളും എലീറ്റ് ബോർഡിംഗ് ക്രൂകളും അടങ്ങുന്ന ഭയങ്കരമായ യുദ്ധജങ്കുകളും ഉൾപ്പെട്ടിരുന്നു. അവർ ഹൈനാൻ മുതൽ വിയറ്റ്നാം വരെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പലപ്പോഴും പ്രതീക്ഷിക്കാത്തിടത്ത് പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യേകിച്ച് ചുങ് പോ ചായി അപ്രതീക്ഷിത റെയ്ഡുകളിൽ ഒരു വിദഗ്ധനായിരുന്നു. മൂടൽമഞ്ഞിൻ്റെ സമയത്തോ സൂര്യോദയത്തിനു മുൻപുള്ള ശാന്തതയിലോ തീരദേശ കാവൽക്കാർ കൈപ്പേറ ചായ കുടിക്കുകയും ചക്രവാളം വേണ്ടത്ര സൂക്ഷ്മമായി നിരീക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആക്രമിക്കാൻ ഇഷ്ടപ്പെട്ടു. ബെയ്ഷാനും അടുത്തുള്ള നാവിക യുദ്ധം ഇന്നും പഠിക്കപ്പെടുന്നു. അതിൻ്റെ വലുപ്പത്തിനല്ല, മറിച്ച് അതിൻ്റെ നൃത്ത സംവിധാനത്തിനാണ്. ചൂങ് ഒരു വഞ്ചന കപ്പലിനെ ഒരു കെണിയിലേക്ക് നയിച്ചു. എന്നാൽ അത് ഇരട്ട മണ്ടത്തരമായിരുന്നുവെന്ന് വെളിപ്പെട്ടു. സാമ്രാജ്യത്വ നാവികസേന മുന്നേറുമ്പോൾ മാഡം ചിങ്ങിൻ്റെ കീഴിലുള്ള രണ്ടാമത്തെ സ്ക്വാഡ്രൺ ശത്രുരേഖകൾക്ക് പിന്നിൽ വഴുതി കയറി പിൻവാക്കം വിച്ഛേദിക്കുകയും പുനർവിതരണം തടയുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഫലം പൂർണ്ണ കുഴപ്പമായിരുന്നു. ക്വിങ്ങിന് 6 കപ്പലുകൾ നഷ്ടപ്പെട്ടു. മാഡം ചിങ്ങിൻ്റെ വശമോ 0. അപൂർവമായി തോൽക്കുന്ന 2 പേർ കളിച്ച ചെസ്സിൻ്റെ ഒരു ജലമയമായ പതിപ്പായിരുന്നു അത്. ഈ യുദ്ധങ്ങൾക്കിടയിലും അവർ ഉയർന്ന ആത്മവീര്യം പുലർത്തി. പ്രത്യേകിച്ച് ഇളയ കടൽക്കൊള്ളക്കാർ ചൂങ്ങിനെ ആരാധിച്ചു. പവിഴപ്പൊട്ടുകളുടെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ എങ്ങനെ ചെറിയ സ്കിഫുകളെ കൈകാര്യം ചെയ്യാമെന്നും കൊടുങ്കാട്ട് പാറ്റേണുകൾ എങ്ങനെ കണ്ടെത്താമെന്നും കുറഞ്ഞത് ഒരു നാവികൻ്റെ പ്രകാരം 3 ഭാഷകളിൽ എങ്ങനെ ഫ്ലർട്ട് ചെയ്യാമെന്നും അദ്ദേഹം അവരെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന് നർമ്മബോധവും ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ദ്വീപിൽ നങ്കൂരമിട്ട് തിരിയുന്ന സമയത്ത് എല്ലാ ക്രൂ മെമ്പർമാരും തലയിൽ തേങ്ങാഷെല്ലുകൾ ധരിച്ച് ഒരു ബോൺഫയറിന് ചുറ്റും നൃത്തം ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടതായി പറയപ്പെടുന്നു. പോർച്ചുഗീസുകാരെ ആശയക്കുഴപ്പത്തിലാക്കാൻ നമ്മൾ ദൂരദർശിനികൾ ഉപയോഗിച്ച് നമ്മളെ നിരീക്ഷിക്കണോ? ഇത് തന്ത്രപരമായിരുന്നോ? പിന്നെയല്ല. അത് മറക്കാനാവാത്തതായിരുന്നോ? തീർച്ചയായും അതെ. എന്നിരുന്നാലും സൗഹൃദവും വിജയങ്ങളും ഉണ്ടായിരുന്നിട്ടും സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അപമാനിതരായി കടലിൻ്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ കഴിയാതെ വന്ന ക്വിങ് കൊട്ടാരം വിദേശ ശക്തികളുമായി ചർച്ചകൾ ആരംഭിച്ചു. മക്കാവുവിലെ പോർച്ചുഗീസുകാരെയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും മൗനമായ വാഗ്ദാനങ്ങൾ കൊണ്ട് സമീപിച്ചു. കടൽ കൊള്ളക്കാരെ മുക്കിക്കൊല്ലാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക, ഞങ്ങൾ അത് വിലമതിക്കും. പെട്ടെന്ന്
മാഡം ചിങ്ങിന്റെ ശത്രുക്കൾ സാവധാനം നീങ്ങുന്ന ചൈനീസ് ഗൺബോട്ടുകൾ മാത്രമായിരുന്നില്ല, അവർ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന പ്രൊഫഷണൽ നാവിക സേനകളായിരുന്നു. ഇതിനി കടൽക്കൊള്ളയെക്കുറിച്ചല്ലായിരുന്നു, അത് ശക്തി, ഒപ്റ്റിക്സ്, അതിജീവനത്തെക്കുറിച്ചായിരുന്നു. ആന്തരികമായി വിള്ളലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ചെറിയ കടൽക്കൊള്ളക്കാരുടെ വിഭാഗങ്ങൾ അസ്വസ്ഥരായിത്തീർന്നു. ചിലർ കർശന നയങ്ങളിൽ നീരസം പ്രകടിപ്പിച്ചു. സ്വയംമേധയായ റെയ്ഡുകളും അനന്തമായ റമ്മിയുമുണ്ടായിരുന്ന ആ പഴയ ദിനങ്ങളാണ് ആഗ്രഹിക്കുന്നത്. മറ്റു ചിലർ ചൂങ്ങിൻ്റെ വളർന്നുവരുന്ന പ്രശസ്തിയിൽ അസൂയപ്പെട്ടു. ചിലർ പിരിഞ്ഞു പോകാൻ ശ്രമിച്ചു, പിടിക്കപ്പെട്ടു, ശാസിക്കപ്പെട്ടു. ഭാഗ്യമുണ്ടെങ്കിൽ പാചകമല്ലെങ്കിൽ കപ്പൽ നടപ്പലാക്കൽ പോലുള്ള അത്ര ആവേശകരമല്ലാത്ത ജോലികളിൽ വീണ്ടും നിയമിക്കപ്പെട്ടു. എന്നിരുന്നാലും മാഡം ചിങ് അവയെ അലങ്കാരികമായും അക്ഷരാർത്ഥത്തിലും പൊങ്ങിക്കിടക്കാൻ അനുവദിച്ചു. അവളും ചൂങ്ങും പുതിയ കപ്പൽ ഡിസൈനുകളിൽ പരീക്ഷണം ആരംഭിച്ചു. ഭാരം ലഘുവായ ഹള്ളുകൾ, മികച്ച സെയിൽ ആംഗിളുകൾ. പിടിക്കപ്പെട്ട ഒരു കപ്പലെഴുത്തുകാരൻ്റെ ഒരു രേഖയിൽ പോർച്ചുഗീസ് സ്കൂണറുകളെയും ക്വിങ് യുദ്ധജങ്കുകളെയും മറികടക്കാൻ കഴിവുള്ള ഒരു പ്രോട്ടോടൈപ്പ് കപ്പലിനെക്കുറിച്ച് വിവരിക്കുന്നു. സീഘോസ്റ്റ് എന്നറിയപ്പെടുന്ന ആ കപ്പൽ ചൂങ്ങിൻ്റെ പ്രത്യേക കപ്പലായി മാറി. അത് മൂടൽമഞ്ഞിൽ അപ്രത്യക്ഷമാവുകയും ശത്രുരേഖകൾക്ക് പിന്നിൽ വീണ്ടും പ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഒരുപക്ഷെ അതിശയോക്തിയായിരിക്കാം, പക്ഷേ പേര് മാത്രം എതിർക്കുന്ന ക്യാപ്റ്റന്മാരെ അരികിൽ നിർത്തി. ചില കടൽക്കൊള്ളക്കാരുടെ നേതാക്കൾ മാറ്റത്തെ ഭയപ്പെട്ടു, എന്നാൽ മാഡം ചിങ് അതിനെ സ്വീകരിച്ചു. പരാതികൾ പ്രകടിപ്പിക്കാനും തന്ത്രങ്ങൾ ചർച്ച ചെയ്യാനും കഴിയുന്ന കൂടുതൽ ഫ്ലീറ്റ് വൈഡ് മീറ്റിംഗുകൾ അവർ പതിവായി നടത്താൻ തുടങ്ങി. ഇവ സാധാരണയായി കടലിലായിരുന്നു നടന്നത്. ഒരു മര ആംഫി തിയേറ്റർ പോലെ ഒരു ഫ്ലോട്ടിംഗ് റിങ്ങിൽ കപ്പലുകൾ ക്രമീകരിച്ചു. ക്യാപ്റ്റന്മാർ കപ്പലുകൾക്കിടയിൽ തുഴഞ്ഞ് അരിവീഞ്ഞു കുടിച്ചും അപ്ഡേറ്റുകൾ പങ്കുവച്ചും ഭാഗികമായി പാർലമെന്റ്, ഭാഗികമായി പോട്ട്ലക്ക്. ദക്ഷിണ ചൈന കടലിൽ 1810 വർഷം ഉദിക്കുമ്പോൾ ആകാശം ശാന്തമായി കാണപ്പെടുന്നു. പക്ഷെ തിരമാലകൾക്ക് തൊട്ടു താഴെ പിരിമുറുക്കമുയരുന്നു. മാഡം ചിങ് എതിരാളികളെ കീഴടക്കി ഒറ്റ ശരീരം പോലെ നീങ്ങുന്ന ഒരു കപ്പൽ പലക നിർമ്മിച്ചു. ദാരിദ്ര്യത്തിൽ ജനിച്ച ഒരു സ്ത്രീക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തയായ കടൽക്കൊള്ളക്കാരിയാകാൻ കഴിയുമെന്ന് തെളിയിച്ചു. എന്നാൽ ഇപ്പോൾ ലോകം ഉറ്റുനോക്കുകയാണ്, സൂക്ഷ്മമായി. ഇതിനകം തന്നെ തകർന്നതും ലജ്ജിച്ചതുമായ ക്വിൻ രാജവംശം സൈനിക ശക്തി മാത്രം തങ്ങളുടെ കടൽക്കൊള്ളക്കാരുടെ പ്രശ്നം പരിഹരിക്കില്ലെന്ന് മനസ്സിലാക്കുന്നു. അവരുടെ കപ്പലുകൾ അസാധാരണമാണ്. അവരുടെ നാവികർ പലപ്പോഴും കൈക്കൂലി കൊടുക്കുകയോ അടിക്കുകയോ ചെയ്യുന്നു. കൂടാതെ അവരുടെ വിതരണ ലൈനുകൾ റെഡ് ഫ്ലാഗ് റൈഡർമാർ നിരന്തരം ഉപദ്രവിക്കുന്നു. നയതന്ത്രത്തിലേക്ക് പ്രവേശിക്കുക. വിചിത്രവും വിമുഖതയും, പക്ഷേ വർദ്ധിച്ചുവരുന്ന ആവശ്യകതയും. ഇവിടെയാണ് കഥയിൽ ഒരത്ഭുതകരമായ വഴിത്തിരിവ് സംഭവിക്കുന്നത്. ക്വിങ് കോടതി പ്രവിശ്യ ഗവർണർമാർക്ക് സന്ദേശമയക്കുന്നു. മാഡം ചിങ്കുമായി ചർച്ച നടത്താൻ ശ്രമിക്കുക. പൊതുമാപ്പ് വാഗ്ദാനം ചെയ്യുക. ഭൂമി വാഗ്ദാനം ചെയ്യുക. ഭൂതകാലം ക്ഷമിക്കുക. അവളെ കടലിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. ചില മാൻഡാരിനുകൾക്ക് ഈ ആശയം പരിഹാസ്യമായി തോന്നിയേക്കാം. പൊതുമാപ്പോ? അതും കടൽക്കൊള്ളക്കാർക്കോ? ഒരു ചക്രവർത്തിയെപ്പോലെ കോടതിയിലിരിക്കാൻ ധൈര്യപ്പെട്ട ഒരു സ്ത്രീക്കോ? എന്നിങ്ങനെ ചോദ്യങ്ങൾ. പക്ഷേ യാഥാർത്ഥ്യം അഭിമാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മാഡം ചിങ് എല്ലായ്പ്പോഴും അവസരം കാണുന്നു. അവൾ ആ ഓഫർ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. പകരം അവൾ എല്ലായ്പ്പോഴും ചെയ്യുന്നതുപോലെ ചെയ്യുന്നു. കാത്തിരിക്കുക, നിരീക്ഷിക്കുക, തയ്യാറാവുക. അതേസമയം വിദേശ താൽപ്പര്യം തീവ്രമായി വളരുന്നു. മക്കാവോയിലെ പോർച്ചുഗീസുകാർക്ക് മുഖവും വ്യാപാര വരുമാനവും നഷ്ടപ്പെടുന്നു. കാൻഡണിലെ ബ്രിട്ടീഷ് വ്യാപാരികൾ അവരുടെ വാഹനവ്യൂഹങ്ങൾക്ക് കടൽക്കൊള്ളക്കാരുടെ ചെക്ക് പോസ്റ്റുകൾ അനൗപചാരികമായി നികുതി ചുമത്തുന്നുവെന്ന് പരാതിപ്പെടുന്നു. പെട്ടെന്ന് വളരെ സംഘടിതമായ ഈ കടലുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്താൻ ഡച്ചുകാർ പോലും സ്കൗട്ടുകളെ അയക്കുന്നു. അവർ കണ്ടെത്തുന്നത് ആശ്ചര്യകരമാണ്. മാഡം ചിങ്ങിൻ്റെ കീഴിൽ കടൽക്കൊള്ള കുഴപ്പമായി തോന്നുന്നില്ല. അതൊരു സർക്കാരിനെപ്പോലെയാണ്. നികുതികളും നാവിക രൂപണങ്ങളും വാരിക തന്ത്ര സെഷനുകളുമുള്ള ഒരു ഗവൺമെൻറ്റാണത്. ഒരു ബ്രിട്ടീഷ് റിപ്പോർട്ട് അവരുടെ കപ്പലുകളെ സ്പാർട്ടയുടെ കാഠിന്യവും റോമിൻ്റെ അച്ചടക്കവും ഉപയോഗിച്ച് ഭരിക്കുന്ന ഒരു പൊങ്ങിക്കിടക്കുന്ന രാജ്യവുമായി താരതമ്യം ചെയ്യുന്നു. മദ്യപിച്ച നാവികരെ ഒഴിവാക്കിയും മരപാത്രങ്ങളിൽ നിന്ന് അരി ചുരണ്ടിയും കഴിഞ്ഞ ആദ്യകാലങ്ങൾ ചെലവഴിച്ച ഒരാൾക്ക് മോശമല്ല. ഇപ്പോൾ ക്വിങ് ഉദ്യോഗസ്ഥർ അസാധ്യമായത് കടലിൽ ചർച്ചകൾ ശ്രമിക്കുന്നു. വിറയ്ക്കുന്ന കൈകളും ചുരുളുകളുമായി അവർ ദൂതന്മാരെ അയക്കുന്നു. മാപ്പ് വാഗ്ദാനം ചെയ്യുന്നു. പദ്ധതി എന്താണ്?
മാഡം ചിങ്ങിനൊരു വഴി വാഗ്ദാനം ചെയ്യുന്നു. കപ്പൽപ്പടയെ കീഴടക്കുക, വധശിക്ഷ ഒഴിവാക്കുക, ഒരുപക്ഷേ സമാധാനത്തോടെ വിരമിക്കുക. ഇതൊരു ചൂതാട്ടമാണ്. കടലിൽ മരിക്കുന്നതിനേക്കാൾ സമ്പന്നനും ശാന്തനും ജീവിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നു എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ ഒന്നാണ്. എന്നാൽ ട്വിസ്റ്റ് ഇതാണ്. അവൾ ഇല്ല എന്ന് പറയുന്നു. ആദ്യം സ്വീകരിക്കുന്നതിനു പകരം അവൾ നിശ്ചല സമൂഹത്തിൻ്റെ വേഷമണിയുന്നു. അവൾ ദൂതന്മാരെ മാന്യമായി സ്വാഗതം ചെയ്യുന്നു, അവരുടെ കപ്പലിൽ ചായ നൽകുന്നു, ശ്രദ്ധിക്കുന്നു. പിന്നെ ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൾ അവരെ വീട്ടിലേക്ക് അയക്കുന്നു, വെറും കൈയോടെ. ഇത് അഹങ്കാരമല്ല, ഇത് ലിവറേജാണ്. അവൾ നിയന്ത്രണത്തിലാണ് എന്നാണ് അവൾക്കറിയുന്നത്. അവരുടെ കപ്പൽപ്പട തൊട്ടുകൂടാത്തതായി തുടരുന്നു. ഹൈനാനും ഫുജിയാനും ഇടയിലുള്ള എല്ലാ തുറമുഖ മദ്യശാലകളിലും അവരുടെ പേര് ഇപ്പോൾ സംസാരിക്കപ്പെടുന്നു. അവരുടെ ആദ്യ ഓഫറിൽ അവൾ എന്തിന് തൃപ്തിപ്പെടണം? ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് അവൾ സമയം വാങ്ങുകയായിരുന്നു എന്നാണ്. അവർ എത്രത്തോളം വളയുമെന്നും അവരുടെ നിരാശ പരീക്ഷിക്കാനുമായിരുന്നു. തീർച്ചയായും ഓഫറുകൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 1810 മധ്യത്തിൽ ക്വിങ് കോടതി കലത്തിൽ മധുരം ചേർക്കാൻ തയ്യാറായി. അവർക്കും അവരുടെ ഉന്നത കമാൻഡർമാർക്കും പൂർണ്ണ മാപ്പ് നൽകാൻ അവർ സമ്മതിക്കുന്നു. അവരുടെ കടൽ കൊള്ളക്കാർക്ക് അവരുടെ കൊള്ളയടിച്ച സമ്പത്ത് നിലനിർത്താമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നു. ചിലർക്ക് സാമ്രാജ്യ നാവികസേനയിലും ജോലികൾ വാഗ്ദാനം ചെയ്യപ്പെടും. ഇതൊരു അത്ഭുതകരമായ ഇടപാടാണ്. കടൽ കൊള്ളയുടെ ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത ഒന്നാണ്. എക്കാലത്തെയും പ്രായോഗികവാദിയായ ചൂപ്പോ ബോയ്സായി ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ ചുറ്റും ഭാവി മുറുകുന്നതവർ കാണുന്നു. വിദേശ നാവികസേന, മാറുന്ന സഖ്യങ്ങൾ, വിശ്വാസം നഷ്ടപ്പെടുന്ന എതിരാളി ഘടകങ്ങൾ. അതേസമയം മാഡം ചിങ് ഒരു വികലരത്നം പരിശോധിക്കുന്ന ഒരു രത്നവ്യാപാരിയെപ്പോലെ എല്ലാ വിശദാംശങ്ങളും തൂക്കി നോക്കുന്നു. ഇവിടെയാണ് ചരിത്രം മറ്റൊരു വിചിത്രവും സൗമ്യവുമായ വഴിത്തിരിവ് സംഭവിക്കുന്നത്. 1810 സെപ്റ്റംബറിൽ മാഡം ചിങ് ഒരു മുഖാമുഖ ചർച്ചയ്ക്ക് സമ്മതിക്കുന്നു. ഒരു യുദ്ധകളത്തിലല്ല, മറിച്ച് കാൻഡൺ എന്ന നഗരത്തിൽ, അതായത് ഇന്നത്തെ ഗ്വാങ്ഷോവിൽ. അവൾ രാത്രിയിൽ ഒളിഞ്ഞു നോക്കുകയോ പിൻ ഇടവഴികളിലൂടെ ഒളിച്ചു കടക്കുകയോ ചെയ്യുന്നില്ല. ഇല്ല, അവൾ ഡസനുകളിൽ കണക്കിന് കപ്പലുകളുടെ അരികിൽ പൂർണ്ണ പകൽ വെളിച്ചത്തിൽ ചുവന്ന ബാനറുകൾക്ക് കീഴിൽ സഞ്ചരിക്കുന്നു. അവൾ നഗരത്തിലേക്ക് നടക്കുന്നു. ഒരു വേശ്യാലയത്തിൻ്റെ ജനാലയിലൂടെ മാത്രം അവൾ കണ്ടിട്ടുണ്ടാകാവുന്ന സ്ഥലം. ലളിതമായി വസ്ത്രം ധരിച്ച്, തല ഉയർത്തിപ്പിടിച്ച്. അവളോടൊപ്പം 100 കണക്കിന് ലെഫ്റ്റനന്റുമാരുണ്ട്. പലരും പൂർണ്ണ കടൽക്കൊള്ളക്കാരുടെ രാജകീയ വേഷത്തിൽ. അക്രമമില്ല, അറസ്റ്റുകളില്ല. ക്വിങ് ഉദ്യോഗസ്ഥർ അവരുടെ ചായ ഏതാണ്ട് ശ്വാസം മുട്ടിയിരിക്കണം. എന്നിട്ടും ചർച്ചകൾ സിവിലാണ്. പിരിമുറുക്കം, അതെ, വിചിത്രവും ആഴത്തിൽ, പക്ഷേ സിവിൽ. മാഡം ചിങ് ഉറച്ചു സംസാരിക്കുന്നു. അവരുടെ നിബന്ധനകൾ രൂപപ്പെടുത്തുന്നു. ഒരു കാര്യം പൂർണ്ണമായും വ്യക്തമാക്കുന്നു. അവരുടെ മനുഷ്യനിൽ ഒരാളെങ്കിലും അന്യായമായി ശിക്ഷിക്കപ്പെട്ടാൽ അവൾ കടലിലേക്ക് മടങ്ങിപ്പോകും. ഇത്തവണ അവൾ വീണ്ടും ചർച്ചകൾ വാഗ്ദാനം ചെയ്യില്ല. അന്തിമ കരാർ ഏതാണ്ട് അവിശ്വസനീയമാണ്. കീഴടങ്ങുന്ന എല്ലാ കടൽക്കൊള്ളക്കാർക്കും പൂർണ്ണ പുതുമാപ്പ് ലഭിക്കുന്നു. അവർക്കവരുടെ സമ്പത്തും ചില കപ്പലുകളും പോലും സൂക്ഷിക്കാം. 200-ൽ പരം കടൽക്കൊള്ളക്കാർ ക്വിങ് നാവികസേനയിൽ ലയിക്കുന്നു. ചൂപ്പോ പൊയ്സായിക്ക് നാവിക ഓഫീസർ പദവി ലഭിക്കുന്നു. മാഡം ചിങ്ങോ? അവർ വിരമിക്കുന്നു, സമാധാനപൂർവ്വം, സമ്പന്നരായി, തൊട്ടുമൂടാത്തവൾ. ചരിത്രകാരന്മാർ ഇപ്പോഴും തലചൊറിയുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു? വെള്ളത്തിനെതിരായ നീണ്ട ആഭ്യന്തര യുദ്ധം കോടതി ഭയന്നു എന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ അവരുടെ തന്ത്രപരമായ പ്രതിഭയെ പ്രശംസിക്കുന്നു. മാഡം ചിങ് പ്രമുഖ ക്വിങ് ഉദ്യോഗസ്ഥർക്ക് തിരശ്ശീലയ്ക്ക് പിന്നിൽ കൈക്കൂലി നൽകിയതായി വരെ ഒരു അരിക സിദ്ധാന്തം അവകാശപ്പെടുന്നു. പതിവ് പോലെ സത്യം മൂന്നാമതുമായിരിക്കാം. പക്ഷെ ഫലം നിഷേധിക്കാനാവാത്തതാണ്. മാഡം ചിങ് തൻ്റെ കടൽ കൊള്ളയുടെ ഭരണം അവസാനിപ്പിക്കുന്നത് ഒരു വെടിവെപ്പിലോ തൂക്കിക്കലിലോ അല്ല, മറിച്ചൊരു ഒപ്പിട്ട രേഖയും വില്ലും നിശബ്ദവുമായ ഒരു എക്സിറ്റിലൂടെയാണ്. ഒരുപക്ഷെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, റെഡ് ഫ്ലാഗ് ഫ്ലീറ്റ് ഏതാണ്ട് ഒറ്റ രാത്രിയിൽ പിരിച്ചുവിടുന്നു. ചില കപ്പലുകൾ ഡീകമ്മീഷൻ ചെയ്യപ്പെടുന്നു. മറ്റു ചിലർ ചൈനീസ് നാവികസേനയിൽ ലയിക്കുന്നു. കീഴടങ്ങാൻ വിസമ്മതിക്കുകയും പോരാട്ടം തുടരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചില കൊള്ളക്കാർ. എന്നാൽ മാഡം ചിങ്ങിൻ്റെ നേതൃത്വമില്ലാതെ അവർ മണൽ പോലെ ചിതറിപ്പോകുന്നു. കടൽ ശാന്തമാകുന്നു. എവിടെയോ ഗ്വാങ്ഡോങ്ങിലെ ഒരു എളിമിയ വീട്ടിൽ കടൽക്കൊള്ളയുടെ രാജ്ഞി തൻ്റെ ബൂട്ടുകളുടെ ലേസ് അഴിച്ചുമാറ്റി വാൾ താഴെ വെച്ച് വേളിയേറ്റം വരുന്നു നോക്കി നിൽക്കുന്നു. ഇനി തിരമാലകളുടെ രാജാഗുരുമൻ എന്ന നിലയിലല്ല, മറിച്ച് എല്ലാ വിചിത്ര ചരിത്രത്തെയും തോൽപ്പിച്ച് ചങ്ങലകളില്ലാതെ നടന്നുപോയ ഒരു സ്ത്രീയായി. മാഡം ചിങ് അവസാനമായി ഡെക്കിൽ നിന്ന് ഇറങ്ങിയിരിക്കാം. പക്ഷേ ചരിത്രം അവളുമായി അവസാനിച്ചിരുന്നില്ല. കടൽ കൊള്ളയിൽ നിന്ന് വിരമിച്ചു, അതെ. പക്ഷേ അപ്രസക്തമാണോ? തീർച്ചയായും അല്ല. സമുദ്രങ്ങളിൽ നിന്നുള്ള അവളുടെ പുറപ്പാട് അവ്യക്തതയിലേക്ക് മങ്ങുന്ന നിശബ്ദതയിലേക്കായിരുന്നില്ല, മറിച്ച് അതൊരു തന്ത്രപരമായ പിവറ്റ് പോലെയായിരുന്നു. ചൈനീസ് ചരിത്രത്തിലെ ഒരു കടൽ കൊള്ളക്കാരനും കഴിയാത്തത് അവൾ ചെയ്തു.
അവളുടെ നിബന്ധനകൾക്ക് വിധേയമായ പൂർണ്ണ കീഴടങ്ങൽ. തൂക്കുമരമില്ല, നാടുകടത്തലില്ല, കര അടിസ്ഥാനമായ ദാരിദ്ര്യത്തിലേക്ക് നിർബന്ധിത പരിവർത്തനമില്ല. വെറും പൊതുമാപ്പ്, സ്വയംഭരണം, വളരെ മാന്യമായ ഒരു വിരമിക്കൽ പാക്കേജ്. വർഷമിപ്പോൾ 1811. റെഡ് ഫ്ലാഗ് ഫ്ലീറ്റ് പിരിച്ചുവിട്ടു. എപ്പോഴും വിശ്വസ്തനായ ചൂങ് പോത്സായി ക്വിങ് നാവികസേനയിൽ ക്യാപ്റ്റനായി ചേർന്നു. ഒരിക്കൽ അദ്ദേഹം റെയ്ഡ് ചെയ്ത അതേ തീരങ്ങളിൽ അദ്ദേഹം കടൽ കൊള്ള വിരുദ്ധ പെട്രോളിങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു. ചിലർ അതിനെ വിരോധാഭാസമെന്ന് വിളിക്കുന്നു, മറ്റുള്ളവർ അതിനെ മിടുക്കനെന്നും വിളിക്കുന്നു. എന്തായാലും അത് പ്രവർത്തിക്കുന്നു. നാവികവൃത്തങ്ങളിൽ അദ്ദേഹം ഒരുതരം സെലിബ്രിറ്റിയായി മാറുന്നു. ഒരു ആന്തരിക വ്യക്തിയായി മാറിയ ഒരു നടപ്പിലാക്കുന്നവൻ ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല. അദ്ദേഹം അതിൽ മിടുക്കനാണ്. അതേസമയം മാഡം ചിങ് വ്യത്യസ്തമായൊരു വേഷത്തിലേക്ക് വഴുതി വീഴുന്നു. അവൾ വളരെ കാലമായി രഹസ്യമായി ആഗ്രഹിച്ചിരുന്ന ഒന്ന്. അവൾ ഒരു ഭൂവുടമയും ഒരു ബിസിനസ്സുകാരിയും, ഒരു നിശബ്ദ രാഷ്ട്രീയ സാന്നിധ്യവുമായി മാറുന്നു. അവൾ ഗ്വാങ്ജോവിൽ സ്ഥിരപ്പെടുന്നു. ഒരിക്കൽ അവളുടെ പേര് പരാമർശിക്കുമ്പോൾ വിറച്ചുപോയിരുന്ന തിരക്കേറിയ വ്യാപാര തുറമുഖം. ഇപ്പോൾ അവൾ അതിന്റെ ഭാഗമാണ്. അവളുടെ വീടളതിയമാണ്, പക്ഷേ നന്നായി സംരക്ഷിക്കപ്പെട്ടമാണ്. ഒരു പ്ലംമരങ്ങളുള്ള ഒരു പൂന്തോട്ടം, കോയിയുള്ള ഒരു കുളം, വിശാലമായ ജനാലകളും മിനുക്കിയ തറകളുമുള്ള ഒരു ചായക്കടയും. അവളുടെ പിൻഭിത്തിയിൽ നിന്ന് കടലിന്റെ ശബ്ദം അവൾക്ക് ഇപ്പോഴും കേൾക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. അത് ഒരു ആശ്വാസമോ മുന്നറിയിപ്പോ? അവളുടെ സമ്പത്ത് വലുതാണ്. കൃത്യമായ സംഖ്യകൾ സ്ഥിരീകരിക്കാൻ അസാധ്യമാണെങ്കിലും ചില ചരിത്രകാരന്മാർ കണക്കാക്കുന്നത് അവൾ ദശലക്ഷങ്ങളുടെ വെള്ളിയുടെ ആധുനിക തുല്യത നിയന്ത്രിച്ചിരുന്നുവെന്നാണ്. ഒരു ചെറിയ കലാപത്തിന് ധനസഹായം നൽകാൻ മതി. അല്ലെങ്കിൽ ഒരു പ്രധാന വിരുന്ന്. അവൾ സമാധാനം തിരഞ്ഞെടുക്കുന്നു. അവൾ ബിസിനസ്സുകൾ തുടക്കുന്നു. തുണിത്തരങ്ങൾ, ഷിപ്പിംഗ്, മദ്യപാന കേന്ദ്രങ്ങൾ പോലും. അതിന്റെ രേഖകൾ അവ്യക്തമാണെങ്കിലും അവൾ മുൻ കടൽക്കൊള്ളക്കാരെ നിയോഗിക്കുന്നു. അവരിൽ പലർക്കും പോകാൻ മറ്റൊരിടവുമില്ലായിരുന്നു. ചിലർ ക്ലർക്കുമാരായി മാറുന്നു. മറ്റുള്ളവർ അവളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നു. ചിലർ വ്യാപാര സംഘങ്ങൾക്ക് കപ്പൽ യാത്ര പഠിപ്പിക്കുന്നു. കൊള്ളയടിക്കലല്ല, പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണിത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ചൂങ് പോത്സായി പലപ്പോഴും സന്ദർശിക്കാറുണ്ട്. ഇപ്പോൾ അദ്ദേഹം സാമ്രാജ്യ നീലയും സ്വർണവും ധരിക്കുന്നു. ഒരിക്കൽ വന്യമായിരുന്ന മുടി വൃത്തിയായി കെട്ടിയിരിക്കുന്നു. ഇരുവരും ഇപ്പോഴും നഗര ഉദ്യാനങ്ങളിലൂടെ അടുത്തടുത്തായി നടക്കുന്നു, നിശബ്ദ സംഭാഷണത്തിൽ തലകുനിച്ച്. അവർ പ്രണയികളാണോ? സുഹൃത്തുക്കളാണോ? യുദ്ധത്തിന്റെ പ്രേതങ്ങളാണോ? ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ 1822 അദ്ദേഹം മരിക്കുന്നതുവരെ അവർ വേർപിരിയുന്നില്ല. മാഡം ചിങ് തുടരുന്നു. യഥാർത്ഥത്തിൽ അവൾ പതിറ്റാണ്ടുകളോളം ജീവിക്കുന്നു. രാജവംശങ്ങൾ ഉയർച്ചയും താഴ്ചയും വ്യാപാര കുതിച്ചുചാട്ടവും ഉണ്ടാകുമ്പോൾ അവൾ തന്റെ ശാന്തമായ ഒരിടത്ത് നിന്ന് വീക്ഷിക്കുന്നു. അതിജീവിച്ചവൾ ഒരു തന്ത്രജ്ഞയായിരുന്നു. ഒരിക്കൽ 70,000 പുരുഷന്മാരെ നയിച്ചിരുന്ന ഒരു നാവിക ക്വാർട്ടർ മാസ്റ്ററുടെ കൃത്യതയോടുകൂടി ഇപ്പോഴും ഡംപ്ലിംഗ് മടക്കുന്ന ഒരു സ്ത്രീ. അവളുടെ പിൽക്കാല വർഷങ്ങളിൽ നിന്ന് ഒരു വിചിത്രമായ കഥ നിലനിൽക്കുന്നു. കാന്റോണിൽ പുതുതായി എത്തിയ ഒരു യുവ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്റെ ഷിപ്പിംഗ് ഓഫീസിനെ നികുതി ചുമത്താൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. അവൾ ക്ഷമയോടെ കേൾക്കുന്നു. പിന്നെ ചക്രവർത്തി തന്നെ ഒപ്പിട്ട ഒരു സാമ്രാജ്യ മാപ്പ് കാണിക്കുന്നു. ആ ഉദ്യോഗസ്ഥൻ വിളറി കുമ്പിട്ട് തിടുക്കത്തിൽ പോകുന്നു. അവൾ ചായയിലേക്ക് മടങ്ങുന്നു. ഇവിടെയാണ് മനോഹരമായ വിരോധാഭാസമുള്ളത്. ഒരിക്കൽ സാമ്രാജ്യത്താൽ വേട്ടയാടപ്പെട്ട ഒരു സ്ത്രീ ഇപ്പോൾ സ്വന്തം സീലുകളെ ഉപയോഗിച്ച് തന്റെ പ്രദേശം സംരക്ഷിക്കുന്നു. ഒരു കടൽക്കൊള്ളക്കാരൻ നിയമാനുസൃത പൗരനായി മാറി. അവൾ ഒരിക്കൽ ധിക്കരിച്ച അതേ വ്യവസ്ഥയാൽ സംരക്ഷിക്കപ്പെടുന്നു. എന്നിരുന്നാലും അവളുടെ ഭൂതകാലം അവളെ ഒരിക്കലും പൂർണ്ണമായും ഉപേക്ഷിക്കുന്നില്ല. ഗ്വാങ്ജൂവിലെ കുട്ടികൾ അവളെ കടൽ ചക്രവർത്തിയെന്നു മന്ത്രിക്കുന്നു. തെരുവുകലാകാരന്മാർ അവളുടെ യുദ്ധങ്ങളുടെ ബാലഡുകൾ പാടുന്നു. തീരപ്രദേശ ഗ്രാമങ്ങളിൽ ഒരിക്കൽ നാവികൻ അവകാശപ്പെടുന്നു അവൾ ഇപ്പോഴും തിരകളെ സ്വപ്നം കാണുന്നുവെന്ന്. മക്കാവോയിൽ പോർച്ചുഗീസ് വ്യാപാരികൾ അവരെല്ലാവരെയും മറികടന്ന ലേഡി അഡ്മിറൽ എന്ന കഥകൾ കൈമാറുന്നു. പണ്ഡിതന്മാർ കൂടുതൽ സൂക്ഷ്മങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവൾ അവളുടെ കാലത്തിനു മുമ്പുള്ള ഒരു ഫെമിനിസ്റ്റ് ഐക്കണായിരുന്നോ? മികച്ച PR ഉള്ള ഒരു ക്രൂരനായ യുദ്ധപ്രഭുവായിരുന്നോ? ചരിത്രത്തിന്റെ ഒരു അപൂർണതയോ? ഉത്തരം പൂർണ്ണമായി തോന്നുന്നില്ല. ഇതുറപ്പാണ്, അവൾ എല്ലാ നിയമങ്ങളും ലംഘിച്ചു. ഒരു വേശ്യാലയത്തിൽ നിന്ന് അവളൊരു നാവികസേനയെ നയിച്ചു. നിയമവിരുദ്ധരുടെ മേൽ അവൾ നിയമമേർപ്പെടുത്തി. അവൾ ഒരു സാമ്രാജ്യത്തോട് സമാധാന ചർച്ച നടത്തി. മറ്റൊരു മുമ്പിനിരക്കാരെക്കാൾ സമ്പന്നയായി നടന്നു.
അതവൾ ചെയ്തത് തന്റെ ഐഡന്റിറ്റി മറച്ചുവെച്ചിട്ടല്ല, മറിച്ച് അതിൽ ഇരട്ടി ശക്തിയോടെയാണ്. സ്ത്രീ, നേതാവ്, കടൽ കൊള്ളക്കാരൻ. 1844 ഏകദേശം 68 വയസ്സുള്ളപ്പോൾ അവൾ മരിക്കുന്നു. ഒരു കടൽ കൊള്ളക്കാരന് ഷോക്കിംഗായ ദീർഘായുസ്സും. അവളുടെ നിലവാരത്തിൽ പറയുകയാണെങ്കിൽ ശാന്തവുമാണ് മരണം. വെടിവെപ്പില്ല, കലാപമില്ല. ഒരു ചൂടുള്ള കിടക്ക, തുറന്ന ജനാല, പിന്നെ ഒരു കാറ്റിന്റെ മന്ത്രണം. അവളുടെ ശവകുടീരം മാർക്ക് ചെയ്തിട്ടുണ്ടോ? അതോ കുറഞ്ഞതെന്തെങ്കിലും അവിടെ ഒരു കല്ലുണ്ടായിരുന്നെങ്കിൽ അതൊന്നും നിലനിന്നില്ലായിരിക്കാം. വേലിയേറ്റം പോലെ വഴുക്കു നീങ്ങുന്ന അവളുടെ കഥ ഇപ്പോഴും ഒരു തുറമുഖത്തു നിന്ന് മറ്റൊരു തുറമുഖത്തേക്ക് ഒഴുകുകയാണ്. ഹോങ്കോങ്ങിൽ അവർ ഒരു ഗുഹയ്ക്ക് ചൂങ് പോത്സായിയുടെ പേര് നൽകി. ഫിക്ഷനിൽ അവളുടെ ഇതിഹാസം പുസ്തകങ്ങൾക്കും ഒപ്പേറകൾക്കും ചില കൃത്യതയില്ലാത്ത ആക്ഷൻ സിനിമകൾക്കും പ്രചോദനമായി. പക്ഷേ യഥാർത്ഥ കഥയോ? ഒരു സ്ത്രീ അധികാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു കടലിന്റെ അഭിലാഷത്തിന്റെയും നിയമങ്ങൾ തിരുത്തിയെഴുതിയ ഒന്നാണോ? അത് ഫിക്ഷനേക്കാൾ മികച്ചതാണ്. പല താരാട്ടുപാട്ടുകളെക്കാളും ആശ്വാസകരമാണ്. മാഡം ചിങ് ശ്രദ്ധേയമായ സമചിത്തതയോടെ സിവിലിയൻ ജീവിതത്തിലേക്ക് മങ്ങിയെങ്കിലും അവരുടെ പൈതൃകത്തിന്റെ അലയൊലികൾ മാറിയില്ല. വാസ്തവത്തിൽ അവരുടെ വിചിത്രവും കടലുപ്പിട്ടതുമായ സാമ്രാജ്യം വിരമിച്ചതിന് തൊട്ടുപിന്നാലെ പുരാണപരമായ അനുവാദങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. കഥകൾ കാട്ടുതീ പോലെ പടർന്നു. ആദ്യം നാവികർക്കിടയിലും പിന്നീട് വ്യാപാരികൾക്കിടയിലും പിന്നീട് വിടർന്ന കണ്ണുകളുള്ള വിദേശ നയതന്ത്രജ്ഞരുടെ ഇടയിലും. തലചുറുങ്ങിയും സന്ദേശങ്ങൾ വീണ്ടും എഴുതുകയും ചെയ്തു. കാന്റണിലെ ചായക്കടകളിൽ കഥാകൃത്തുക്കൾ അവരുടെ ഇതിനകം തന്നെ അതിശയിപ്പിക്കുന്ന കഥയ്ക്ക് ഒരു വൈഭവം നൽകാൻ തുടങ്ങി. മൈലുകൾ അകലെയുള്ള ശത്രുക്കളെ കാണിക്കുന്ന ഒരു മാന്ത്രിക കണ്ണാടി അവർക്കുണ്ടെന്ന് ഒരു പതിപ്പ് അവകാശപ്പെട്ടു. ഒരൊറ്റ വാക്യം കൊണ്ട് കൊടുങ്കാറ്റുകളെ ശാന്തമാക്കാൻ അവർക്ക് കഴിയുമെന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു. മൂന്നാമൻ തന്റെ ഹെയർപിന്നിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കാളയെ വീഴ്ത്താൻ തക്ക ശൂർപ്പുള്ള വിഷമുണ്ടെന്ന് നിർബന്ധിച്ചു. തീർച്ചയായും എല്ലാം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ ആഴത്തിൽ തൃപ്തികരമാണ്. നിങ്ങൾ പ്രദേശങ്ങൾ മാത്രമല്ല ഭാവനകളെയും കീഴടക്കുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. എന്നിരുന്നാലും ക്യാമ്പ് ഫയർ അലങ്കാരങ്ങൾക്കപ്പുറം യഥാർത്ഥ ലോക ഭൂരാഷ്ട്രീയത്തിൽ മാഡം ചിങ്ങിന്റെ സ്വാധീനം അമിതമായി പറയാൻ പ്രയാസമാണ്. ഇത് കഴിൽക്കുക. ഏകദേശം ഒരു ദശകക്കാലം അവർ ദക്ഷിണ ചൈന കടലിന്റെ മുഴുവൻ സ്ഥാപിതമായ സമുദ്ര വ്യാപാരപാതകളെയും തടസ്സപ്പെടുത്തി. ഇത് ക്വിങ്ങിനൊരു അസൗകര്യം മാത്രമായിരുന്നില്ല, ആഗോള വാണിജ്യത്തിന് അതൊരു പ്രതിസന്ധിയായിരുന്നു. ബ്രിട്ടൻ മുതൽ നെതർലാൻഡ്സ് വരെയുള്ള യൂറോപ്യൻ വ്യാപാരി കമ്പനികൾ പൊരുത്തപ്പെടാൻ നിർബന്ധിതരായി. ഇൻഷുറൻസ് നിരക്കുകൾ കുതിച്ചുയർന്നു. കോൺവോയികൾ വഴിതിരിച്ചുവിടപ്പെട്ടു. ചില ക്യാപ്റ്റന്മാർ ഗ്വാങ്ഡോങ്ങിനടുത്ത് കപ്പലൊടിക്കാൻ വിസമ്മതിച്ചു. പകരം ഐനാൻ ദ്വീപിൽ ചുറ്റി സഞ്ചരിക്കാൻ തീരുമാനിച്ചു. അവരുടെ യാത്രകൾക്ക് ദിവസങ്ങളോ ആഴ്ചകളോ കൂടി ചേർത്തു. മാഡം ജിങ്ങിന്റെ കടൽ കൊള്ളക്കാർ വെള്ളി മോഷ്ടിക്കുകയല്ല ചെയ്തത്, അവർ എക്കണോമിക് ഫ്ലോ പുനർനിർവചിച്ചു. ഒരു ചായാക്കട കടലിലും കരയിലും നിയമം നടപ്പിലാക്കി. ആധുനിക ചരിത്രകാരന്മാർ ഇപ്പോഴും അവരുടെ ആധിപത്യത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവർ തീരദേശ പ്രവിശ്യകളിലെ സാമ്രാജ്യത്തിന്റെ പിടിയുടെ ദുർബലതയെ തുറന്നു കാണിച്ചെന്നാണ് ഒരു ചിന്താഗതി. മറ്റൊന്ന് സൂചിപ്പിക്കുന്നത് അവരാണ് ചൈനയുടെ ആദ്യത്തെ സമുദ്ര പരിഷ്കർത്താക്കൾ എന്നാണ്. നിയമത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷത്തേക്കാൾ കാര്യക്ഷമമായി ക്രമം സൃഷ്ടിച്ചു. ഫ്രഞ്ച് സിദ്ധാന്തമോ? ഒരുപക്ഷേ. എന്നാൽ വിരമിച്ചതിന് ശേഷം സാമ്രാജ്യ നാവികസേന അവരുടെ ചില തന്ത്രങ്ങൾ നിശബ്ദമായി അനുകരിക്കാൻ തുടങ്ങി. കപ്പൽ രൂപനിർമ്മാണം, സിഗ്നലിംഗ് കോഡുകൾ, മറ്റു കൊള്ളക്കാരുടെ കൊള്ള വിഭജിക്കുന്ന കോഡ് പോലും സർക്കാർ അഭിരുചികൾക്ക് വേണ്ടി ചെറുതായി ശുദ്ധീകരിച്ചു. അവരുടെ സംഘടനാ മാതൃകയെ സംബന്ധിച്ചോ? ശരി, കുറച്ച് നാവിക അക്കാഡമികൾ കൂടുതൽ ഔപചാരികമായ പേരുകളിൽ ഇത് പഠിച്ചു എന്ന് പറയാം. വിഭാഗം, പ്രതിഫല സംവിധാനങ്ങൾ, കർശനമായ ധാർമ്മികത, അതെ, കൊള്ളക്കാർക്ക് പോലും ധാർമ്മികതയുണ്ടായിരുന്നു എന്നിവയുടെ സന്തുലിതാവസ്ഥ അസമമായ നാവിക സമ്പന്നങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള ബ്ലൂ പ്രിന്റായി മാറി. അതേസമയം ചൂങ് പോട്സായ 1822 മരിക്കുന്നതുവരെ സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന വർഷങ്ങളിൽ അദ്ദേഹം തെമ്മാടി ക്യാപ്റ്റന്മാരായി മാറിയ മുൻ സഖാദികളെ പിന്തുടർന്നു. വിരോധാഭാസം ആരെയും മറന്നില്ല. ഒരു പോർച്ചുഗീസ് വ്യാപാരിയുടെ പ്രശസ്ത കത്ത് വരണ്ടതായി കുറിക്കുന്നു. ഇപ്പോൾ ചെന്നായ ആടുകളെ മേയ്ക്കുന്നു. ശ്രദ്ധേയമായ വൈകപ്തത്തോടെ അതതിന് ചെയ്യുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ മാഡം ജിങ് ആദ്യമായി പരസ്യമായി കരഞ്ഞു എന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ അവകാശപ്പെടുന്നു അവർ തന്റെ ആരാധനാലയത്തിൽ ധൂപം വെച്ചു, പിന്നീട് ഒറ്റയ്ക്ക് പൂന്തോട്ടത്തിലേക്ക് നടന്നുവെന്നും. എന്തായാലും അവർ വീണ്ടും വിവാഹിതയായില്ല.
ചൂങ്കുമായുള്ള അവരുടെ പങ്കാളിത്തം പ്രണയത്തേക്കാൾ മാത്രമായിരുന്നു. അല്ലെങ്കിൽ പ്രണയമല്ലായിരുന്നു, അത് സഹവർത്തിത്വമായിരുന്നു. കടൽ അവർക്ക് പലതും നൽകിയിരുന്നു. ചൂങ്കിനെ അത് പെട്ടെന്ന് തിരിച്ചു പിടിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അവരുടെ സ്വാധീനം നിലനിന്നു. നാവികമായ കാര്യങ്ങളിൽ മാത്രമല്ല, കൂടുതൽ സൂക്ഷ്മമായ സ്ഥലങ്ങളിലും. കാൻഡണിലെ ബിസിനസ് കരാറുകൾ മാഡം ജിങ്ങിൻ്റെ കുപ്രസിദ്ധമായ കടൽക്കൊള്ളക്കാരുടെ നിയമത്തെ മാതൃകയാക്കി. കൂടുതൽ വ്യക്തമായ ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങി. ഷിപ്പിംഗ് കമ്പനികൾ വിശ്വസ്തരായി നിലനിൽക്കാൻ പലതരം ലാഭവിഹിതം അവതരിപ്പിച്ചു. ചിലർ അവരുടെ കപ്പലുകൾക്ക് അവരുടെ പേരുപോലും നൽകി, ഒരിക്കലും വളരെ ആഡംബരപൂർവ്വം, ദുർഭാഗ്യം പിന്തുടരാതിരിക്കാൻ. പിന്നീട് സാംസ്കാരിക പ്രധ്യാനകൾ വന്നു. ഗ്വാങ്ഡോങ് ഹോപ്രയിൽ അവരൊരു ദുരന്ത നായികയായി മാറി. വിധിയാൽ ബന്ധിതയായ ഉഗ്രിയും ലിലിയുമായവർ. വിയറ്റ്നാമിക് നാടോടി കഥകളിൽ മൂടൽമഞ്ഞിൽ വേട്ടയാടുന്ന പ്രേതരാജ്ഞിയായി അവർ മാറി. അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന നാവികർക്ക് സുരക്ഷിതമായ വഴി വാഗ്ദാനം ചെയ്തു. ബ്രിട്ടീഷ് സാഹസിക നോവലുകളിലും അവർ വിവിധ ഓമന പേരുകളിൽ അതിഥിവേഷങ്ങൾ ചെയ്തു. മാഡം സി, ദ ക്രിംസൺ വിഡോ എന്നിവ പറയിക്കുന്ന ഒരു പ്രത്യേക ഭാവനാത്മക പതിപ്പും. കൗതുകമരമായി, ഈ കഥകളൊന്നും അവരുടെ നിശബ്ദ കൃത്യതയെയോ ഘടനയ്ക്കോടുള്ള അവരുടെ സ്നേഹത്തെയോ അവരുടെ ഉദ്യോഗസ്ഥ വൈകപ്തിയോ പ്രതിഫലിപ്പിക്കുന്നില്ല. അവർ വാളുകളെ ഓർക്കുന്നു, ചുരുളുകളെയല്ല. പക്ഷേ പ്രണയം എപ്പോഴും നിയന്ത്രണത്തെക്കാൾ നന്നായി വിറ്റുപോകും. ആധുനിക ചൈനയിൽ അവരുടെ കഥ സങ്കീർണമാണ്. ഔദ്യോഗിക ചരിത്രങ്ങൾ ഇപ്പോൾ അവരുടെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു, അവരുടെ കൗശലത്തെ പോലും അഭിനന്ദിക്കുന്നു. എന്നാൽ അവരുടെ ധിക്കാരത്തിന് ചുറ്റും ശ്രദ്ധാപൂർവം വിരൽ ചൂണ്ടുന്നു. എല്ലാത്തിനുമുപരി, ഒരു കടൽക്കൊള്ളക്കാരി രാജ്ഞിയെ ഒരു രാജ്യത്തിൻ്റെ വീരോഹിത ആഖ്യാനത്തിൽ ഉൾപ്പെടുത്തുന്നത് അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് ഭരണാധികാരികളെ മറികടക്കുന്ന ഒരാളെ. എന്നിരുന്നാലും അവൾ ഒളിഞ്ഞു നോക്കുന്നു. ലിംഗഭേദത്തെക്കുറിച്ചും നേതൃത്വത്തെക്കുറിച്ചുമുള്ള യൂണിവേഴ്സിറ്റി കോഴ്സുകൾ അവളെ പഠിക്കുന്നു. സമുദ്ര പണ്ഡിതന്മാർ അവരുടെ ലോജിസ്റ്റിക്സിനെ കേസ് സ്റ്റഡികളായി ഉദ്ധരിക്കുന്നു. ഫെമിനിസ്റ്റ് വട്ടങ്ങൾ അവരുടെ ധൈര്യത്തെ അഭിനന്ദിക്കുന്നു. ഇന്നും കുട്ടികൾ വാളും ചുരുളും ഉപയോഗിച്ച് കടലെ ഭരിച്ച വനിതയെക്കുറിച്ച് മന്ത്രിക്കുന്നു. ഗ്വാങ്ജോയിൽ എവിടെയോ ഒരു വൃദ്ധ അടുത്തുചാരി ഒരു ഇളയ ശ്രോതാവിനോട് പറഞ്ഞേക്കാം, അവൾ നമ്മളിൽ ഒരാളായിരുന്നു, അവൾ മറ്റുള്ളവരെക്കാൾ നന്നായി കളിച്ചു. ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം അത് ചേർത്ത മുഖസ്തുതിയല്ല, അതാണ് സത്യം. ചരിത്രത്തിലെ മിക്ക കടൽക്കൊള്ളക്കാർക്കും അവരുടെ കഥ അവസാനിക്കുന്നത് ചങ്ങരകളിലോ തീയിലോ വെള്ളത്തിലോ ആണ്. എന്നാൽ മാഡം ചിങ്ങിൻ്റെ കഥ അത്തരമൊരു മനോഹരമായ അടച്ചുപൂട്ടലിനെ നിരാകരിക്കുന്നു. വിരമിക്കലിന് ശേഷവും അവരുടെ ജീവിതം അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കണ്ണാടിയായി മാറുന്നു. കുഴപ്പത്തിൻ്റേതല്ല, മറിച്ച് കഴിവിൻ്റെ. അവരുടെ പൈതൃകത്തിൻ്റെ മങ്ങൽ കണ്ടെത്തുമ്പോൾ ചൈനയുടെ തെക്കൻ തീരത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുന്ന ഒരു അപ്രതീക്ഷിത തരംഗപ്രഭാവം നമുക്ക് കാണാം. സാധ്യതയില്ലാത്തതിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നയസ്വാധീനം. കുറച്ച് ക്വിങ് ഉദ്യോഗസ്ഥർ ഒരിക്കലും അത് സമ്മതിക്കില്ലെങ്കിലും മാഡം ചിങ്ങിൻ്റെ മാതൃക തെക്കൻ പ്രവിശ്യകളിലെ നിയമനിർവഹണ തന്ത്രത്തിനുള്ള ഒരു നിശബ്ദ റഫറൻസ് പോയിന്റായി മാറി. 1830കളിലെ ആർക്കൈവൽ രേഖകളിൽ ഉപ്പുകള്ളക്കടത്തും തീരദേശ കുറ്റങ്ങളും സംബന്ധിച്ച പുതിയ നടപടികൾ പരാമർശിക്കുന്നു. ചിങ്ങിൻ്റെ പഴയ കടൽക്കൊള്ളക്കാരുടെ നിയമത്തിന് വിചിത്രമായ പരിചയമുള്ള പ്രോട്ടോക്കോളുകൾ ഉൾപ്പെടുന്നു. നിയമമനുസരിക്കുന്ന വിവരദാതാക്കൾക്കായി പങ്കിട്ട കൊള്ള, കപ്പലുകളിലെ റൊട്ടേഷൻ നേതൃത്വം, കേന്ദ്രീകൃത റിപ്പോർട്ടിംഗ് ഘടനകൾ. യാദൃശ്ചികതയാണോ, പരിഭാവമാണോ, അതോ അവർ ഒരുതരം ഫാൻറ്റം നയരൂപീകരണക്കാരിയായി മാറിയിരിക്കുന്നു? അവളുടെ അവസാന റെയ്ഡിന് ശേഷം വളരെക്കാലം സാമ്രാജ്യത്തിൻ്റെ രേഖകൾ വേട്ടയാടുന്നുവാണോ? വിശാലമായ സമുദ്രലോകത്ത് അവരുടെ പാരമ്പര്യം അതിലും കൗതുകകരമാണ്. യൂറോപ്യൻ സാമ്രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ, വളരെ ശ്രദ്ധ ചെലുത്തി. ഒരു കാലത്ത് ഏഷ്യൻ കടൽക്കൊള്ളയെ കുഴപ്പമുള്ളതും ക്രമമനുസരിക്കാത്തതുമായി തള്ളിക്കളഞ്ഞ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇപ്പോൾ അവരുടെ ഇൻ്റലിജൻസ് മെമ്മോകൾ പരിഷ്കരിച്ചു. അവർ ദക്ഷിണ ചൈന കടലിനെ കൂടുതൽ രീതിമതമായി നിരീക്ഷിക്കാൻ തുടങ്ങി. 1820ലെ ഒരു മെമ്മോയിൽ പറയുന്നു, മുൻ കടൽക്കൊള്ളക്കാരുടെ രാജ്ഞി നമ്മുടേതിനേക്കാൾ കാര്യക്ഷമമായ ഒരു കമാൻഡ് ഘടന നടപ്പിലാക്കിയതായി തോന്നുന്നു. ഓഹ്! അതേസമയം കോളനിവൽക്കരിച്ച നാവികരും ഡോക്ക് തൊഴിലാളികൾക്കുമിടയിൽ അവളുടെ ചൂഷണങ്ങളെക്കുറിച്ചുള്ള കഥകൾ പ്രചരിച്ചു. ഗോവയിൽ, റങ്കൂണിൽ, പെനാങ്ങിൽ ചരക്ക് കയറ്റുമ്പോൾ സമയം നിലനിർത്താനുദ്ദേശിച്ച താളത്തിൽ ആലപിച്ച ലേഡി റെഡ് ഫ്ലാഗ് എന്ന ഗാനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു. അവ ഭാഗികമായി പ്രശംസയും ഭാഗികമായി മുന്നറിയിപ്പുമായിരുന്നു. അവളുടെ പാത പിന്തുടരുക, പക്ഷേ അവളുടെ നിയമങ്ങൾ ശ്രദ്ധിക്കുക. ഫിക്ഷനിൽ അവളുടെ പേര് പലപ്പോഴും വളച്ചൊടിക്കപ്പെട്ടു. മാഡം ക്വീൻ, റെഡ് വിഡോ
പൈറേറ്റ് എംപ്രസ് എന്നിങ്ങനെയാണ്. പക്ഷേ സാരാംശം നിലനിന്നു. കടൽ കൊള്ളക്കാരെ സന്യാസികളെപ്പോലെ പെരുമാറ്റാൻ പ്രേരിപ്പിച്ച, സാമ്രാജ്യങ്ങളെ ഉടമ്പടികളിൽ ഒപ്പിടാൻ ഭയപ്പെടുത്തിയ, വേദിക്ക് പുറത്ത് ആരും സങ്കൽപ്പിക്കാൻ പോലും ധൈര്യപ്പെടാത്ത സമ്പന്നരെ നടത്തിയ ഒരു സ്ത്രീ. ആ പാരമ്പര്യം ഇനിയും വ്യാപിച്ചു. തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഒരു കൂട്ടം സ്ത്രീ കള്ളക്കടത്തുകാർ അവരുടെ കടൽക്കൊള്ളക്കാരുടെ നിയമം രഹസ്യമായി സ്വീകരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അവർ മലാക്ക തീരത്ത് ബോട്ടുകളിൽ വാർഷികമായി കണ്ടുമുട്ടുകയും വിശ്വാസ്യത പുലർത്തുകയും കടൽ രാജ്ഞിയുടെ രീതിയിൽ തർക്കങ്ങൾ പരിഹരിക്കുകയും ചെയ്തു. അതൊരു കൾട്ടായിരുന്നോ, ഒരു ക്ലബ്ബായിരുന്നോ, ഒരു ആദരാഞ്ജലിയായിരുന്നോ? ആർക്കും ശരിക്കും അറിയില്ല. എന്നാൽ അത് അവളുടെ കഥ എത്രത്തോളം ആഴത്തിൽ പടർന്നിരിക്കുന്നുവെന്ന് കാണിക്കുന്നു. പ്രത്യേകിച്ച് വെള്ളത്തിൽ അവർക്ക് സ്ഥാനമില്ല എന്ന് പറയപ്പെട്ടിരുന്ന സ്ത്രീകൾക്കിടയിൽ. എനിവേ, ചൈനയിൽ തിരിച്ചെത്തിയപ്പോൾ മാഡം ചിങ് അവ്യക്തയായിരുന്നു. അവർ ഒരിക്കലും ഓർമ്മക്കുറിപ്പുകൾ എഴുതിയില്ല, ഒരിക്കലും ഛായാചിത്രങ്ങൾക്ക് പോസ് ചെയ്തില്ല. പക്ഷേ ഒരു വ്യാപാരിയുടെ ഡയറി പ്രകാരം അവർ നഗരത്തിലെ ഉയർന്നവരുമായി തേകസംഗമങ്ങൾ നടത്തിയിരുന്നു. വലിയ സെലൂണുകളല്ല, മറിച്ച് യുദ്ധ ഔദ്ധാരിക കൗൺസിലുകൾ പോലെയായിരുന്നു. യുദ്ധമില്ലാതെ. അവർ നല്ല കേൾവിക്കാരിയായിരുന്നു. അവർ അപൂർവമായ തടസ്സപ്പെടുത്തിയുള്ളൂ. അവർ സംസാരിച്ചപ്പോൾ മറ്റാരും ധൈര്യപ്പെടാത്ത ചോദ്യമാണ് പലപ്പോഴും ചോദിച്ചിരുന്നത്. ആരും സമ്മതിക്കാത്ത ഈ പ്രശ്നത്തിന്റെ ഭാഗമെന്താണ്? വിരമിക്കലിനു ശേഷവും അവർ ഫലങ്ങൾ രൂപപ്പെടുത്തി. സുരക്ഷ, നാവികരെ നിയമിക്കൽ, കൊടുങ്കാറ്റുകളുടെ സമയത്ത് വഴിതിരിച്ചുവിടൽ എന്നിവയെക്കുറിച്ച് അവർ നഗരത്തിലെ വ്യാപാരികൾക്ക് ഉപദേശം നൽകി. അടിസ്ഥാനപരമായി അവർ ഒരു പ്രൈവറ്റ് കൺസൾട്ടന്റായിരുന്നു. കത്തിയൊടുക്കുമായി അല്പം പരിചയം മാത്രമേ. 1835 നിന്നുള്ള ഒരു വിചിത്രമായ കഥയുണ്ട്. കാൻഡനിലെ ഒരു പാശ്ചാത്യ മിഷനറി ഒരിക്കലൊരു വലിയ ക്രിമിനൽ നാവികസേനയെ നയിച്ചിരുന്ന ഒരു വൃദ്ധയായ ചൈനീസ് സ്ത്രീയെ കണ്ടുമുട്ടിയതായി അവകാശപ്പെടുന്നു. അവരുടെ കണ്ണുകളെ മിനുക്കിയ ഒബ്സിഡിയൻ പോലെ തുളയ്ക്കുന്നതായും അവരുടെ ചിരിയെ വളരെ അപൂർവം വനക്കിട്ട പക്ഷേ അവിസ്മരണീയമായതായും അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. മിക്ക ചരിത്രകാരന്മാരും അത് അലങ്കാരമാണെന്ന് തള്ളിക്കളയുന്നു. എന്നാൽ വിശദാംശങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അവർ ചിരിച്ചു, ഒരിക്കൽ മാത്രം. അവരുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചെന്താണ്? പുനർവിവാഹമില്ല, അറിയപ്പെടുന്ന കുട്ടികളില്ല. എന്നിരുന്നാലും രഹസ്യമായി വളർത്തിയ, വാൾപ്പായട്ടത്തിലും ധനകാര്യത്തിലും പരിശീലനം നേടിയ ദത്തുപുത്രിമാരെക്കുറിച്ച് ധാരാളം കിംവദന്തികളുണ്ട്. ഒരു ഇതിഹാസം പറയുന്നു, അവർ ഓരോരുത്തർക്കും ഒരു ജേഡ് പെൻഡന്റും ചെങ്കൊടി എംബ്രോയിഡർ ചെയ്ത ഒരു പട്ടും നൽകിയെന്ന്. തീർത്തും കെട്ടകഥയാണോ? ചിലപ്പോഴാവാം. എന്നാൽ അത് കെട്ടകഥയ്ക്ക് യോജിക്കുന്നു. അവർ ഒരിക്കൽ നയിച്ച ആളുകൾ ചൈനയിലും അതിനപ്പുറത്തും ചിതറിക്കിടന്നു. ചിലർ വ്യാപാരികളുടെ അംഗരക്ഷകരായി, മറ്റു ചിലർ റെസ്റ്റോറന്റുകൾ തുടങ്ങി, ചിലർ സത്യസന്ധമായ ഷിപ്പിംഗിൽ കൈകോർത്തു. പലരും അപ്രത്യക്ഷമായി. അവരുടെ കടൽക്കൊള്ളക്കാരുടെ ഭൂതകാലം തറയുടെ അടിയിൽ സ്വർണം പോലെ നിശബ്ദമായി മറഞ്ഞു. എന്നാൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നദീതീര പട്ടണങ്ങളിലോ കടൽത്തീര ഗ്രാമങ്ങളിലോ, കടൽ രാജ്ഞി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആരെങ്കിലും പിറുപിറുക്കുന്നത് അസാധാരണമായിരുന്നില്ല. അവർ രക്തചൊരിച്ചിൽ ആഗ്രഹിച്ചതുകൊണ്ടല്ല, പക്ഷേ അവർ ക്രമം തെറ്റിയതുകൊണ്ടാണ്. അവരുടെ ക്രമം, അതായിരിക്കാം ഏറ്റവും അത്ഭുതകരമായ വഴിതിരിവ്. അവർ പ്രതിനിധീകരിക്കേണ്ടി വന്ന എല്ലാ കുഴപ്പങ്ങൾക്കും ശേഷവും മാഡം ചിങ്ങിന്റെ യഥാർത്ഥ പൈതൃകം ഭീകരതയായിരുന്നില്ല, അത് ഘടനയായിരുന്നു. അവർ നിയമവിരുദ്ധമായ ഒരു ലോകത്തിൽ പ്രവചനീയത കൊണ്ടുവന്നു. അവസരവാദികളുടെ സമുദ്രത്തിലേക്ക് നിയമങ്ങൾ, ഒരുതരം സന്തുലനാവസ്ഥ. രാത്രിയിൽ ആളുകളെ എളുപ്പത്തിൽ ഉറങ്ങാൻ സഹായിക്കുന്ന തരത്തിലുള്ള സന്തുലനാവസ്ഥ. ഇപ്പോഴും സമുദ്ര ചരിത്രകാരന്മാർ ചിലപ്പോഴവരുടെ ഭരണത്തെ നോക്കി കണ്ണുചിമ്മാറുണ്ട്. അവർ ചോദിക്കുന്നു, വെടിമരുന്ന് പോലെ അസ്ഥിരമായ മത്സരങ്ങളും അഹങ്കാരങ്ങളുമുള്ള ആയിരങ്ങളിൽ കണക്കിന് മനുഷ്യരെ നിയന്ത്രിക്കാൻ അവർക്കെങ്ങനെ കഴിഞ്ഞു? കൃത്യമായ ഉത്തരമില്ല, ഊഹങ്ങൾ മാത്രം. ചിലർ പറയുന്നു അത് അവരുടെ കരിസ്മയാണെന്ന്, മറ്റു ചിലർ പറയുന്നു അവരുടെ ക്രൂരതയാണെന്ന്. ചിലർ അവരുടെ മുഖങ്ങൾക്കും പേരുകൾക്കും അവരുടെ ഷാർപ്പായ ഓർമ്മയെ ഉദ്ധരിക്കുന്നു. അവൾ പ്രമോഷൻ നൽകിയ എല്ലാ ഉദ്യോഗസ്ഥരെയും അവർ ഓർമ്മിച്ചുവെന്ന് കരുതുന്നു. ആരും അവളെ 2 തവണ കടന്നില്ല എന്ന ഭയമായിരുന്നു അവളുടെ രഹസ്യമെന്ന് ചിലർ വിശ്വസിക്കുന്നു. ചിലപ്പോൾ അതിരുതായിരിക്കാം. അവർ ആളുകളെ ഭാവിയിൽ വിശ്വസിപ്പിച്ചു. അത് കടൽനുഴയിൽ എഴുതിയ ഭാവിയാണെങ്കിൽ പോലും. ലോകം ആവിക്കപ്പലുകളിലേക്കും ടെലഗ്രാഫുകളിലേക്കും തിരിഞ്ഞപ്പോഴേക്കും മാഡം ചിങ് ഇതിഹാസത്തിലേക്ക് വഴുതി വീണിരുന്നു. എന്നാൽ കടൽവെള്ളം പോലെ അവരുടെ കഥ അപ്രതീക്ഷിത സ്ഥലങ്ങളിലേക്കൊഴുകിക്കൊണ്ടിരുന്നു. അവസാന വർഷങ്ങളിൽ പോലും അവർ പശ്ചാത്തലത്തിൽ ഒരു നിശബ്ദ ശക്തിയായി തുടർന്നു. യുദ്ധവിളികളിലൂടെയല്ല, മറിച്ച് മന്ത്രിച്ച ഉപദേശങ്ങളിലൂടെയും മാന്യമായ നിശ്ചലതയിലൂടെയും അവരുടെ പാരമ്പര്യം ഇപ്പോൾ ഒഴുകിയെത്തിയ ഒരു സ്ത്രീ. അവളുടെ പിൽക്കാല ജീവിതത്തിലേക്ക് നമുക്ക് സൂക്ഷ്മമായി നോക്കാം. 1830കളിൽ
യൂറോപ്യൻ ശക്തികൾ ഏഷ്യയിലേക്ക് കൂടുതൽ ആഴത്തിൽ കുതിച്ചപ്പോൾ കറുപ്പ് യുദ്ധങ്ങൾ ചക്രവാളത്തിൽ തെളിഞ്ഞു. ചരിത്രം വീണ്ടും മാറാൻ തയ്യാറെടുക്കുന്നത് മാഡം ചിങ് നിരീക്ഷിച്ചു. അവർ ഇപ്പോൾ 60കളിലായിരുന്നു. കടലാക്രമണങ്ങളിൽ ഒരിക്കൽ കഠിനമായ ചുരുളുകളായി വളച്ചൊടിച്ച അവളുടെ മുടി വെള്ളികൊണ്ട് വരച്ചിരുന്നു. സിൽക്ക് സ്കാർഫുകളിൽ ഭംഗിയായി ബന്ധിച്ചിരുന്നു. അവളുടെ വസ്ത്രങ്ങൾ ലളിതമായി, എന്നാൽ ഒരിക്കലും അവിക്തമെങ്കിലും. വിരമിക്കലിലും വില കുറച്ചു കാണാൻ വിസമ്മതിക്കുന്ന ഒരാളെപ്പോലെയാണ് അവർ വസ്ത്രം ധരിച്ചത്. ഈ സമയത്ത് അവരെ കണ്ടുമുട്ടിയവർ പലപ്പോഴും അവരുടെ ഭാവത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടു. നേരായത്, അചഞ്ചലമായത്. ക്ഷമാപണം കൂടാതെ സ്ഥലമേറ്റെടുത്ത ഒരു സ്ത്രീ. അവൾ ഗ്വാങ്ഷോ വിട്ടുപോകുന്നത് വളരെ അപൂർവമായിരുന്നുവെങ്കിലും അവൾ ഒറ്റപ്പെട്ടിരുന്നില്ല. ശാന്തമായ വൈകുന്നേരങ്ങളിൽ മുൻ കടൽക്കൊള്ളക്കാരുടെ ഒരു ചെറിയ സംഘത്തോടൊപ്പം അവൾ മാർക്കറ്റുകളിൽ നടന്നു. ഇപ്പോൾ നരച്ച മുടിയുള്ള, വടികളും കഥകളുമുള്ള മനുഷ്യർ. ചില ഗ്രാമവാസികൾ അവളെ തിരിച്ചറിഞ്ഞു, വണങ്ങി. മറ്റുള്ളവർ അവളെ ഭയപ്പെടണോ അതോ ബഹുമാനിക്കണോ എന്നറിയാതെ മാറി നിന്നു. അവൾ ഒരിക്കലും ശബ്ദമുയർത്തിയില്ല. അവൾക്കൊരിക്കലും അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. അവളുടെ ആയുധങ്ങൾ വളരെക്കാലം സൂക്ഷിച്ചിരുന്നെങ്കിലും അവൾ ഇപ്പോഴും അധികാരത്തിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ മാത്രമാണ് അത് കൂടുതൽ നിശബ്ദമായത്. സ്വാധീനത്തിൻ്റെ രൂപത്തിലുള്ളത്, നിർദ്ദേശം പോലെ, ഗവർണറുടെ അനന്തരവൻ എവിടെ നിന്ന് വീഞ്ഞു വാങ്ങിയെന്ന് അറിയുന്നതുപോലെ. 1839 ഒരു വ്യാപാരിയുടെ ജേണലിൽ ഒരു ക്ഷണിക പരാമർശം അടങ്ങിയിരിക്കുന്നു. ഇന്ന് രാവിലെ കടലിൻ്റെ വിധവയുമായി സംസാരിച്ചു. നമ്മുടെ വ്യാപാര കപ്പൽപ്പട വികരിപ്പിക്കാൻ അവൾ ഉപദേശിച്ചു. രാത്രിയാകുന്നതോടെ വിദേശ തോക്കുബോട്ടുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അവരുടെ മുന്നറിയിപ്പ് പ്രവചനാത്മകമാക്കി തീർത്തു. കടലിൻ്റെ വിധവ, അതാണ് അവർ അവളെ ഇപ്പോൾ വിളിച്ചത്. ഒരു പഴയ ഇതിഹാസത്തിനുള്ള പുതിയ പേര്. അവൾ പ്രാദേശിക തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരുന്നു. സ്വത്ത് അതിർത്തികൾ, നദിയുടെ ടോൾ വിയോജിപ്പുകൾ, ഷിപ്പിംഗ് കരാറുകൾ. ഔദ്യോഗിക മജിസ്ട്രേറ്റുമാരെക്കാൾ ആളുകൾ അവളെ വിശ്വസിച്ചു. കാരണം അവൾക്ക് തെളിയിക്കാൻ ഒന്നുമില്ല, താങ്ങി നിർത്താൻ ഒരു സാമ്രാജ്യവുമില്ല. അവരുടെ പേരും അതിനു പിന്നിലെ ഭാരവും മാത്രം. അവൾ തൻ്റെ പൂന്തോട്ടത്തിൽ ഒരു ചെറിയ ആരാധനാലയം സൂക്ഷിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ദൈവങ്ങൾക്കോ പൂർവികർക്കോ അല്ല, കടലിന് തന്നെയായിരുന്നു. കോമ്പസ് പോയിന്റുകൾ പോലെ ക്രമീകരിച്ച ഷെല്ലുകൾ, ചിഹ്നങ്ങളിൽ കൊത്തിയെടുത്ത ഡ്രിഫ്റ്റ് വുഡ്, ഒരു മുളങ്കമ്പിൽ നിന്ന് ഒരു ചുവന്ന റിബൺ പറന്നുയരുന്നു. ആരും അത് നീക്കാൻ ധൈര്യപ്പെട്ടില്ല. പിന്നെ തികച്ചും അപ്രതീക്ഷിതമായ എന്തോ ഒന്ന് സംഭവിച്ചു. 1840 ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ പ്രഭാതത്തിൽ ക്യുങ് ഉദ്യോഗസ്ഥർ വീണ്ടും നാവിക പരിചയമുള്ള വിരമിച്ച വ്യക്തികളുമായി കൂടിയാലോചിക്കാൻ തുടങ്ങി. മാഡം ചിങ്ങിൻ്റെ പേര് അവരുടെ ഹാളുകളിലേക്ക് വീണ്ടും പൊങ്ങിവന്നു. ഒരു സംശയിതമായിട്ടല്ല, മറിച്ച് ഒരു ഉറവിടമായിട്ടും. അവർ ഔദ്യോഗികമായി കൂട്ടത്തിൽ തിരിച്ചെത്തിയതായി ഒരു രേഖയുമില്ല. എന്നാൽ നിരവധി മധ്യതല ഉദ്യോഗസ്ഥർ അവരുടെ വീട് സന്ദർശിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ചിലർ ചായ കുടിക്കാൻ, ചിലർ ചുരുളുകളും ഭ്രാന്താകുലമായ ചോദ്യങ്ങളുമായി. ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ഒരാൾ ചോദിച്ചു, അവരെ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ തടഞ്ഞു? അവൾ മറുപടി പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ ശിക്ഷിച്ചു, ഞാൻ അവർക്ക് ഭക്ഷണം നൽകി. ലളിതമായ ഉപദേശം, ക്രൂരമായി ഫലപ്രദമാണ്. ഇതിനിടയിൽ പൊതുജനങ്ങളുടെ ഓർമ്മയിൽ അവരുടെ ഭൂതകാലം പുതിയ രൂപങ്ങൾ കൈക്കൊണ്ടു. കൊടുങ്കാറ്റുകളിൽ ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നാവികർ അവരുടെ കൈത്തണ്ടയിൽ അവരുടെ ഇനീഷ്യലുകൾ, അഥവാ ചിങ് എന്നതിനുള്ള സ്റ്റൈലൈസ്ഡ് ചൈനീസ് അക്ഷരങ്ങൾ പച്ചകുത്തി. ഒരു പ്രാദേശിക സ്കൂൾ അവരുടെ പഴയ കപ്പൽ ചരിത്ര റൂട്ടുകളെ കേസ് സ്റ്റഡികളായി ഉപയോഗിച്ചുകൊണ്ട് ഭൂമിശാസ്ത്രം പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു ചെറിയ കുട്ടികളുടെ പുസ്തകം പോലും പ്രത്യക്ഷപ്പെട്ടു. മാർക്കറ്റ് സ്റ്റാളുകളിൽ നിശബ്ദമായി വിറ്റു.
ദ ലേഡി ഓഫ് ദ റെഡ് ഫ്ലാഗ്. ചിത്രീകരിച്ചത്, അണുവിമുക്തമാക്കിയത്, പക്ഷേ സംശയമില്ലാതെ അത് മാഡം ചിങ് ആയിരുന്നു എന്ന വസ്തുത. തന്റെ പ്രതിബിംബത്തിന്റെ ഈ മൃദുലതയിൽ അവൾ രസിച്ചുവോ? ആർക്കും അറിയില്ല. എന്നാൽ ഒരു വേലക്കാരി അവൾ മൃദുവായി ചിരിക്കുന്നതായി ഓർക്കുന്നു. ഒരു കുട്ടി മാഡം ചിങ് ആണെന്ന് നടിക്കുന്നത് കണ്ടപ്പോഴായിരുന്നു അത്. ഒരൊറ്റപ്പെട്ട മന്ത്രിച്ച ചിരി, അത്രമാത്രം. കറുപ്പ് യുദ്ധം കടുത്തതോടെ ബ്രിട്ടീഷ് തോക്കുബോട്ടുകൾ തീരപ്രദേശം ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. മാഡം ചിങ് നഗരം വിട്ടുപോകാൻ വിസമ്മതിച്ചുവെങ്കിലും അവരുടെ നിരവധി സുഹൃത്തുക്കൾ അങ്ങനെ ചെയ്തു. കടൽ എന്നെ ആഗ്രഹിക്കുന്നുമെങ്കിൽ എന്നെ എവിടെ കണ്ടെത്തണമെന്നതിനറിയാം എന്നാണ് അവർ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ അവസാന വർഷങ്ങൾ എല്ലാവിധത്തിലും അവരുടെ നിലവാരമനുസരിച്ച് ശാന്തമായിരുന്നു. അവർ പ്രഭാത നടത്തം തുടർന്നു, ചായ വിളക്ക് നൽകുന്നത് തുടർന്നു, മീൻ കച്ചവടക്കാരൻ അല്പം കൂടുതൽ പണം നൽകുന്നത് തുടർന്നു. അവന്റെ മീനിന്റെ ഗുണനിലവാരത്തിനല്ല, മറിച്ച് അവൻ അവരുടെ ഏറ്റവും വേഗതയുള്ള കപ്പലിൽ ജോലി ചെയ്യുമായിരുന്നു എന്നതിനാലാണ്. പിന്നെ നിശബ്ദമായി അവൾ മരിച്ചു. ഗംഭീരമായ വിടപാടൊന്നുമില്ലായിരുന്നു, മരണക്കിടക്കയിൽ വിളക്കുകളൊന്നുമില്ലായിരുന്നു. പൂന്തോട്ടത്തിൽ ഒരു നിശ്ചലത, കോയിക്കുളത്തിലെ ഞാണുകളിലൂടെ ഒരു കാറ്റ്, പ്ലം മരത്തിനടിയിൽ ഒരു ഒഴിഞ്ഞ കസേര. ഔദ്യോഗികമായ സംസ്ഥാന വിളാപമൊന്നുമില്ലായിരുന്നു, വെടിക്കെട്ടുകളൊന്നുമില്ലായിരുന്നു. എന്നാൽ തെക്കൻ പ്രവിശ്യകളിലെല്ലാമിടത്തും വിളക്കുകൾ തെളിഞ്ഞു. കൽപ്പന പ്രകാരമല്ല, ഓർമ്മയ്ക്കായി. വർഷങ്ങൾ കടന്നുപോയി. സാമ്രാജ്യങ്ങൾ തകർന്നു. പഴയ ബാനറുകൾ പറന്നിരുന്നിടത്ത് പുതിയ പതാകകൾ ഉയർന്നുവന്നു. കപ്പലുകൾക്ക് പകരം ആവിക്കപ്പലുകൾ, സിഗ്നൽ പതാകകൾക്ക് പകരം റേഡിയോകൾ. ഒരു ദിവസം GPS. മാഡം ചിങ് ഒരിക്കൽ സഹജാവബോധം, വേലിയേറ്റം, തീജ്വാല എന്നിവയാൽ ഭരിച്ച അതേ വെള്ളത്തിലൂടെ കപ്പലുകളെ നയിക്കും. പക്ഷെ എങ്ങനെയോ അവൾ തുടർന്നു. പാഠപുസ്തകങ്ങളിലല്ല, എല്ലായ്പ്പോഴുമല്ല, പക്ഷേ അരികുകളിൽ, നാവികരുടെ കഥയിൽ. ഉടമ്പടികൾക്കും നാവിക അക്കാദമികൾക്കും മുമ്പ് ആയിരക്കണക്കിന് ആളുകളെ നയിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്നും ഒരിക്കലും അനുവാദം ചോദിക്കാതെ അത് ചെയ്തുവെന്നും അറിയാമായിരുന്ന ഒരാളിൻ്റെ നിശബ്ദമായ തലയാട്ടലിൽ. 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിലേക്ക് വഴിമാറിയപ്പോൾ മാഡം ചിങ്ങിൻ്റെ ഇതിഹാസം വീണ്ടും പരിണമിച്ചു. ഇപ്പോൾ അവൾ നോവലുകളിലും പരമ്പരാ കഥകളിലും ഓപ്പരകളിലും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഒരു കന്റോണീസ് ഓപ്പരാവധിപ്പിൽ പ്രണയത്തിനും കടമയ്ക്കുമിടയിൽ തകർന്ന അവിശ്വസ്തനായ ഒരു അഡ്മിറലിന്റെ വഞ്ചന നേരിടുന്ന ഒരു ദുരന്ത നായികയായി അവളെ പുനർസങ്കൽപ്പിക്കുന്നു. ചരിത്രപരമായി അസംബന്ധം, പക്ഷേ നാടകീയമായി തൃപ്തികരമാണ്. പ്രേക്ഷകർ കരയുന്നു, തിരശ്ശീല വീഴുന്നു. സ്വാതന്ത്ര്യങ്ങളെ ആരും കാര്യമാക്കുന്നില്ല. ഫ്രാൻസിൽ ഒരു യാത്രാ ജേണൽ സ്ത്രീകൾ മാത്രമുള്ള ഒരു കപ്പലിനെ നയിച്ചതായി തെറ്റായി ആവശ്യപ്പെടുന്നു. അമേരിക്കകളിൽ അവർ ഒരു വരി ജിജ്ഞാസയിലേക്ക് ചുരുങ്ങി. ചൈനയുടെ കടൽക്കൊള്ളക്കാരുടെ രാജ്ഞി, ബ്ലാക്ക് ബിയർഡിനേക്കാൾ കൂടുതൽ കപ്പലുകൾ. തെറ്റായി ഓർമ്മിക്കപ്പെട്ടാലും അവർ അപ്രത്യക്ഷമാകാൻ വിസമ്മതിക്കുന്നു. മക്കാവുവിൽ ഒരിക്കൽ അവർ വ്യാപാരപാതകൾ ഉപരോധിച്ച സ്ഥലത്തുനിന്ന് ഒരു ഫെറി യാത്ര അകലെയുള്ള സ്കൂൾ കുട്ടികൾക്ക് അവരുടെ കഥയുടെ മൃദുവായ വർഷൻ പഠിപ്പിച്ചു. സമാധാനം സ്ഥാപിച്ച വിധവ, കടലമ്മ, അവസാനത്തെ കടൽക്കൊള്ളക്കാരുടെ രാജ്ഞി. വീണ്ടും അതൊന്നും കൃത്യമല്ല, പക്ഷേ ഇതെല്ലാം അവരുടെ ഓർമ്മയ്ക്ക് വസ്തുതയേക്കാൾ ആഴമുള്ള വേരുകളുണ്ടെന്നതിൻ്റെ തെളിവാണ്. അതിനിടയിൽ പണ്ഡിതന്മാർ മറ്റൊരു കാഴ്ചപ്പാട് സ്വീകരിച്ചു. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അക്കാഡമിക് വിദഗ്ധർ അവഗണിച്ചപ്പെട്ട ചരിത്രവ്യക്തികളെ വീണ്ടും സന്ദർശിക്കാൻ തുടങ്ങി. ഒരടിക്കുറിപ്പോ വർണ്ണാഭരമായ കഥയുമായി തള്ളിക്കളഞ്ഞ മാഡം ചിങ് ഒടുവിൽ അവർക്കർഹിച്ചത് നേടിക്കൊടുത്തു. സമുദ്ര ജേണലുകളിൽ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ആധുനിക വാർത്താവിനിമയമില്ലാതെ അവരെങ്ങനെ ക്രമം പാലിച്ചുവെന്ന് അവരുടെ കോഡിനെ പരിശോധിച്ചു. അതിനെ നാവിക നിയമവുമായി താരതമ്യം ചെയ്തു. ബിസിനസ് സ്കൂളുകൾ വരെ ഉത്സാഹഭരിതരായി. വികേന്ദ്രീകൃത നേതൃത്വത്തെക്കുറിച്ചും പ്രതിസന്ധി മാനേജ്മെന്റിനെക്കുറിച്ചുമുള്ള പ്രഭാഷണങ്ങളിൽ അവരുടെ നേതൃത്വഘടന ഉദ്ധരിക്കപ്പെട്ടു. ഒരു ഹാർവേഡ് പ്രൊഫസർ ഒരിക്കൽ അവളെ തമാശയായി കടൽക്കൊള്ളയിലെ ജാക്ക് വെൽച്ച് എന്ന് വിളിച്ചു. ചരിത്രപരമായ ആശയക്കുഴപ്പത്തിൽ പൊതിഞ്ഞ ഒരു അഭിനന്ദനം. പക്ഷേ
വികാരം അവിടെ ഉണ്ടായിരുന്നു. എങ്കിലും മിത്തുകൾ സ്ഥിരമായിരുന്നു. ചിലർ പറഞ്ഞു അവൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന്. മറ്റു ചിലർ വിശ്വസിക്കുന്നു അവൾ മരണം വ്യാജമാക്കി കടലിലേക്ക് മടങ്ങി ഒരു പുതിയ പേരിൽ നിത്യമായ അവ്യക്തതയിലേക്ക് യാത്ര ചെയ്തു എന്ന്. പ്രത്യേകിച്ചും ധൈര്യപൂർണമായ ഒരു സിദ്ധാന്തം അവകാശപ്പെടുന്നത് അവൾ ഒരു സന്യാസിയായി മാറി കടന്നുപോകുന്ന യാത്രക്കാർക്ക് നിഗൂഢമായ ഉപദേശം നൽകിയെന്നാണ്. ഒരുപക്ഷേ കൃത്യമല്ല, പക്ഷേ ആരാണ് പരിശോധിക്കുന്നത്? ജനപ്രിയ സംസ്കാരത്തിൽ അവൾ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ വളരാൻ തുടങ്ങി. ഒരു ഹോങ്കോങ് വീഡിയോ ഗെയിം അവർക്ക് അമാനുഷിക ശക്തികൾ നൽകി. ഒരു ജാപ്പനീസ് മാംഗ അവളെ ഒരു സമയം യാത്ര ചെയ്യുന്ന യോദ്ധാവായി പുനർസങ്കൽപ്പിച്ചു. ഒരു ഹോളിവുഡ് ഫിലിം അവരുടെ പ്രശസ്തിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കഥാപാത്രത്തെ വളരെ ലൂസായി സൂചിപ്പിച്ചു. അതൊന്നും പൂർണ്ണമായും കൃത്യമല്ല, എല്ലാം വിചിത്രമായി ആഹ്ലാദികരം. എങ്കിലും ഏറ്റവും വിശ്വസ്തമായ പ്രതിധ്വനികൾ പ്രാദേശികമായിരുന്നു. ഗ്വാങ്ഡോങ്ങിൽ ചെറിയ മത്സ്യഫിട്ട ഗ്രാമങ്ങൾ ഇപ്പോഴും സുരക്ഷിത യാത്രകൾക്കായി ആചാരങ്ങൾ പാലിക്കുന്നു. അതിലൊന്ന് ചുവന്ന മിനുകുതിരികൾ കത്തിച്ച് പേപ്പർ ബോട്ടുകളിൽ വയ്ക്കുക. ചില പ്രദേശങ്ങളിൽ ആ മെഴുകുതിരികൾ ഇപ്പോഴും മാഡംസ് ലൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഒരിക്കൽ ചക്രവാളം ഭരച്ചിരുന്ന കടൽ കൊള്ളക്കാരിയുടെ രാജ്ഞിയോട് ഒരു ആദരവ്. പഴയ നാവികൾ ഇപ്പോഴും അവരുടെ കഥ പറയുന്നു. പലപ്പോഴും മൂന്നാമത്തെ പാത്രം അരിവീഞ്ഞിന് ചുറ്റും, വെള്ളത്തിൽ ചന്ദ്രപ്രകാശം പോലെ തിളങ്ങുന്ന കണ്ണുകൾ. അവൾക്കീ ഒരിക്കലും ശബ്ദമുയർത്തിയില്ല, പക്ഷെ എല്ലാവരും ശ്രദ്ധിച്ചു. അവൾക്കൊരു കൊടുങ്കാട്ടിൽ 20 കെട്ടുകൾ കിട്ടാം, ചായ ഒരിക്കലും ഒഴിക്കില്ല. ഒരിക്കൽ ഒരു പോർച്ചുഗീസ് ഗവർണറെ ഭയപ്പെടുത്തി സ്വയം നനയ്ക്കാൻ അവൾ തീരുമാനിച്ചു. അയാളതൊരിക്കലും സമ്മതിച്ചില്ല. ഈ കഥകൾ സത്യമാണോ? ആർക്കാണ് താൽപ്പര്യം? ഇതിഹാസങ്ങളുടെ കാര്യം അതാണ്. അവ കൃത്യമായ തീയതികളെക്കുറിച്ചോ പരിശോധിച്ച അടിക്കുറിക്കളെക്കുറിച്ചോ അല്ല. ഒരു പേര് ആളുകളെ എങ്ങനെ തോന്നിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. കൂടുതൽ സുരക്ഷിതത്വം തരുന്നു, കൂടുതൽ ശക്തി തരുന്നു, കുറച്ചുകൂടി ധൈര്യം തരുന്നു. ഇല്ല, എനിക്ക് മറ്റൊരു വഴിയുണ്ട് എന്ന് പറയാൻ കുറച്ചുകൂടി കഴിവ് തരുന്നു. മാഡം ചിങ്ങിൻ്റെ പേരോ? അതിപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നു. കാരണം അവൾ ഒരു കടൽക്കൊള്ളക്കാരിയോ രാജ്ഞിയോ കമാൻഡറോ അല്ലെങ്കിൽ ഒരു മിത്തോ ആയി ഓർമ്മിക്കപ്പെട്ടാലും അവൾ എന്തും തുറന്നു. ചരിത്രത്തിൻ്റെ ഉപരിതലത്തിനടിയിൽ ഇപ്പോഴും പൊങ്ങിക്കിടക്കുന്ന ഒരു സത്യം. ആ ശക്തി എപ്പോഴും അത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാണണമെന്നില്ല. ആ നേതൃത്വത്തിന് പട്ടുവസ്ത്രം ധരിക്കാനും നിശബ്ദനാകാനും കഴിയും. ഭയം ബുദ്ധിപൂർവം ഉപയോഗിച്ചാൽ ഒരു പരിചയായി മാറും. നിങ്ങളുടെ കഥ നിങ്ങൾക്ക് വേണ്ടി തീരുമാനിക്കാൻ ആർക്കും, തീർച്ചയായും ആർക്കും, കഴിയില്ല. ഇന്നത്തെ തീരപ്രദേശം നമുക്ക് സങ്കൽപ്പിക്കാം. പേൾ റിവർ ഡെൽറ്റയിലെവിടെയോ യാത്രക്കാരെയും വിനോദസഞ്ചാരികളെയും കൊണ്ടു നിറഞ്ഞ ഫെറികൾ വന്നുപോകുന്നു. ജക്കാർത്ത, സാൻ ഫ്രാൻസിസ്കോ, നൈരോബി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന കണ്ടെയ്നറുകൾ കയറ്റിക്കൊണ്ട് ഷിപ്പിംഗ് ഡോക്കുകളിൽ ക്രെയിനുകൾ പറക്കുന്നു. ഉയർന്ന കെട്ടിടങ്ങളുടെ ജനാലകളിൽ നിയോൺ അടയാളങ്ങൾ മിന്നിമറയുന്നു. അവരുടെ ഫോണുകളിൽ ആർക്കും കടൽക്കൊള്ളക്കാരെ കാണാൻ സമയമില്ല. എന്നാൽ നിങ്ങൾ ശരിയായ വ്യക്തിയോട്, ഒരുപക്ഷേ ഒരു ചായക്കടക്കാരനോടോ ഒരു വൃദ്ധനായ മത്സ്യത്തൊഴിലാളിയോടോ ചോദിച്ചാൽ അവർ കടൽ ഓർമ്മയുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞേക്കാം. GPS-ൻ്റെയോ മാപ്പുകളുടെയോ പരിധിക്കപ്പുറം ഒരിക്കൽ ഏറ്റവും ശക്തമായ സാമ്രാജ്യങ്ങളെ ഇളക്കിമറിച്ച ഒരു സ്ത്രീയുടെ പാരമ്പര്യം അവിടെ പൊങ്ങിക്കിടക്കുന്നു. കാരണം മാഡം ചിങ് ചെയ്തത് വെറും ധൈര്യമായിരുന്നില്ല, അത് വ്യവസ്ഥാപിതമായിരുന്നു. പീരങ്കികളിൽ നിന്നും മാത്രമല്ല, നിയമങ്ങളിൽ നിന്നാണ് അവളുടെ ശക്തി ലഭിച്ചത്. നടപ്പിലാക്കുന്നതിൽ നിന്നും, സ്ഥിരമായ കൈകൊണ്ട് നീതി നൽകുന്നതിൽ നിന്നും, ഇടയ്ക്കിടയ്ക്ക് മുഖത്തേക്ക് ഒരു ചെരുപ്പ് നൽകുന്നതിൽ നിന്നും. പ്രസിദ്ധമായി കർത്തുരമായി പറഞ്ഞ അവരുടെ കടൽക്കൊള്ളക്കാരുടെ നിയമം അക്കാലത്തെ പല ദേശീയ നാവികസേനകളെക്കാളും നന്നായി ക്രമം പാലിച്ചു. കൊള്ളയെക്കുറിച്ച് കള്ളം പറയണോ? ചാട്ടവരിയടി. ഒരു ഗ്രാമീണ സ്ത്രീയെ ഉപദ്രവിക്കണോ? വധിക്കപ്പെട്ടു. ഉത്തരവുകൾ അനുസരിക്കാതിരിക്കണോ? ഓ, നിങ്ങൾ ചാട്ടവരിയടി ആഗ്രഹിച്ചേക്കാം. ഫലം ക്രൂരമായ എന്നാൽ ന്യായമായ അച്ചടക്കത്തിൻ്റെ ഒരു സംസ്കാരമായിരുന്നു. അതെത്ര വിചിത്രമായി തോന്നിയാലും അവരുടെ മുൻ കടൽക്കൊള്ളക്കാരിൽ പലരും പിന്നീട് ആ ഘടന നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പ്രവചനീയതയില്ലായ്മ,
വലുതും തടയാനാവാത്തതുമായ ഒന്നിന്റെ ഭാഗമാകുന്നതിന്റെ ബോധം. മാനദണ്ഡ പ്രവർത്തനങ്ങളോടെ ആദ്യത്തെ ആധുനിക ക്രിമിനൽ സിൻഡിക്കേറ്റ് സൃഷ്ടിച്ചുവെന്നും പിന്നീട് അതിന്റെ ഉച്ചസ്ഥായിയിൽ അത് സ്വമേധയാ പൊളിച്ചുമാറ്റിയെന്നും ഒരാൾക്ക് വാദിക്കാം. 70,000-ലധികം പേരുടെ ഒരു സംഘത്തെ അവരെങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും അത്ഭുതപ്പെടുന്നു. സ്മാർട്ട് ഫോണുകളില്ല, ടെലിഗ്രാഫുകളില്ല. വിശ്വാസത, പതിവ്, എങ്ങനെയോ അവർ പൂർണ്ണ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തിയ വ്യക്തിബന്ധങ്ങളുടെ സങ്കീർണമായ ഒരു ശൃംഖല. അത് വെറും ക്രൂരമായ ശക്തി മാത്രമായിരുന്നില്ല. അവരുടെ കപ്പലിന്റെ ഫലപ്രാപ്തിയും മനഃശാസ്ത്രീയ യുദ്ധത്തിൽ നിന്നാണ് ഉണ്ടായത്. അവൾക്ക് ഭയം മനസ്സിലായി. അവൾ നാടകം മനസ്സിലായി. ചുവന്ന കപ്പലുകൾ, ഏകോപിത കപ്പൽ ഫോർമേഷനുകൾ, മൂടൽമഞ്ഞ് രാത്രികളിൽ ഭയാനകമായ ഐക്യത്തിൽ തിളങ്ങുന്ന വിളക്കുകൾ. എല്ലാ യുദ്ധത്തിലും അവൾക്ക് പോരാടേണ്ടി വന്നില്ല. പകുതി സമയം ആദ്യത്തെ അമ്പ് പറക്കുന്നതിന് മുൻപ് തന്നെ ശത്രു കീഴടങ്ങി. ചില ക്യാപ്റ്റന്മാർ അവളുടെ കോപം നേരിടുന്നതിന് പകരം വെള്ളത്തിലേക്ക് ചാടി. എന്നിട്ടും അവൾക്ക് കരുണയറിയാം. സഹകരിച്ച ഗ്രാമങ്ങൾക്ക് സംരക്ഷണം ലഭിച്ചു. മത്സ്യത്തൊഴിലാളികൾ ചെറിയൊരു ഫീസ് നൽകി ഒറ്റപ്പെട്ടു. അനുസരിച്ച കടൽക്കൊള്ളക്കാർക്ക് അപ്രതീക്ഷിത സുരക്ഷ ലഭിച്ചു. അവളൊരു സ്വേച്ഛാധിപതിയായിരുന്നില്ല, അവൾ സ്ഥിരതയുള്ളവളായിരുന്നു. അന്നും ഇന്നും പല ഭരണാധികാരികളും നേരിടുന്ന ഒരാശയമാണിത്. പിന്നെ നീതിയെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണം. അവർ ഒരിക്കലും പൊതുവേദികളിൽ സംസാരിക്കുകയോ രാഷ്ട്രീയ പ്രബന്ധങ്ങൾ തയ്യാറാക്കുകയോ ചെയ്തില്ലെങ്കിലും അവരുടെ കടൽക്കൊള്ളക്കാരുടെ നിയമം ആധുനിക പരിഷ്കർത്താക്കൾ പിന്നീട് പ്രതിധ്വനിപ്പിച്ച വിഷയങ്ങളെ പ്രതിധ്വനിപ്പിച്ചു. വെള്ളി മോഷ്ടിക്കുകയും കപ്പലുകൾ കത്തിക്കുകയും ചെയ്ത ഒരാളെക്കുറിച്ച് പറയുന്നത് വിചിത്രമായ കാര്യമാണ്. പക്ഷേ മാഡം ചിങ് ഒരു ക്ലോസറ്റ് ബ്യൂറോക്രാറ്റ് ആയിരിക്കാം, ഒരു കോമ്പസിന്റെ ധാർമ്മിക കോമ്പസ് ഉള്ളവരാൾ. വൈകാരികമല്ല, പ്രായോഗികമായി. അവരുടെ കോഡ് തുടർന്നു, അത് പകർത്തു, അനുകരിച്ചു, വിവർത്തനം ചെയ്തു. അതിന്റെ ഭാഗങ്ങൾ പ്രാദേശിക ക്രിമിനൽ സിൻഡിക്കേറ്റുകളിലേക്കും അതിർത്തി സുരക്ഷാസേനകളിലേക്കും വ്യാപാര ഗിൽഡുകളിലേക്കും കടന്നുവന്നു. കടൽക്കൊള്ളക്കാരുടെ കഴിവ് നഷ്ടപ്പെട്ടെങ്കിലും യുക്തി തുടർന്നു. നിയമങ്ങൾ വ്യക്തമായി കീപ്പ് ചെയ്യുക, അവ വേഗത്തിൽ നടപ്പിലാക്കുക, വിശ്വാസ്യതയ്ക്ക് പ്രതിഫലം നൽകുക, വഞ്ചനയെ ശിക്ഷിക്കുക. ആധുനിക മാനേജ്മെന്റ് സിദ്ധാന്തികൾ അതിനെ പ്രതീക്ഷകളുടെ വ്യക്തത എന്ന് വിളിക്കും. മാഡം ചിങ് അതിനെ അതിജീവനമെന്ന് വിളിച്ചു. കടലിൽ മാത്രമല്ല അവരുടെ സ്വാധീനം അനുഭവപ്പെട്ടത്. തീരദേശ ഗ്വാങ്ഡോങ്ങിലെ വീടുകളിൽ അമ്മമാർ അവരുടെ പേര് ഭീഷണിയായും പ്രചോദനമായും വിളിച്ചു പറയാൻ തുടങ്ങി. നിങ്ങളുടെ അരി കഴിക്കൂ, അല്ലെങ്കിൽ മാഡം ചിങ് നിങ്ങൾക്കായി വരും എന്നവർ പറയും. കുട്ടി, അവൾ മോശമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉത്തരം എപ്പോഴും ലളിതമായിരുന്നില്ല. ഇല്ല, പക്ഷേ അവൾ നിങ്ങൾ നിരാശപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നില്ല. ഒരുപക്ഷേ അതായിരിക്കാം അവരുടെ ഇതിഹാസത്തിന്റെ യഥാർത്ഥ മാന്ത്രികത. അത് നായകനോ വില്ലനോ എന്ന വിഭാഗങ്ങളിൽ കൃത്യമായി വീഴാൻ വിസമ്മതിക്കുന്നതുകൊണ്ടായിരിക്കാം. ഇടയ്ക്കുള്ള കാലത്ത് അവർ നിലനിന്നു. ചാരനിറത്തിലെ കടൽ മൂടൽമഞ്ഞ്, ധാർമ്മിക മൂടൽമഞ്ഞ്. ആ അവ്യക്തതയിൽ അവർ ഏതൊരു മിനുക്കിയ രാജാവിനേക്കാളും വിശുദ്ധ വിപ്ലവകാരിയേക്കാളും കൂടുതൽ ആപേക്ഷികമായി. അവരുടെ കാലത്തെ മുഴുവൻ പുരുഷ കടൽക്കൊള്ളക്കാരും തൂക്കുമരത്തിലേക്കോ അടിക്കുറിപ്പുകളിലേക്കോ അപ്രത്യക്ഷമായപ്പോൾ അവൾ സഹിച്ചു നിൽക്കുന്നു. എന്തുകൊണ്ട്? ഒരുപക്ഷേ അവർ നിയമം മാത്രമല്ല ആഖ്യാനവും ലംഘിച്ചതുകൊണ്ടായിരിക്കാം. അവർ കടലിൽ മരിച്ചില്ല. അസൂയയുള്ള ഒരു കാമുകൻ അവരെ ഒറ്റിക്കൊടുത്തില്ല. കടൽക്കാക്കകൾ തലയ്ക്ക് മുകളിൽ കരയുമ്പോൾ അവരെ ഒരു വിദേശ തുറമുഖത്തിൽ തൂക്കിലേറ്റിയില്ല. അവർ സ്വന്തം അന്ത്യം എഴുതി. അവർ സമാധാന ചർച്ച നടത്തി. അവൾ വിരമിച്ചു. അവൾ ബിസിനസ്സുകൾ നടത്തി. അവൾ നന്നായി ജീവിച്ചു. അവൾ മുമ്പ് ആരായിരുന്നുവോ അതിനൊരിക്കലും ക്ഷമ ചോദിക്കാതെ അവൾ എല്ലാം ചെയ്തു. അതുമാത്രമാണ് വിപ്ലവകരമായിരുന്നത്. അതുകൊണ്ടാണ് പലരും മെഴുകുതിരികൾ കത്തിക്കുന്നത്, കഥകൾ പറയുന്നത്. അവരുടെ പേര് ബോട്ടിൽ നിന്നും ബോട്ടിലേക്കും, മുത്തശ്ശിയിൽ നിന്ന് കുട്ടിയിലേക്കും, സ്റ്റേജിൽ നിന്നും സ്ക്രീനിലേക്കും കൈമാറുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ദക്ഷിണ ചൈന കടലിലാണെങ്കിൽ മൂടൽമഞ്ഞ് ശക്തമായി ഉരുണ്ടിട്ട് കാറ്റ് നിശ്ചലമായാൽ ആരെങ്കിലും പകുതി തമാശയായി മന്ത്രിച്ചേക്കാം, മാഡം ചിങ് വേളിയേറ്റങ്ങൾ പരിശോധിക്കുന്നു എന്ന്.
നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ തോളിൻ മുകളിലൂടെ നോക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ മാഡം ചിങ്ങിൻ്റെ ശ്രദ്ധേയമായ യാത്രയുടെ അവസാന ഘട്ടത്തിലെത്തുന്നു. പരാജയത്തിൻ്റെയോ നിരാശയുടെയോ അവസാനമല്ല, മറിച്ച് സമ്പാദിച്ച നിശ്ചലതയുടെ അവസാനമാണ്. അവരുടെ കഥ നമ്മൾ പ്രതീക്ഷിച്ച മിക്കവാറും എല്ലാ സമുദ്ര ട്രോപ്പുകളെയും വെല്ലുവിളിക്കുന്നു. ഒരു അന്തിമ യുദ്ധമില്ല, കൃപയിൽ നിന്നുള്ള കൈപ്പേറിയ വീഴ്ചയില്ല, പ്രണയഖേദങ്ങൾ കൊത്തിയെടുത്ത ഒരു ശവക്കുഴി അടയാളവുമില്ല. പകരം നമുക്കവശേഷിക്കുന്നത് വളരെ വിചിത്രമായ ഒന്നാണ്, വളരെ അപൂർവവും. ചരിത്രത്തിൻ്റെ വേലിയേട്ടങ്ങൾ മാറ്റിയ ശേഷം നിശബ്ദമായി അവസാനിച്ച ഒരു ജീവിതം. 1844 ആയപ്പോഴേക്കും ഒരിക്കൽ അവളെ പിടികൂടാൻ ശ്രമിച്ച അതേ സാമ്രാജ്യം വളരെ കാലം മുമ്പ് ചോദിക്കുന്നത് നിർത്തി. ഭയപ്പെടാൻ അവൾക്ക് വളരെ പ്രായമായി. സ്പർശിക്കാൻ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ഥാനഭ്രഷ്ടനാകാൻ വളരെയധികം ബഹുമാനിക്കപ്പെടുന്നു. ഏകദേശം 68 വയസ്സുള്ളപ്പോൾ ഗ്വാങ്ഷൂവിൽ അവർ അന്തരിച്ചു. ഒരു ആടിയുലയുന്ന ഡെക്കിലല്ല, മസ്കറ്റ് തീയിൻ്റെ ആലിപ്പഴത്തിനടിയിലല്ല, എന്നാൽ സ്വന്തം കിടക്കയിൽ അവൾ വ്യക്തിപരമായി രൂപം കൽപ്പിച്ചിരുന്ന പൂന്തോട്ടങ്ങളോടുകൂടിയ ഒരു വീട്ടിൽ. ഒരിക്കൽ 70,000-ലധികം കടൽക്കൊള്ളക്കാരെ നയിച്ച സ്ത്രീ കുപ്രസിദ്ധിയല്ല, സമാധാനത്തിൽ മരിച്ചു. അതൊക്കെയല്ലാതെ അതവരുടെ അവസാനത്തെ കലാപമായിരുന്നു. അവരുടെ മരണവാർത്ത അന്താരാഷ്ട്ര തലക്കെട്ടുകളിൽ ഇടം നേടിയില്ല. പ്രതിമകളൊന്നും നിർമ്മിച്ചില്ല, അവധി പ്രഖ്യാപിച്ചില്ല. എന്നിട്ടും പിന്നീട് കടൽ വ്യത്യസ്തമായി തോന്നി. ഒരു ദിവസം മുഴുവൻ വെള്ളം നിശ്ചലമായെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഒരു വിചിത്രമായ ശാന്തത. അത് സത്യമാണോ അതോ കാവ്യികമായ ഓർമ്മയുടെ സൃഷ്ടിയാണോ എന്നത് പ്രശ്നമല്ല. അവകാശത്തിന് പിന്നിലുള്ള വികാരമാണ് പ്രധാനം. ആളുകൾ അവരെ മിസ് ചെയ്തു. അവരുടെ മരണം ഒരു യുഗത്തിൻ്റെ അവസാനത്തെ അടയാളപ്പെടുത്തി. കടൽക്കൊള്ളക്കാരുടെ യുഗത്തിൻ്റെ മാത്രമല്ല, ആർക്കുമൊന്നും എടുത്ത് അതിൽ നിന്നും ഇളക്കമില്ലാത്തൊന്നിനെ സൃഷ്ടിക്കാൻ കഴിയാത്തൊരു യുഗത്തിൻ്റെ. അവർക്ക് മാന്യമായ രക്തമോ രാഷ്ട്രീയ പിന്തുണയോ ദിവ്യപ്രവചനമോ ഉണ്ടായിരുന്നില്ല. അവർക്കുണ്ടായിരുന്നത് ധൈര്യമായിരുന്നു, അച്ചടക്കം, ദർശനം. ഇപ്പോൾ അവർ ഇതിഹാസമായി മാറി. വരും ദശകങ്ങളിൽ ആ ഇതിഹാസം നിരവധി മുഖങ്ങൾ ധരിക്കും. ചൈനയുടെ ചില കോണുകളിൽ അവർ തന്ത്രശാലിയായ തന്ത്രജ്ഞയായി ഓർക്കപ്പെടും. മറ്റു ചിലതിൽ ഒരപകടകാരിയായ കുറ്റവാളിയായി. ഫെമിനിസ്റ്റ് വ്യവഹാരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നേതൃത്വത്തിൻ്റെ പ്രതീകമായി. പോപ്പ് കൾച്ചറിൽ ചുവന്ന കപ്പലുകളും പ്രേതകണ്ണുകളുമുള്ള ഒരു പുരാതന യോദ്ധാവായി. അവർ അത്തരത്തിലുള്ളവരായിരുന്നു. അവയിലൊന്നുമല്ല, ഒരു ഛായാചിത്രത്തിനും അവളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടായിരിക്കാം അവളുടെ കഥയ്ക്ക് ഇത്രയും ശക്തിയുള്ളത്. അത് വിസ്മയത്തിനും വാദത്തിനും ഭാവനയ്ക്കും ഇടം നൽകുന്നു. ചന്ദ്രപ്രകാശമുള്ള മൂടൽമണ്ണിലൂടെ ഒരു കപ്പൽ വഴുതി വീഴുന്നതുപോലെ അവൾ വിഭാഗങ്ങളിലൂടെ വഴുതി വീഴുന്നു. എപ്പോഴും എളുപ്പത്തിലുള്ള നിർവചനത്തിനപ്പുറം. എവിടെ നോക്കണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്കിപ്പോഴും അവളെ കണ്ടെത്താൻ കഴിയും. സമുദ്രനിയമത്തെക്കുറിച്ചുള്ള തകർന്ന മുള്ളുകളുള്ള പുസ്തകങ്ങളിൽ, നികുതി വെട്ടിക്കുന്ന കള്ളക്കടത്തുകാരുടെ രഹസ്യക്കോടുകളിൽ, ദക്കിൻ ചൈന കടൽ നാവികരുടെ ബോട്ട് ഗാനങ്ങളിൽ, സ്ഥാനപ്പേരുകളിലൂടെയല്ല മറിച്ച് അചഞ്ചലമായ വ്യക്തതയിലൂടെ ആജ്ഞാപിക്കുന്ന ഏതൊരു നേതാവിൻ്റെയും ശാന്തമായ ശക്തിയിൽ. മാഡം ചിങ് ഒരു ക്രൂരമായ ലോകത്തെ അതിജീവിച്ചില്ല, അവളതിനെ രൂപപ്പെടുത്തി. അവൾ പൂർത്തിയാക്കിയപ്പോൾ അവളത് ഉപേക്ഷിച്ചു. അവൾ ഇതിഹാസത്തോട് പുറംതിരിഞ്ഞു. അവളുടെ നഗരത്തിലേക്ക് മടങ്ങി മനഃപൂർവ്വം മങ്ങി. അവൾ പരാജയപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് തെളിയിക്കാനൊന്നും അവശേഷിക്കാത്തതുകൊണ്ടാണ്. വെല്ലുവിളിക്കാൻ സാമ്രാജ്യങ്ങളില്ല, കൈകാര്യം ചെയ്യാൻ കപ്പലുകളില്ല, പിന്തുടരാൻ പ്രതികാരം ബാക്കിയില്ല. അവൾ അസാധ്യമായത് ചെയ്തു കഴിഞ്ഞു. അവൾ വിജയിച്ചു. ഇനിയൊരു ശ്വാസമെടുക്കുക. മണലിൽ ഉരുണ്ടുകൂടുന്ന വേലിയേട്ടത്തിൻ്റെ മൃദുലമായ നിശബ്ദത പോലെ അവളുടെ മനസ്സിനെ മൃദുലമാകാൻ അനുവദിക്കുക. അവളുടെ പായകൾ വളരെ കാലം മുമ്പാണ് വീഴുന്നുപോയത്. കാറ്റിനെ മുറിക്കാൻ തക്ക മൂർച്ചയുള്ള അവളുടെ ശബ്ദം ഇപ്പോൾ ശാന്തമായ വെള്ളത്തിൽ പ്രതിധ്വനിക്കുന്ന ഒരു മന്ത്രം മാത്രമാണ്. ആ ശാന്തമായ പൂന്തോട്ടത്തിൽ
അവളെ സങ്കൽപ്പിക്കുക, ഒരു മുള്ളക്കമാനത്തിനടിയിൽ തിളങ്ങുന്ന കോയിക്കുളം. ഉണങ്ങിയ പ്ലമ്മിൻ്റെയും കടലുപ്പിൻ്റെയും ഗന്ധം കാറ്റിലൊഴുകി വരുന്നു. ഒരു കപ്പ് ജാസ്മിൻ ചായയിൽ അവളുടെ വിരലുകൾ ലഘുവായി അമർന്നിരിക്കുന്നു. ഉത്തരവുകളൊന്നും കുരച്ചില്ല, തന്ത്രങ്ങളൊന്നും ആസൂത്രണം ചെയ്തില്ല, നിശ്ചലത മാത്രം. കൊടുങ്കാറ്റുകളാൽ രൂപപ്പെട്ട അനിശ്ചിതത്വത്തിൽ ആരംഭിച്ചൊരു ജീവിതം ഇപ്പോൾ സമാധാനത്തിൽ അവസാനിക്കുന്നു. ശ്രോതാവേ, നിങ്ങളും അവളോടൊപ്പം ഒഴുകിപ്പോയി. വിളക്കുകളുടെ തീയിൽ കൂടി, കപ്പലുകളാൽ ഭാരമുള്ള ചന്ദ്രപ്രകാശമുള്ള വെള്ളത്തിൽ കൂടി, ഗൂഢാലോചന നടക്കുന്ന ജീവനക്കാരുടെ ഗോങ്ങുകളുടെയും പിറുപിറുപ്പിൻ്റെയും കടന്ന്. അവളുടെ ഉയർച്ചയും ആജ്ഞാപിക്കുന്നതും സഹിക്കുന്നതും അവസാനം വിശ്രമിക്കുന്നതും നിങ്ങൾ കണ്ടു. അവൾ പോയി, അതെ. എന്നാൽ അവളുടെ ഉണർവ് ഇപ്പോഴും അലയടിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിപ്പോൾ നിങ്ങളെ സൗമ്യമായി ഇളക്കട്ടെ. നിങ്ങളുടെ തോളിലെ മൃദുലത നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളുടെ ശ്വാസത്തിൻ്റെ വേഗത കുറയുന്നു. ഏതൊരു നിശ്വാസത്തിനും കുറച്ചുകൂടി ഭാരം കേട്ടാൻ അനുവദിക്കുക. നിങ്ങളുടെ മനസ്സ് കടൽ സ്പ്രേയുടെയും കടും ചുവന്ന പതാകകളുടെയും സ്വപ്നങ്ങളിലേക്ക് അലയാൻ തുടങ്ങിയാൽ അതിനെതിരായി പോരാടാണ്ട് നിൽക്കുക. വേലിയേട്ടം നിങ്ങളെ കൊണ്ടുപോകട്ടെ. അവൾക്ക് മനസ്സിലാവുമായിരുന്നു.